നമുക്ക് പ്രാർത്ഥനയോടെ നമ്മുടെ ഈ സെഷൻ ആരംഭിക്കാം. ബഹുമാനപ്പെട്ട ഷാജൻ വർഗീസ് മാത്യു അച്ഛൻ ഓപ്പണിംഗ് പ്രയർ. പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമായ കർത്താവേ, നല്ല സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞായറാഴ്ചയുടെ വൈകിയ വേളയിൽ സന്നിധിയിൽ വരുവാനും കർത്താവെ നിന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുവാനും ഞങ്ങൾക്ക് സഹായിക്കുന്ന കൃപകൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങളായിരിക്കുന്ന കാലഘട്ടത്തെ സാഹചര്യം നീ അറിയുന്നുവല്ലോ കർത്താവിനെ തിരുസന്നിധിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ഞങ്ങളുടെ ചുറ്റിനും ദുരിതങ്ങളുണ്ട് കർത്താവെങ്കിലും പ്രത്യാശയോടെ നിന്റെ മുൻപാകെ ആയിരിക്കാൻ ഞങ്ങളെ സഹായിക്കുന്ന കൃപകൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവെ. മുമ്പോട്ടത്തെ കാര്യങ്ങളെല്ലാം കൂടുതൽ നിന്നോട് പ്രത്യാശയുള്ളവരെ ജീവിക്കുന്നതിന് ഞങ്ങൾക്ക് സഹായിക്കണമേ കർത്താവെ. നിന്റെ മകനെ ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി തന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവെ. നിന്റെ മകനോട് കർത്താവെ മുൻപോട്ടുള്ള ജീവിതത്തിലേക്കുള്ള ഒരാർജവും പ്രത്യാശയൊക്കെ ആർജിക്കുന്നതിന് ഞങ്ങൾക്ക് നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾ ചെലവഴിക്കുന്ന സമയം കർത്താവെ ഞങ്ങൾക്ക് അനുഗ്രഹത്തിന് മുഖാന്തരമാക്കി തീർക്കണമേ. കൂടി വരുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കാത്തുകൊള്ളണമേ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ചോദിക്കുന്നു, അതായത് ഒന്ന് കേൾക്കുമാറാകണമേ. പ്രാരംഭ ഗാനത്തിന് നേതൃത്വം നൽകുന്നത് ബിനു തോമസ് ആൻഡ് ഫാമിലി. Maraman Convention 2020, song number 82. Song number 82. ഇത്രത്തോളം നടത്തിയവൻ എന്നെ എന്നാളും നടത്തിയിടുമേ. ഇത്രത്തോളം നടത്തിയവൻ എന്നെ എന്നാളും നടത്തിയിടുമേ. എന്റെ ആകുലത്തിൽ എന്റെ വ്യാകുലത്തിൽ എന്നും ആശ്വാസദായകനാ. എന്റെ ആകുലത്തിൽ എന്റെ വ്യാകുലത്തിൽ എന്നും ആശ്വാസദായകനാ. ചെങ്കടലിനെതിരെ വന്നിടുമ്പോൾ മന്ദിരകൾ മതിലുകൾ ഉയർന്നിടുമ്പോൾ, ചെങ്കടലിനെതിരായി വന്നിടുമ്പോൾ മന്ദിരകൾ മതിലുകൾ ഉയർന്നിടുമ്പോൾ, ഫറവോനും സൈന്യവും പിന്നെ വന്നാലും ഇസ്രായേലിൻ ദൈവം എന്നെ നടത്തിയിടുമേ. ഫറവോനും സൈന്യവും പിന്നെ വന്നാലും ഇസ്രായേലിൻ ദൈവം എന്നും നടത്തിയിടുമേ. ഇത്രത്തോളം നടത്തിയവൻ എന്നെ എന്നാളും നടത്തിയിടുമേ. എന്റെ ആകുലത്തിൽ എന്റെ വ്യാകുലത്തിൽ എന്നും ആശ്വാസദായകനാ. മതിലുകൾ ഉയർന്നിരുന്നാലും അന്ധകാര ശക്തികൾ പെരുകിയാലും, എരിയോവിൽ മതിലുകൾ ഉയർന്നിരുന്നാലും അന്ധകാര ശക്തികൾ പെരുകിയാലും, ആത്മാവിൽ ശക്തിയാൽ തകർത്തിടുമേ. ഇസ്രായേലിൻ ദൈവം എന്നെ നടത്തിയിടുമേ. ആത്മാവിൻ ശക്തിയാൽ തകർത്തിടുമേ. ഇസ്രായേലിൻ ദൈവം എന്നും നടത്തിയിടുമേ. ഇത്രത്തോളം നടത്തിയവൻ എന്നെ എന്നാളും നടത്തിയിടുമേ. ഇത്രത്തോളം നടത്തിയവൻ എന്നെ എന്നാളും നടത്തിയിടുമേ. എന്റെ ആകുലത്തിൽ എന്റെ വ്യാകുലത്തിൽ എന്നും ആശ്വാസദായകനാ. എന്റെ ആകുലത്തിൽ എന്റെ വ്യാകുലത്തിൽ എന്നും ആശ്വാസദായകനാ.
Bible reading, Mrs. Jinsey Roy, Psalms 24. Psalm 24. The world and all that is in it belong to the Lord. The earth and all who lives on it are his. He built it on the deep water beneath the earth and laid its foundation in the ocean's depths. Who has the right to go up the Lord's hill? Who may enter his holy temple? Those who appear in act and in thought, who do not worship idols or make false promises. The Lord will bless them and save them. God will declare them innocent. Such are the people who come to God, who come into the presence of the God of Jacob. Fling wide the gate, open the ancient doors, and the great King will come in. Who is the great King? He is the Lord, strong and mighty, the Lord victorious in battle. Fling wide the gate, open the ancient doors, and the great King will come in. Who is this great King? The trumpet Lord, he is the great King. This is the word of the Lord. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അഭിനന്ദ തിരുമേനി, ബഹുമാനപ്പെട്ട ഷാജനച്ചൻ, പ്രിയ GB തോമസ് കുരുള, സീനിയർ യൂത്ത് ഫോറം മെമ്പേഴ്സ്, കല്യാൺ മാർത്തോമ ഇടവകയിലെ പ്രിയപ്പെട്ടവർ, കല്യാൺ സെൻട്രൽ വിവിധ ഇടവകകളിൽ നിന്ന് ഈ മീറ്റിങ്ങിൽ സംബന്ധിക്കുന്നവർ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ളതായ സ്നേഹ വന്ദനം. വളരെയധികം പ്രതിസന്ധി നിറഞ്ഞതായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യന് വളരെയധികം പരിമിതികൾ ഉണ്ട് എന്നുള്ളതായ ഒരു ബോധ്യവും അതുപോലെ മനുഷ്യന്റെ നിസ്സാരതയെ തിരിച്ചറിയുന്നതായ ദിവസങ്ങളിലൂടെയാണ് നമ്മുടെ ജീവിതം ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മാറ്റമില്ലാത്ത ദൈവം മാറാത്തവനും വാക്ക് പറഞ്ഞവൻ വിശ്വസ്തനുമായി നമ്മുടെ ജീവിതയാത്രയിൽ നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ ക്ഷേമത്തോടെ പുലർത്തുന്നതായ വിധങ്ങൾക്കായിട്ട് നന്ദിയോടെ നമുക്ക് ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങളെ കരയറ്റാം. ഈ ഒരു സന്ധ്യ, ആൻ ഈവനിങ് അറ്റ് ഹിസ് ഫീറ്റ്, ഈ സന്ധ്യ ദൈവത്തിന്റെ പാദപീഠത്തിങ്കലാകുവാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചൊരിഞ്ഞതായ കൃപാകടാക്ഷത്തിനായിട്ട് നന്ദിയോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അത് നമ്മുടെ ചിന്തയ്ക്കായിട്ട് എടുത്തിരിക്കുന്നതായ സബ്ജക്റ്റ് തന്നെ സീയിങ് ഗോഡ് ഇൻ ഡിഫിക്കൽട്ട് ഡേയ്സ് എന്നുള്ളതാണ്. സീയിങ് ഗോഡ് ഇൻ ഡിഫിക്കൽട്ട് ഡേയ്സ്. പ്രയാസകരമായ ജീവിതാനുഭവങ്ങളിൽ ദൈവിക സാന്നിധ്യവും ദൈവിക സാമീപ്യവും അനുഭവിച്ച് അറിയുവാനായിട്ട് ദൈവ സന്നിധിയിലേക്ക് അടുത്ത് ചെല്ലുവാനുള്ളതായ മുഖാന്തരമായിട്ടാണ് ഈ ഒരു കൂടിയൊരുവിനെ നമ്മൾ കാണുന്നത്. വായിച്ചതായ ഒരു കഥ ഇപ്രകാരമുണ്ട്. ഒരുപാട് അകലെ ജോലി ചെയ്യുന്നതായ ഒരു മനുഷ്യൻ ചെറിയ കൂലി സമ്പാദിച്ചു കൂട്ടി വല്ലപ്പോഴുമാണ് അദ്ദേഹം തന്റെ ഭവനത്തിലേക്ക് യാത്ര പോകുന്നത്. അങ്ങനെ ഒരു ദിവസം വന്നണഞ്ഞു. മക്കൾക്കും പ്രിയപ്പെട്ടവർക്കുമൊക്കെ സമ്മാനങ്ങൾ വാങ്ങി അതിരില്ലാത്ത സന്തോഷത്തോടെ അദ്ദേഹം വീട്ടിലേക്ക് യാത്ര ചെയ്തു. ഒരു പുഴ കടന്നു വേണം അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോകുവാനായിട്ട്. അപകടം വിതയ്ക്കുന്ന ചുഴികളുള്ളതായ ഒരു പുഴയാണ്. ഈ തോണിക്കാരന് പെട്ടെന്ന് അപകടം മണത്തു.
മറിയാൻ സാധ്യതയുണ്ട്. നീന്തൽ അറിയാമോ എന്നുള്ള ചോദ്യത്തിന് ഈ പാവം പരിഭ്രമിച്ചുകൊണ്ട് പറഞ്ഞു, ഇല്ല, നീന്താൻ അറിയില്ല. തോണി മറഞ്ഞു. ചങ്കോളം പൊങ്ങിയ വെള്ളത്തിലൂടെ കരയിലേക്ക് നീന്തുമ്പോൾ ഈ തോണിക്കാരന്റെ മനസ്സിൽ ഭയം പെരുകി. വലിയ സന്തോഷത്തോടെയാണ് വീടണയാനായിട്ട് കൊതിച്ചത്. അങ്ങനെ ആ കൊതിച്ചതായ ഈ യാത്രക്കാരന്റെ ജീവിതം എന്തായി കാണും? നീന്തൽ അറിയാതെ അദ്ദേഹം എങ്ങനെ രക്ഷപ്പെടും? പക്ഷേ കരയിലേക്ക് നീന്തി കയറിയതായ ഈ തോണിക്കാരൻ അമ്പരന്നു പോയി. ഈ യാത്രക്കാരൻ നനഞ്ഞൊട്ടി ഈ തീരത്ത് ഇരിക്കുന്നു. അതെങ്ങനെ? നീന്താൻ അറിയില്ലെന്ന് കള്ളം പറഞ്ഞില്ലേ? അല്ല സുഹൃത്തെ, തീർച്ചയായും അല്ല, എനിക്ക് നീന്തൽ അറിയില്ല. പിന്നെ എങ്ങനെ കരയിലെത്തി? അതും കഴുത്തറ്റം വെള്ളത്തിലൂടെ. അദ്ദേഹം പറയാണ്, അതാണ് ഞാനും ആലോചിക്കുന്നത്, എങ്ങനെയെന്ന് എനിക്കറിയില്ല. മുങ്ങിത്തുടങ്ങിയതാണ് ഞാൻ. എൻ്റെ കയ്യിലെ ഭാണ്ഡം മുഴുങ്ങുമെന്ന് തോന്നിയപ്പോൾ ഞാൻ കരഞ്ഞു. ദൈവമേ, ഇത്ര കാലത്തെ എൻ്റെ സമ്പാദ്യമാണിത്. എന്നെ കാത്തിരിക്കുന്ന കുടുംബത്തെ ഓർക്കുമ്പോൾ ഞാൻ മുങ്ങിയാൽ അവരുടെ സ്വപ്നങ്ങളാണ് മുങ്ങിപ്പോകുന്നത്. എൻ്റെ കുഞ്ഞുങ്ങളും കുടുംബവും മനസ്സിൽ നിറഞ്ഞപ്പോൾ എവിടെ നിന്നാണെന്ന് അറിയില്ല, കയ്യിന് വല്ലാത്തൊരു ശക്തി ലഭിച്ചു. മനസ്സിന് ഇതുവരെ ഇല്ലാത്തൊരു ധൈര്യം കിട്ടി. ഒരു കയ്യിൽ ഭാണ്ഡം ഉറപ്പിച്ച് എങ്ങനെയോ ഞാൻ ഇവിടെ എത്തി. ഈ ഭാണ്ഡമില്ലാതെ എന്നെ ഒന്ന് പുഴയിലേക്ക് തള്ളി നോക്കൂ, ഉറപ്പായും ഞാൻ മുങ്ങിപ്പോകും. ഇതിനകത്തെ സ്വപ്നങ്ങളാണ് എനിക്ക് ധൈര്യം തന്നത്. ഖലീൽ ജിബ്രാൻ എഴുതിയതായ ഒരു കഥയാണിത്. ഈ കോവിഡിന്റെ കറുത്ത പുഴ കടക്കാൻ നമുക്കും വേണ്ടത് ഈ ഒരു തുഴക്കോലാണ്. അതിജീവനത്തിന്റെ അനുഭവം. എനിക്ക് അതിജീവിക്കുവാനായിട്ട് കഴിയും. ജീവിതത്തെ കുറിച്ചുള്ളതായ പോസിറ്റീവായ അപ്രോച്ചിൽ സ്വപ്നം കണ്ടുകൊണ്ട് യാത്ര തുടരുവാനായിട്ട് നമുക്ക് ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അഭിനന്ദ ഗീവർഗീസ് മാർ തിയോഡോഷ്യസ് തിരുമേനി ഈ മീറ്റിംഗിൽ നമ്മോട് കൂടെ സംബന്ധിക്കുന്നു എന്നുള്ളത് വളരെയധികം സന്തോഷം നിറഞ്ഞതായ ഒരു അനുഭവമാണ്. വളരെയധികം സർപ്രൈസ് ആയിരുന്നു തിരുമേനി ഇന്നലെ ജോയിൻ ചെയ്യുന്നു എന്നുള്ളത്. കഴിഞ്ഞ 4 വർഷക്കാലം മുമ്പേ ഭദ്രാസനത്തിന്റെ നേതൃത്വം നൽകി. ജൂൺ മാസം 1-ാം തീയതി മുതൽ റാന്നി നിലയ്ക്കൽ ഭദ്രാസനത്തിന്റെയും മുംബൈ ഭദ്രാസനത്തിന്റെയും ഒരുമിച്ചുള്ള ചുമതലകൾ അഭിനന്ദ തിരുമേനി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. ജൂൺ മാസം 8-ാം തീയതി റാന്നിയിൽ എത്തിച്ചേർന്നു. അത് മുതൽ റാന്നിയുടെയും അതുപോലെ മുംബൈയുടെയും ചുമതലകൾ ഒരുമിച്ച് നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്നു. എൻ്റെ കറക്റ്റ് ഡേയ്സ് ആണെങ്കിൽ ഈ ക്വാറന്റൈൻ പീരീഡ് നാളെ കൊണ്ട് തീരുകയാണ്. 14 ദിവസത്തെ ക്വാറന്റൈൻ പീരീഡിലാണ് തിരുമേനി റാന്നി അരമനയിൽ ഈ ദിവസങ്ങളിൽ ചിലവഴിക്കുന്നത്. എന്നാൽ ഇതിനകത്ത് റാന്നി ഭദ്രാസനത്തിലെ മുഴുവൻ പ്രവർത്തനങ്ങളെ മനസ്സിലാക്കുവാൻ, മുംബൈ ഭദ്രാസനത്തിലെ വിവിധ കാര്യങ്ങൾ ക്രമീകരിക്കുവാൻ, മീറ്റിങ്ങുകൾ ക്രമീകരിക്കാനൊക്കെ തിരുമേനിക്ക് സാധിക്കുന്നു. ഈ ലോക്ക്ഡൌൺ പീരീഡും ക്വാറന്റൈൻ കാലവും ഒക്കെ ഫലപ്രദമായി തിരുമേനി ഉപയോഗിച്ചു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷപ്രദമായ അനുഭവം. അഭിനന്ദ തിരുമേനി സഭയുടെ നിയുക്ത സഫ്രഗൻ മെത്രാപ്പൊലീത്തയാണ്. ആ പദവിയിലേക്ക് പ്രവേശിക്കുകയും അനുഗ്രഹീതമായി സഭയെ നയിപ്പാൻ തക്കവണ്ണം ദൈവം സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് ഞങ്ങൾ ഇടവകയായി ഈ കൂടിയിരിക്കുന്ന ഏവരുമായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകൾ തിരുമേനിയോടൊപ്പം ഉണ്ടാകും. ധൈര്യത്തോടെ ഈ സഭയെ നയിക്കുവാനും കാലഘട്ടത്തിനനുസരിച്ചുള്ള വെല്ലുവിളികൾ ഏറ്റെടുത്ത് പ്രവർത്തിപ്പാനും ദൈവം ശക്തിയും ബലവും നൽകി ആശീർവദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അഭിനന്ദ തിരുമേനിയെ ഈ കൂടിയൊരുവിലേക്ക് വളരെ ഹൃദ്യമായി ഞങ്ങൾ എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ഷാജൻ വർഗീസ് മാത്യുവച്ചൻ സംബന്ധിക്കുന്നു. അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇടവകയുടെ ഭാഗമാണല്ലോ. ഇന്ന് നമുക്ക് മുഖ്യ സന്ദേശം നൽകി തരുന്നത് പ്രിയ ജിബി തോമസ് കുരുവിളയാണ്. വളരെ അനുഗ്രഹീതനായ ഒരു പ്രഭാഷകൻ. കൗൺസിലിംഗ് രംഗത്തും അതുപോലെ അതിന്റെ ട്രെയിനിങ്ങിന്റെ രംഗത്തും സ്തുത്യർഹമായ സേവനങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നതായ ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ്. സെക്കന്ദരാബാദ് കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനങ്ങൾ മുൻപോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ നാളുകളിൽ മിഷൻസ് ഇന്ത്യയുടെ ഭാഗമായി അനുഗ്രഹീതമായ ശുശ്രൂഷ നിറവേറ്റുവാനായിട്ട് ഇടയായി. സെക്കന്ദരാബാദിലുള്ളതായ മാർത്തോമ ഇടവകയുടെ ഭാഗമായും അനുഗ്രഹീതമായ ശുശ്രൂഷ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ 1 വർഷക്കാലത്തെ മുംബൈ ഭദ്രാസനത്തിലെ ഫാമിലി എൻറിച്ച്മെന്റ് പ്രോഗ്രാമിന് വളരെ അനുഗ്രഹീതമായ നേതൃത്വം നൽകിയത് പ്രിയപ്പെട്ട ജിബിയാണ്.
അഭിയന തിരുമേനിയാണ് GB തോമസ് കുരുവിളെ നമ്മുടെ ഭദ്രാസനത്തിന് പരിചയപ്പെടുത്തി നൽകിയത്. കഴിഞ്ഞ MDVAയുടെ കോൺഫറൻസിലും GB ആയിരുന്നു നേതൃത്വം വഹിച്ചത്. പ്രിയപ്പെട്ട GB-യോട് ഈ ഒരു ആവശ്യം പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടെ ആ ക്ഷണം സ്വീകരിച്ചു. ഇന്ന് ഒരുമിച്ച് പങ്കെടുക്കാമെന്ന് താല്പര്യപ്പെട്ടു. ടീമൊക്കെ സെലക്ട് ചെയ്ത് നൽകി. കൃത്യസമയത്ത് തന്നെ മീറ്റിംഗിൽ ജോയിൻ ചെയ്തു. പ്രിയപ്പെട്ട GB തോമസ് കുരുവിളെ ഏവരുടെയും പേരിൽ വളരെ ഹൃദ്യമായി ഈ കൂടിവരവിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ കൂടിവരവിൽ സംബന്ധിക്കുന്ന ഏവരെയും ഒരു വാക്കിൽ സ്വാഗതം ചെയ്യുകയാണ്. കല്യാൺ മാർത്തോമ ഇടവാംഗങ്ങളെ കൂടാതെ കല്യാൺ സെന്ററിലെ വിവിധ ഇടവുകൾപ്പെട്ടതായ ആളുകൾ, അതുപോലെ മുംബൈ ഭദ്രാസനത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ളതായ ആളുകൾ, കേരളത്തിലും അതുപോലെ വിദേശ രാജ്യങ്ങളിലും ഇരുന്ന് സംബന്ധിക്കുന്ന ആളുകൾ ഈ മീറ്റിംഗിന്റെ ഭാഗമായിട്ടുണ്ട്. എല്ലാവരും ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവം സുരക്ഷിതമായി കാത്തു പരിപാലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഈ കൂടിവരവിലേക്ക് ഏവരുടെയും പേരിൽ ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഈ പ്രോഗ്രാം ക്രമീകരിച്ചത് സീനിയർ യൂത്ത് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിലാണ്. ജീവിതത്തിൽ എല്ലാവരും ജോലി ചെയ്യുന്നവരും വിവിധ ടെൻഷനിലൂടെ കടന്നു പോകുന്നവരും പ്രത്യേകിച്ച് COVID-19 പശ്ചാത്തലത്തിൽ അതിജീവനം എങ്ങനെ സാധ്യമാകും, പ്രതിസന്ധികളെ എങ്ങനെ തരണം ചെയ്യുവാനായിട്ട് സാധിക്കും, ടെൻഷൻസ് എങ്ങനെ കുറയ്ക്കാനായിട്ട് സാധിക്കും എന്നുള്ളതായ ചിന്താക്കുഴപ്പത്തിലും അതുപോലെ ഭവനത്തിന്റെ കാര്യങ്ങൾ, മാതാപിതാക്കളുടെ കാര്യങ്ങൾ, ഇതൊക്കെ ഇന്ന് ചിന്തിച്ച് പ്രയാസം അനുഭവിച്ചതായ ഒരു കാലഘട്ടത്തിലാണ് നമുക്ക് മോട്ടിവേഷൻ ലഭിക്കുന്നതായ ഒരാളിനെ ശ്രവിച്ചാൽ നന്നായിരിക്കുമെന്ന് പറയുകയും അങ്ങനെ ഈ മീറ്റിംഗ് ക്രമീകരിക്കാനായിട്ട് ഇടയാകുകയും ചെയ്തു. സീനിയർ യൂത്ത് ഫോറം മെമ്പേഴ്സിനെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ചുമതലക്കാരെ സ്വാഗതം ചെയ്യുന്നു. ഇടവാംഗങ്ങളെയും മറ്റ് പ്രിയപ്പെട്ടവരെയും കല്യാൺ സെന്ററിലുള്ള വിവിധ ഇടങ്ങളിലും അതുപോലെ ഭദ്രാസനത്തിന്റെ വിവിധ ഇടങ്ങളിലും ലോകത്തിന്റെ വിവിധ കോണുകളിലും വരുന്നുകൊണ്ട് സംബന്ധിക്കുന്ന എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും ദൈവകൃപ കൊണ്ട് നിറയ്ക്കുകയും ചെയ്യും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. തുടർന്നുള്ളതായ സെഷന് നേതൃത്വം നൽകുന്നത് പ്രിയപ്പെട്ട GB തോമസ് കുരുവിളയാണ്. അദ്ദേഹത്തെ ഈ പ്രഭാഷണം, ഈ സെഷൻ ലീഡ് ചെയ്യുവാനായിട്ട് വളരെ സന്തോഷത്തോടെ ക്ഷണിക്കുകയും ചെയ്യും. സൗണ്ട് ക്ലിയർ ആണോ? ഓഡിബിൾ ആണോ? Right. ദൈവത്തിന്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അഭിവന്യ ഗീവർഗീസ് മാർ തിയോഡോഷ്യസ് തിരുമേനി, ബഹുമാനപ്പെട്ട ബിനോയ് അച്ഛൻ കുടുംബം, ബഹുമാനപ്പെട്ട ഷാജൻ അച്ഛൻ കുടുംബം, ഇന്ന് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ ഈ ഓൺലൈൻ മീറ്റിംഗിൽ ക്ലാസ് എടുക്കുവാൻ, വചനം ശുശ്രൂഷിക്കുവാൻ ലഭിച്ച അവസരം ജീവിതത്തിൽ വലിയൊരു പദവിയായി ഞാൻ കരുതുന്നു. ഐ എം സോ ഹാപ്പി ദാറ്റ് Tirumeni is attending. I seek your blessings and prayers, Tirumeni. Request your prayers. And ഞാൻ പ്രത്യേകിച്ച് ബിനോയ് അച്ഛന് നന്ദി അറിയിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നല്ലോ. എന്നെ കോൺടാക്ട് ചെയ്ത സജി അച്ചാച്ചനെയും ഞാൻ ഈ സമയത്ത് ഓർക്കുന്നു. സീനിയർ യൂത്ത് ഫോറമിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ മീറ്റിംഗ് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അറ്റൻഡ് ചെയ്യുന്ന എനിക്കും അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. നമ്മുടെ ജീവിതത്തിൽ നമ്മളെല്ലാവരും ഒരുപോലെ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. അപ്പം ഞാൻ ഹൈദരാബാദിൽ നിൽക്കുന്നു. ഞങ്ങൾ നാട്ടിൽ സ്ഥലം മാറണം എന്നൊക്കെ ആഗ്രഹിച്ചിരുന്നപ്പോൾ ഞങ്ങളുടെ പ്ലാനുകളെല്ലാം അവിടെ സ്റ്റോപ്പായി. 3 പ്രാവശ്യം ടിക്കറ്റ് എടുത്തു, 3 ടിക്കറ്റും ക്യാൻസൽ ആയി. അപ്പൊ അങ്ങനെ നമ്മുടെ ലൈഫിലെ പ്ലാൻസ് എല്ലാവരുടെ ലൈഫിലെ പ്ലാൻസും ഡിസ്റപ്റ്റ് ആയി. നമ്മളെല്ലാം ഇങ്ങനെ ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് ഒരു വ്യക്തത ഇല്ലാതെ നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ടൈം പീരീഡ് ആണ്. അപ്പൊ എന്റെ ഹൃദയത്തിൽ തോന്നിയ ഒരു ചിന്തയാണ്, വി ഷുഡ് സീ ഗോഡ് ഇൻ അവർ ഡിഫിക്കൽട്ട് ടൈംസ്, ഇൻ അവർ ഡിഫിക്കൽട്ട് ഡേയ്സ്. ബുദ്ധിമുട്ടിന്റെ ദിവസത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ മുഖം കാണുവാൻ, നമുക്ക് സാധിക്കും. അപ്പൊ ഈ ഒരു സെഷൻ ഒരു ഇന്ററാക്റ്റീവ് സെഷനായിട്ട് ഞാൻ ഒത്തിരി ഇന്ററാക്റ്റീവ് ആക്കാൻ ഒക്കത്തില്ല. നമ്മുടെ നമ്പർ വലുതാണല്ലോ, 100ഓളം പാർട്ടിസിപ്പൻസ് ഉണ്ടെന്ന് തോന്നുന്നു. ഒരു സ്ക്രീനിൽ തന്നെ പലരിയ്ക്കുന്നു. എന്നാൽ തന്നെയും ചോദിക്കുമ്പോൾ കുറച്ചു പേരൊന്ന് റെസ്പോണ്ട് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു അനുഗ്രഹമായിരിക്കും. അതുപോലെ സ്ക്രിപ്ചർ പോർഷനും മലയാളത്തിൽ ഒരാളൊന്ന് വായിച്ച് സഹായിക്കുവാണെങ്കിൽ അതും ഒരു ബ്ലെസ്സിങ് ആയിരിക്കും. നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് അതിനാധാരമായി യോനാ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ഒരാളൊന്ന് മലയാളത്തിൽ വായിച്ച്, ഒന്ന് മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് മലയാളത്തിൽ ഒന്ന് വായിച്ച് ഹെൽപ്പ് ചെയ്യണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. ദ ബുക്ക് ഓഫ് ജോന ചാപ്റ്റർ 2 വേഴ്സസ് 1 to 4 ഒരാളൊന്ന് വായിച്ചു.
യോന മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ച് തന്റെ ദൈവമായ യഹോവയോട് പ്രാർത്ഥിച്ചു പറഞ്ഞതെന്നാൽ, ഞാൻ എന്റെ കഷ്ടത നിമിത്തം യഹോവയോട് നിലവിളിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി. ഞാൻ പാതാളത്തിന്റെ വയറ്റിൽ നിന്ന് അയ്യം വിളിച്ചു, നീ എന്റെ നിലവിളി കേട്ടു. നീ എന്നെ സമുദ്രമധ്യേ ആഴത്തിൽ ഇട്ടുകളഞ്ഞു. പ്രവാഹം എന്നെ ചുറ്റി, നിന്റെ ഓളങ്ങളും തിരകളുമെല്ലാം എന്റെ മീതെ കടന്നുപോയി. നിന്റെ ദൃഷ്ടിയിൽ നിന്ന് എനിക്ക് നീക്കം വന്നിരിക്കുന്നു. എങ്കിലും ഞാൻ നിന്റെ വിശുദ്ധ മന്ദിരത്തിങ്കലേക്ക് നോക്കിക്കൊണ്ടിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ, നിന്റെ വിശുദ്ധ സന്നിധിയിൽ ഞങ്ങൾക്ക് ഇപ്രകാരം ഒന്ന് കൂടി വരുവാൻ ഒരുക്കി തന്ന വലിയ അവസരത്തിനായി സ്തോത്രം. ഞങ്ങൾ വ്യത്യസ്ത ഇടങ്ങളിലാണ് ഇരിക്കുന്നതെങ്കിലും കർത്താവെ, ഒരു വേദി പോലെ ഞങ്ങൾക്ക് കൂടി വരുവാൻ ഞങ്ങൾക്ക് ഇങ്ങനെ സാധിക്കുന്നുവല്ലോ. കർത്താവെ, അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ ഒരു കൂട്ടായ്മ നീ അനുഗ്രഹിക്കണം. ഞങ്ങളുടെ ഈ ക്ലാസ്സിനെ നീ അനുഗ്രഹിക്കണമേ കർത്താവെ. ഞങ്ങൾക്ക് ഈ കാലത്തെ അതിജീവിക്കുവാൻ, ഈ കാലത്തിലെ പ്രശ്നങ്ങളെ അതിജീവിക്കുവാൻ ഞങ്ങളിൽ ബലമില്ല. ഞങ്ങളുടെ ബുദ്ധി കൊണ്ടോ ഞങ്ങളുടെ ചില വാക്കുകൾ കൊണ്ടോ ഒന്നും സാധിക്കത്തില്ല. എന്നാൽ കർത്താവെ, അവിടുത്തെ ആത്മാവ് ഞങ്ങളെ ബലപ്പെടുത്തുന്ന ദയക്കായി സ്തോത്രം. ത്രിയേക ദൈവം ഞങ്ങളിൽ നിറഞ്ഞ്, ത്രിയേക ദൈവത്തിന്റെ ബലത്തിൽ ഞങ്ങളെ ബലപ്പെടുത്തി, ത്രിയേക ദൈവത്തിന്റെ പരിജ്ഞാനത്താൽ ഞങ്ങളെ നിറച്ച് ഓരോ ദിവസവും ജയത്തോടെ നീ ഞങ്ങളെ നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇരുളിന്റെ ദിവസങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോകുവാണ്. ഇതെന്ന് തീരുമെന്ന് പോലും വ്യക്തമായിട്ട് പറയാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. ലോകത്തിൽ വാർത്തകൾ പല ഡേറ്റുകൾ തരുന്നുണ്ടെങ്കിലും വെളിച്ചം കാണാതെ, മുമ്പോട്ടുള്ള യാത്രയിൽ ഇരുട്ടിൽ വെളിച്ചം കാണാതിരിക്കുന്ന ഞങ്ങളുടെ സാഹചര്യത്തിൽ അപ്പാ ദൈവമേ, നീ ഞങ്ങളെ സഹായിക്കണമേ. ഈ ഇരുട്ടിലും കർത്താവെ നിന്റെ തിരുമുഖം കാണുവാൻ കർത്താവെ ഞങ്ങളുടെ ഉൾക്കണ്ണുകളെ നീ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭർത്തിമായി അന്ധനായിരുന്നുവെങ്കിലും കർത്താവെ, അവൻ നിന്നെ ഉള്ളിൽ നിന്ന് തിരിച്ചറിഞ്ഞുവല്ലോ. ഈ ഇരുട്ടിന്റെ അവസ്ഥയിൽ കർത്താവെ, നിന്നെ ഒന്ന് പുതിയതായി കാണുവാൻ, നിന്നോട് കൂടുതൽ ഒന്ന് അടുക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ സെഷനെ നീ അനുഗ്രഹിക്കണമേ കർത്താവെ. ഇതിന്റെ ടെക്നോളജിക്കൽ ആസ്പെക്ട്സ് ഒക്കെ അവിടുന്ന് കൺട്രോൾ ചെയ്ത് കർത്താവെ, പറയേണ്ട കാര്യങ്ങൾ പറയാനുള്ള കൃപയും സാവകാശവും തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെ ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണപ്പ. മഹത്വം നീ എടുക്കണം. ഞങ്ങൾ എല്ലാവരും നിന്റെ ശബ്ദം കേൾക്കുവാൻ കാത്തിരിക്കുന്നു. ഞങ്ങളോട് നീ സംസാരിക്കണം എന്ന് യേശുനാഥി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. നമുക്ക് പരിചയമുള്ള ഒരു വേദ വിചിത്രമായിട്ടുള്ള ഒരു സംഭവം, മത്സ്യത്തിന്റെ വയറ്റിനകത്ത് പോയ പ്രോഫറ്റ് ഇൻടു ദ ബെല്ലി ഓഫ് എ ഫിഷ്. അപ്പൊ ഈ ഒരു വിഷയത്തെ കുറിച്ച് ഞാനിത് പ്രിപ്പയർ ചെയ്യുമ്പോൾ കഴിഞ്ഞ ചില ദിവസങ്ങൾ എനിക്ക് പരിചയമില്ലാത്ത ഒരു ഫീൽഡ് ആണല്ലോ സുവോളജി എന്ന് പറയുന്നത്. അപ്പം തൃശ്ശൂർ മർത്തമ പള്ളിയിൽ അംഗമായിരിക്കുന്ന, അവിടുത്തെ തൃശ്ശൂർ കേരള വെറ്റിനറി സയൻസ് യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായി ജോലി ചെയ്യുകയും റിട്ടയർ ആയ പ്രൊഫസർ ഡോക്ടർ ജോർജ് ഉമ്മൻ സാറിനോട് ഈ വിഷയം കുറെ സംസാരിക്കാനും സാർ എനിക്ക് കുറെ കണ്ടന്റ് ഒക്കെ അയച്ചു തരികയും ചെയ്തു. അപ്പൊ ആ ഡിസ്കഷന്റെ ഫലമായിട്ട് രണ്ട് സാധ്യതയാണ് നമ്മുടെ മുമ്പിൽ ഈ ഒരു കാര്യത്തെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒന്നെങ്കിൽ യോന ഒരു ഷാർക്കിനകത്തായിരുന്നു, അല്ലെങ്കിൽ ഹി വാസ് ഇൻ ദ ബെല്ലി ഓഫ് എ വെയിൽ. അപ്പൊ ഈ രണ്ട് സ്പീഷീസ് ആണ് സാറിന് സജസ്റ്റ് ചെയ്യാനുള്ളത്. ഷാർക്ക് ആയിരിക്കാം, വെയിലിൽ തന്നെ ബെലീൻ വെയിൽ എന്ന് പറയുന്ന ഒരു സ്പീഷിയിൽ ഉൾപ്പെടുന്ന ഒരു മത്സ്യത്തിന്റെ ബെല്ലിക്കകത്ത് അല്ലെങ്കിൽ വായിക്കകത്തായിരുന്നു. അപ്പൊ അതിന്റെ ആ ഒരു പ്രാക്ടിക്കൽ ആസ്പെക്ട്സ് ഒന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഡിസ്കഷനിലോട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ രണ്ടും നമുക്ക് ഞാൻ ഓവർ റൂൾ ചെയ്യുന്നില്ല, ഞാനായിട്ട് ഓവർ റൂൾ ചെയ്യുന്നില്ല. എന്നാൽ ഒരു ഷാർക്കാണ് അത് സ്വോളോ ചെയ്തതെങ്കിൽ നമുക്കറിയാം, ഷാർക്ക് എന്ന് പറയുന്ന ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഒരു കാർണിവറസ് ആനിമൽ ആണ്. അത് മനുഷ്യരെ അറ്റാക്ക് ചെയ്യാറുണ്ട്. അതൊരു ബ്ലഡി ഇൻസിഡന്റ് ആയിരിക്കും, അല്ലെങ്കിൽ അതിനകത്ത് ഒത്തിരി മുറിവുകളൊക്കെ ഉണ്ടാകാനും ഒത്തിരി ഇഞ്ചേർഡ് ആകാനും, അതിനകത്ത് യോന ഒരു ശവ പെട്ടിക്കകത്ത് കയറിയിരിക്കുന്ന പോലെ വളരെ ടൈറ്റ് ആയിട്ട് ആ ബോഡിക്കകത്ത് ഒതുങ്ങി അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. നാഷണൽ ജോഗ്രാഫിക്കൽ അങ്ങനത്തെ റിപ്പോർട്ട്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ജീവനോടെയാണോ എന്ന് അറിയത്തില്ല, മനുഷ്യന്റെ ഒരു അഡൽട്ട് ഹ്യൂമൻ ബീങ്ങിന്റെ ബോഡി ഗ്രേറ്റ് വൈറ്റ് ഷാർക്കിനകത്തു നിന്നൊക്കെ റിട്രീവ് ചെയ്തതായിട്ട് നാഷണൽ ജോഗ്രാഫിക്കൽ ഞാൻ കണ്ടത് ഓർക്കുന്നുണ്ട്. അപ്പം അതൊരു സാധ്യതയാണ്. എന്നാൽ രണ്ടാമത്തെ സാധ്യത എന്ന് പറയുന്നത് ബെലീൻ വെയിൽ ആണ്. അപ്പൊ ബെലീൻ വെയിലിന്റെ പ്രത്യേകത ഇന്നലെ സാറ് പറഞ്ഞു തന്നത്, ഇതിന് പല്ലുകളില്ല, എന്നാൽ ബെലീൻ പ്ലേറ്റ്സ് എന്ന് പറയുന്ന പ്ലേറ്റ്സ് ആണ് ഈ വലിയ ഒബ്ജക്റ്റ് ഒന്നും അകത്ത് പോകാതിരിക്കാൻ തക്കോണം വായിൽ തടസ്സമായിട്ട് പ്രകൃതിയായിട്ടുള്ള ഒരു ഫീച്ചറാണ്. രണ്ടാമത്തെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഈ വെയിലിന്റെ വാ വലുതാണ്, ശരീരം വളരെ വലുതാണ്, വാ വലുതാണ്, എന്നാൽ അതിന്റെ തൊണ്ട എന്ന് പറയുന്ന ഈസോഫാഗസ് എന്ന് പറയുന്ന ഒരു ബോട്ടിൽ നെക്കാണ്. അപ്പം ഒരു വലിയ ഒബ്ജക്റ്റ് ഒരിക്കലും തൊണ്ടയിലൂടെ കടന്നകത്തോട്ട് പോകത്തില്ല. ഒരു കൂടിപ്പോയാൽ ഒരു കാല് കഷ്ടിച്ച് കടത്തി വിടാവുന്ന രീതിയിൽ അത് വലിയൊരു വാ ആണ്, എന്നാൽ അതിന്റെ തൊണ്ട ഈസോഫാഗസ് വളരെ ചെറുതാണ്. അപ്പൊ അങ്ങനത്തെ ഒരു കേസ് ആണെങ്കിൽ
അതിന്റെ വായിക്കകത്ത് തന്നെ അല്ലെങ്കിൽ ഈ ബലീൻ പ്ലേറ്റ്സിന്റെ ഒക്കെ ഇടയ്ക്ക് കുടുങ്ങിയിരുന്ന ഒരു യോന പ്രവാചകനാകാനാണ് സാധ്യത. പ്രത്യേകിച്ച് നമ്മൾ ഈ വായിച്ച വേദഭാഗത്തിലും അതിന്റെ 5-ാം വാക്യത്തിലും ഒക്കെ തിരമാലകളെ കുറിച്ച് പറയുന്നുണ്ട്, കടൽ പുല്ലിനെ കുറിച്ച് പറയുന്നുണ്ട്. സീവീഡ്സ് എന്റെ തലയിൽ ചുറ്റിയിരുന്നു, കടൽ പുല്ല് എന്റെ തലപ്പാവായിരുന്നു എന്ന് 5-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. തിരമാലകൾ അറിയുന്ന ഒരു പ്രവാചകൻ, അപ്പം ഓളങ്ങൾ അറിയുന്ന ഒരു പ്രവാചകൻ. അപ്പൊ ഇതൊക്കെ ആകുമ്പം വെയിലാകാനുള്ള ഒരു സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് വായിക്കകത്തായിരുന്നു, എന്നാൽ വളരെ റഫായിട്ടുള്ള ഒരു ജേർണി. അപ്പൊ അനുസരണക്കേട് കാണിച്ചു തീർച്ചയായിട്ടും ആ ഒരു സാഹചര്യത്തിൽ ശരിക്കും വിഷമിച്ച് ശരിക്കും ഹൃദയത്തിൽ നല്ല എന്താ പറയണ്ട ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് നമുക്ക് 2-ാം അധ്യായത്തിൽ നമുക്ക് വായിക്കാനിടയാകുന്നത്. ഞാൻ മുന്നോട്ട് പോകുന്നതിന് മുമ്പേ ഞാൻ നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുകയാണ്. ഹൗ ക്യാൻ വി ഡിസ്ക്രൈബ് the state of Jonah inside the fish, inside the belly of the fish എന്നാണ് നമ്മൾ പറയുന്നത്. അല്ലെങ്കിൽ ആ മത്സ്യത്തിനകത്തായിരുന്ന യോനയുടെ അവസ്ഥയെ നമുക്ക് എങ്ങനെ വർണ്ണിക്കാനൊക്കും? നിങ്ങൾക്ക് ചില വാക്കുകൾ ഒന്ന് സജസ്റ്റ് ചെയ്യാൻ സാധിക്കുമോ? ചിലരെങ്കിലും ഒന്ന് പറയാൻ സാധിക്കുമോ? നിങ്ങളുടെ മനസ്സിൽ വരുന്ന എന്തായിരിക്കും? ഇങ്ങനെ ആയിരുന്ന യോനയുടെ സാഹചര്യത്തെ നമുക്ക് ഒരു വേർഡ് നിങ്ങൾ കൊടുക്കുവാണെങ്കിൽ വാട്ട് വിൽ യു സേ? യു ക്യാൻ സേ എനിത്തിങ്. ഒന്ന് സജസ്റ്റ് ചെയ്താണ്. It's like a prison cell. Like a prison cell. Like a prison cell. Yes, wonderful. ഒരു കാരാഗ്രഹ മുറിക്കകത്ത് prison cellനകത്ത് കിടക്കുന്ന ഒരു അനുഭവം പോലെ. തീർച്ചയായിട്ടും. Yes, you are right. Any other words? Any other words? I just want some words from you. No hope. Suffocation. No Suffocation. Hope. Yes, very true, very true. Suffocation ഉണ്ടായിരുന്നു. പിന്നെ Breathlessness. Helplessness, breathlessness. Yes. No hopes. No hope. Good. Anything else that you can suggest? വേറെ എന്തെങ്കിലും വാക്കുകൾ? All darkness around. All darkness around. So yes, I like that word. All darkness, feeling a sense of suffocation, breathlessness, like a prison cell. നിങ്ങൾ പറഞ്ഞ words അല്ലേ? ഇനിയും കുറെ words വേണം നമുക്ക് എഴുതി ചേർക്കാം. Maybe you can study this passage for yourself. അതൊന്ന് ധ്യാനമായിട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഒത്തിരി വാക്കുകൾ. പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ ഈ ഒരു മത്സ്യത്തിന്റെ സ്മെൽ എന്ന് പറയുന്നത്, ഈ വെയിൽ ഒരു മാമലാണ്, വെയിലാണെങ്കിൽ തന്നെ ഒരു മാമലാണ്. എന്നാലും ഒരു ലിവിങ് ഓർഗാനിസത്തിന്റെ വായിക്കകത്ത് കയറുക എന്ന് പറയുന്നത് ഇറ്റ് ബിക്കംസ് എ വെരി അൺപ്ലസന്റ് എക്സ്പീരിയൻസ്. കാരണം ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ. നമ്മുടെ മൂക്കിന് ഒട്ടും ടോളറേറ്റ് ചെയ്യാൻ ഒക്കത്തില്ല, നമ്മുടെ സെൻസസ് ഒരിക്കലും ടോളറേറ്റ് ചെയ്യത്തില്ല. അങ്ങനെ ഒരു എന്താ പറയുന്ന ഒരു സ്റ്റേഷനറി പൊസിഷനും അല്ല. ദ ഫിഷ് ഇസ് മൂവിങ്. അപ്പം മോഷൻ സിക്നസ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. നമ്മളൊക്കെ ഈ ബസ്സിലൊക്കെ ഹൈ റേഞ്ചിലൊക്കെ കയറി പോകുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു മോഷൻ സിക്നസ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മളെല്ലാവരും പലർക്കും അത്, ചിലർക്കില്ലെങ്കിലും പലർക്കും അത് പ്രയാസമാകാറുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഇത്രയും അസഹനീയമായ ഒരു സാഹചര്യം, ടോട്ടലി അൺലിവബിൾ കണ്ടീഷൻ, ടോളറേറ്റ് ചെയ്യാനൊക്കാത്ത ഒരു കാര്യം, പ്രിസൺ പോലുള്ള അനുഭവം, ഇരുട്ടാണ്. ഇതിനെ ഒരു യോനയ്ക്ക് ഒരു കൺട്രോളും ഇല്ല. നമ്മൾ ആ പുസ്തകം വായിക്കുമ്പം യോന പൈസ കൊടുത്ത് കപ്പലിൽ കയറി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹി പെയ്ഡ് ദ ഫെയർ. ബൈബിളിൽ ഒത്തിരി യാത്രകൾ ഉണ്ടെങ്കിലും ടിക്കറ്റ് എടുത്തെന്ന് പറയുന്ന ഒരു സ്ഥലം ഇതാണ്. ബാക്കി അവിടെ പറയുന്നത് അസ്യൂംഡ് ആണ്. കാരണം യൂഷ്വലി പീപ്പിൾ ടേക്ക് ദ ടിക്കറ്റ്. പ്രത്യേകിച്ച് ബൈബിൾ ക്യാരക്ടേഴ്സ് ഒക്കെ ആകുമ്പോൾ ഒരുമാതിരിപ്പെട്ട നല്ല ക്യാരക്ടേഴ്സ് ഒക്കെ ടിക്കറ്റ് എടുത്തിട്ടായിരിക്കുമല്ലോ യാത്ര ചെയ്യുന്നത്. പക്ഷെങ്കിൽ യോനയെ കുറിച്ച് പറയുന്നത് ഹി പെയ്ഡ് ദ ഫെയർ. കാരണം കഴിവുണ്ടായിരുന്നു, പണം ഉണ്ടായിരുന്നു, കഴിവുണ്ടായിരുന്നു, ഇഷ്ടമുള്ളിടത്ത് പോകാൻ സാധിക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ പണം കൊണ്ട് പ്രയോജനമില്ല, ആരോഗ്യം കൊണ്ട് പ്രയോജനമില്ല. ഹീസ് ടോട്ടലി ഹെൽപ്ലെസ്. യോനയുടെ ഇമോഷൻസ് എന്തായിരിക്കും? വാട്ട് വെർ ദ ഇമോഷൻസ്? ഐഡ് ലൈക്ക് ടു ഗെറ്റ് സം വേർഡ്സ് ഫോർ ഹിസ് ഇമോഷൻസ്. അപ്പൊ സ്റ്റേറ്റിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു, ഡാർക്ക്നെസ്, പ്രിസൺ. ഐ വോണ്ട് സം വേർഡ്സ് ഫോർ ഹിസ് ഇമോഷൻസ്. എന്തെല്ലാം ഇമോഷൻസ് ആയിരിക്കും യോന ആ സാഹചര്യത്തിലൂടെ കടന്നുപോയത്? ആ കടന്നുപോയ സാഹചര്യത്തെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സം വേർഡ്സ് ഫോർ ഹിസ് ഇമോഷൻസ്. ക്യാൻ യു സജസ്റ്റ് സം വേർഡ്സ്? Depressed. Depressed. Yes, thank you. Wonderful word. Helpless. I didn't get you, Roja. Helpless. Helplessness. So he feels a sense of helplessness. Yes. Anything else? Depressed, sense of helplessness. വേറെ എന്ത് വികാരമായിരിക്കും യോനയുടെ മനസ്സിലുണ്ടായ വികാരം? എന്തായിരിക്കും? അയ്യം വിളിച്ചു. അയ്യം വിളിച്ചു. Yes, wonderful. Anything else? Confused. Confused. Wonderful. Any other word that you'd like to suggest? I think we have missed an important emotion. Like a newborn baby in the mother's womb. Like a newborn baby in a mother's womb. Can you explain that, please? Waiting to see a new world of Okay. new possibilities.
Okay. Thank you. Fear Any of other death. word? Fearful. Total Yeah, fear. yes. Total fear. Fear is such a dominant emotion in our life. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മളെ ഭരിക്കുന്ന ഒരു വികാരമാണ് ഭയം എന്ന് പറയുന്നത്. All the answers are right. I'm not, but I'd like to take that fear, to the front, because നമ്മൾ എല്ലാവരും ഭയത്തിന് നമ്മൾ എന്ത് വൾണറബിൾ ആയി അല്ലെ? നമ്മളുടെ ആ കണക്കൂട്ടലൊക്കെ തെറ്റുമ്പോൾ, പ്രത്യേകിച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാനൊക്കാത്ത ഒരു സാഹചര്യമൊക്കെ വന്നു കഴിയുമ്പോൾ വിൽ ബി സോ അഫ്രൈഡ്. അതുകൊണ്ടാണ് ബൈബിളിൽ പലപ്പോഴും ദൈവം പറയുന്നത് ഭയപ്പെടണ്ട. ബിക്കോസ് വി മേ നോട്ട് ഹാവ് ദ കൺട്രോൾ. നമുക്ക് കൺട്രോൾ ഇല്ല, പക്ഷെ കൺട്രോൾ ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. യോന പ്രവാചകന് കൺട്രോൾ ഇല്ല, പക്ഷെങ്കിൽ ആ കൺട്രോൾ ഇല്ലാത്ത പ്രവാചകനെയും ആ പ്രവാചകനെ വിഴുങ്ങിയ മത്സ്യത്തെയും ആ കടലിനെയും സകല പ്രപഞ്ചത്തെയും വളരെ സൂക്ഷ്മമായി കൺട്രോൾ ചെയ്യുന്ന ഒരു സൃഷ്ടിതാവായ ദൈവം, ഹി ഈസ് ദേർ, ഗോഡ് ഈസ് ദേർ. ദാറ്റ്സ് വൈ ഗോഡ് സേസ് ഡോണ്ട് ഫിയർ നോട്ട്. അപ്പൊ ഈ ദിവസങ്ങളിൽ ഐ വുഡ് ലൈക്ക് ടു സേ, if you are writing a diary, please try to write your emotions. നിങ്ങൾ ഡയറി എഴുതുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഇമോഷൻസ് കൂടെ ഒന്ന് നോട്ട് ചെയ്യാൻ, ഓരോ ദിവസവും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഇമോഷൻസ് എന്താണ്, ജസ്റ്റ് നോട്ട് ഇറ്റ് ഡൗൺ. ചിലപ്പോൾ ആങ്സൈറ്റി ആയിരിക്കാം, ചിലപ്പം ഫിയർ ആയിരിക്കാം. ഇറ്റ് ക്യാൻ ബി ഡിഫറെന്റ് ഇമോഷൻസ്. സംടൈംസ് യു ഫീൽ ഹോപ്പ്, സംടൈംസ് യു ഡോണ്ട് ഫീൽ ഹോപ്പ്. ചിലപ്പം പ്രത്യാശ തോന്നുന്നുണ്ട്, ചിലപ്പോൾ ഒരു പ്രതീക്ഷയും തോന്നുന്നില്ല. ചിലപ്പോൾ നിരാശയാണ്, ചിലപ്പോൾ ദേഷ്യമായിരിക്കാം തോന്നുന്നത്. ചില ന്യൂസ് ഒക്കെ കേൾക്കുമ്പോൾ അവരൊക്കെ എന്തിനാണ് ഇത്ര അശ്രദ്ധ കാണിക്കുന്നത് എന്നുള്ള ദേഷ്യമായിരിക്കാം തോന്നുന്നത്. അങ്ങനെ പല വികാരങ്ങൾ നമ്മുടെ ഉള്ളിൽ ഈ ദിവസങ്ങളിൽ വരാൻ സാധ്യതയുണ്ട്. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്യുകയും അതൊക്കെ ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ ഇമോഷൻസ് പ്രോസസ് ചെയ്യുന്നത് ഇറ്റ്സ് എ വെരി ഗുഡ് സ്പിരിച്വൽ ഡിസിപ്ലിൻ. ഇമോഷൻസ് പ്രോസസ് ചെയ്യാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അത് നല്ലൊരു സ്പിരിച്വൽ ഡിസിപ്ലിനായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. യോന എന്തുകൊണ്ടാണ് ഇങ്ങനെ കഷ്ടം അനുഭവിച്ചത്? തീർച്ചയായിട്ടും അവന്റെ അനുസരണക്കേട് കാരണമാണ് യോന കഷ്ടം അനുഭവിച്ചത്. പക്ഷെങ്കിൽ അതിനോട് ചേർന്ന് ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. ആർ വി ഓൾവേസ് റെസ്പോൺസിബിൾ ഫോർ അവർ സഫറിങ്സ്? നമ്മൾ എപ്പോഴും നമ്മൾ തെറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പൊ ചിലരൊക്കെ ഇപ്പം ചില ഇന്നത്തെ ആനുകാലിക വക്താക്കളും പ്രവാചകന്മാരും ഒക്കെ പറയുന്നത് ദൈവത്തിന്റെ ന്യായവിധിയാണ്, അപ്പൊ മനുഷ്യരെ കുറ്റപ്പെടുത്തി, മനുഷ്യവർഗത്തെ കുറ്റപ്പെടുത്തി. ഈസ് ദാറ്റ് ദ മെസ്സേജ്? ഈ തലമുറയ്ക്ക് ഈ സമയത്ത് കൊടുക്കേണ്ട മെസ്സേജ് അതാണോ എന്ന ഒരു ക്വസ്റ്റ്യൻ ഞാൻ അവിടെ ഇടുവാണ്. ഐ ഡോണ്ട് ഷെയർ ദാറ്റ്. അത് ഞാൻ യോജിക്കുന്നില്ല. തീർച്ചയായിട്ടും മനുഷ്യന് കുഴപ്പമുണ്ട്, മനുഷ്യവർഗത്തിന് കുഴപ്പമുണ്ട്, നമ്മുടെ തലമുറയ്ക്ക് കുഴപ്പമുണ്ട്, എനിക്ക് കുഴപ്പമുണ്ട്. ദൈവം എനിക്ക് കരുണ ചെയ്യണമെന്നല്ലാതെ എനിക്ക് അതിനേക്കാൾ നല്ലൊരു പ്രാർത്ഥിക്കാൻ എനിക്കില്ല. പക്ഷെങ്കിൽ ഒരു ലോകത്തിലെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് മെനി ഇന്നസെന്റ് പീപ്പിൾ സഫർ. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ പാൻഡമിക്കിൽ തന്നെ പലപ്പോഴും ഏറ്റവും വീക്കായിട്ടും ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള ആൾക്കാരാണ് സഫർ ചെയ്യുന്നത്. ഇപ്പൊ സോഷ്യൽ ഡിസ്റ്റൻസിങ് ഒക്കെ പാലിക്കാൻ പറ്റുന്നവർക്ക് ദേ ആർ അറ്റ്ലീസ്റ്റ് വെൽ ഓഫ് ടു മെയിൻറ്റെയിൻ സോഷ്യൽ ഡിസ്റ്റൻസ്. സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കാൻ ഒക്കാത്ത ആൾക്കാർ എന്ത് ചെയ്യും? അവർക്ക് കൺജസ്റ്റഡ് ആയിട്ടുള്ള ലിവിംഗ് സ്പേസ് ആയിരിക്കും. ബോംബെയെ കുറിച്ച് എനിക്ക് കൂടുതൽ ഡിസ്ക്രൈബ് ചെയ്യേണ്ട കാര്യമില്ല. പല സ്ഥലങ്ങളിലും ഷെയർഡ് വാഷ്റൂംസ്, ഷെയർഡ് ടോയ്ലറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഡിഫിക്കൽട്ട് സിനാരിയോ. ആ സിനാരിയോ ഡിസ്ക്രൈബ് ചെയ്യാൻ വളരെ വളരെ പ്രയാസമാണ്. കാരണം how can we maintain social distancing? ഷെയർഡ് വാഷ്റൂംസ് യൂസ് ചെയ്യുന്നു, ബാത്റൂം ഷെയർ ചെയ്യുന്നു, വളരെ തിങ്ങി പാർക്കുന്ന ജനം, അത്യാവശ്യമായിട്ട് ജോലി ചെയ്യാതെ നിർവാഹമില്ലാത്ത ആൾക്കാർ. സോ ഡിഫറെന്റ്, ഏറ്റവും പുവർ ആയിട്ടുള്ള, ഏറ്റവും ഹെൽപ്ലെസ് ആയിട്ടുള്ള ആൾക്കാർ, they are suffering most of the time. Innocent people do suffer. ദൈവം പ്രൊട്ടക്ട് ചെയ്യുന്നില്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെങ്കിൽ നമ്മളുടെ ജീവിതത്തിന്റെ സാഹചര്യത്തെ ചൊല്ലി ഒരു തിയോളജി ഉണ്ടാക്കുമ്പോൾ it can be very risky. It can be it is not a right methodology. നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യത്തെ ഇവാലുവേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ ചൊല്ലി നമ്മൾ ഒരു ദൈവശാസ്ത്രം ഉണ്ടാക്കുകയാണെങ്കിൽ അത് നമുക്ക് നല്ലൊരു തീരുമാനത്തിലേക്ക് എത്താൻ നമ്മളെ സഹായിക്കത്തില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇത് വഴിയില് വീടില്ല, കഴിക്കാൻ ആഹാരമില്ല, വീടില്ല, കഴിക്കാൻ നിർവാഹമില്ല, ശരീരം മൊത്തം വൃണമായിട്ട് കിടക്കുന്ന ഒരു വ്യക്തിയെ കണ്ടിട്ട് നമ്മൾ എന്തായിരിക്കും പറയുക? ആ വ്യക്തിക്ക് ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കും? നമ്മൾ സാറിന് അത് പറയാനുള്ള ചാൻസ് കുറവാണ്. എന്നാൽ നല്ല ഒരു വീട്ടിൽ കഴിച്ചും കുടിച്ചും സമാധാനമായിട്ട് ജീവിക്കുന്ന ഒരാളെ കണ്ടാലോ നമ്മൾ പറയും ദൈവത്തിന് അനുഗ്രഹമുള്ള ആളാണെന്ന് പറയാൻ ചിലപ്പോൾ നമുക്ക് സാധ്യത ഉണ്ട്. ഇനി നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആംഗിൾ പോലെ ഇരിക്കും നമ്മളുടെ ആൻസർ എങ്കിലും ബൈബിളിൽ യേശു ഈ ഒരു ഇഷ്യൂ റേസ് ചെയ്തായിരുന്നു. He said something like this. There was a rich man. പക്ഷെ ആ റിച്ച് മാന്റെ പേര് പറയുന്നില്ല.
നല്ല വീട്ടിൽ ജീവിച്ചു, നല്ല വസ്ത്രം ഇട്ടു, കഴിക്കാൻ സമൃദ്ധിയായിട്ടുണ്ടായിരുന്നു. മേശയെന്ന് വീഴുന്നത് കൊടുക്കുന്ന, അപ്പൊ അവിടെ വേറെ ഒരു കഥാപാത്രം വരികയാണ്. വീടിന് പുറത്ത് വീടില്ലാതെ, കഴിക്കാൻ നിർവാഹം ഇല്ലാതെ, പക്ഷെങ്കിൽ പേരുണ്ട്. വീടും കഴിക്കാനുള്ള ആൾക്ക് പേരില്ല. പക്ഷെങ്കിൽ പേരില്ലെന്ന് പറയുന്ന ഒരു ഫാക്റ്റായിട്ടല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ കർത്താവിന്റെ നരേഷനിൽ ആ വ്യക്തിക്ക് പേര് കർത്താവ് കൊടുത്തില്ല. എന്നാൽ ഈ വീടില്ലാത്ത, ഭക്ഷണമില്ലാത്ത ആൾക്കൊരു പേരുണ്ട്, ലാസർ എന്നുള്ള ഒരു പേരുണ്ട്. ആ ലാസർ എന്നുള്ള പേരിന്റെ തന്നെ റൂട്ടൊക്കെ നമ്മളൊന്ന് സ്റ്റഡി ചെയ്യുവാണെങ്കിൽ ദൈവം സഹായം എന്നുള്ള അർത്ഥമൊക്കെയാണ് കിട്ടുന്നത്. ഗോഡ് ഇസ് ദ ഹെൽപ്പർ, എബനേസർ എന്നുള്ള വേർഡുമായിട്ട് കണക്റ്റഡ് ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ എനിവേ, ഗോഡ് ഇസ് ദ ഹെൽപ്പർ എന്നുള്ള ഒരു ഇമേജ് കിട്ടുന്ന ഒരു പേരുള്ള ആൾക്ക് എന്ത് ഹെൽപ്പാണ് കിട്ടിയത്? കാരണം വീടില്ല, കഴിക്കാനില്ല, ശരീരത്തിന് സൗഖ്യമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ശരീരത്തിന് സൗഖ്യമില്ല. അപ്പം നായ്ക്കൾ വന്ന് ഈ വ്രണത്തെ നക്കുന്നു. അപ്പം ഈ രണ്ട് കേസ് അവിടം വരെ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ ആർക്കാണ് അബ്രഹാമിന്റെ അനുഗ്രഹം കിട്ടിയെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ ഏത് കൺക്ലൂഷനിലെത്തും? ഈ സുഭിക്ഷമായിട്ട് ജീവിച്ച വ്യക്തിക്കാണ് അബ്രഹാമിന്റെ അനുഗ്രഹം കിട്ടിയത്. ഇനി അബ്രഹാമിന്റെ സന്തതിയിലുള്ള ആളാണെങ്കിലും, ഈവൻ ഇഫ് ഈസ് എ ഡിസെൻഡന്റ് ഓഫ് എബ്രഹാം, someone who does not have a house, ഒരു ടെന്റ് പോലും ഇല്ല. അബ്രഹാമിന് ഒരു ടെന്റ് ഉണ്ടായിരുന്നു. അബ്രഹാം അഭിവൃദ്ധിയിൽ ജീവിച്ചോ, അബ്രഹാം വാസ് എ സക്സസ്ഫുൾ പേഴ്സൺ. എന്നാൽ ഇവിടെ ഒരാൾക്ക് വീടില്ല, കഴിക്കാനില്ല, ശരീരം മൊത്തം വ്രണമായിട്ട് കിടക്കുന്നു. ആ വ്യക്തിക്ക് എന്ത് അനുഗ്രഹമാണ് കിട്ടിയത്? പക്ഷെ കർത്താവ് ആ സംഭവം, ആ കഥ ഇങ്ങനെ പറഞ്ഞു പോകും. ആ പാരബിൾ പറഞ്ഞു പോകുമ്പോൾ മരിച്ചു കഴിഞ്ഞപ്പോൾ ഈ വീടില്ലാത്ത, കഴിക്കാനില്ലാത്ത, ശരീരത്തിന് സൗഖ്യമില്ലാത്ത ആൾ അബ്രഹാമിന്റെ മടിയിലിരിക്കും. ഇപ്പം വീടുള്ള ആളും അതുവരെ എല്ലാവരും അബ്രഹാമിന്റെ ദൈവത്തിന്റെ അനുഗ്രഹം കിട്ടിയ ആളാണെന്ന്, അല്ലെ അബ്രഹാമിന്റെ അനുഗ്രഹത്തിന്റെ ഒരു പിന്തുടർച്ചക്കാരനാണെന്ന് ചിന്തിച്ച ആൾ എവിടാണ്? അബ്രഹാമിന്റെ അയലൊക്കത്ത് പോലും ഇല്ല, ദൂരെ നിന്ന് നോക്കുന്നതേ ഉള്ളൂ. ഒരു യാതനാ സ്ഥലത്താണ് താൻ ആയിരിക്കുന്നത്. ഞാൻ പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് കിട്ടുന്നുണ്ടല്ലോ അല്ലേ? അപ്പൊ നമ്മുടെ ജീവിത സാഹചര്യത്തെ നോക്കി നമുക്കൊരു കൺക്ലൂഷനിൽ എത്താൻ ഒക്കത്തില്ല എന്നാണ് പ്രധാനമായിട്ട് കർത്താവോട് പറയാൻ ശ്രമിച്ചത് എന്നാണ് എനിക്കിന്ന് പറയാനുള്ളത്. അപ്പൊ നമ്മൾ ഈ ലോകത്തിൽ നോക്കുമ്പോൾ ഇന്ന ആൾക്ക് നല്ല സാഹചര്യമാണല്ലോ, ദാറ്റ് ഡസന്റ് സേ മച്ച്. ഇറ്റ് ക്യാൻ ബി എനിത്തിങ്. ദൈവത്തിന്റെ അനുഗ്രഹമാകാം, അല്ലായിരിക്കാം. ഒരു വ്യക്തിക്ക് എന്നും ദുരിതമാണ്. അപ്പൊ നമ്മൾ ചോദിക്കും, ഇതെന്താ ദൈവമേ, ആ വ്യക്തിയെ നീ കൈവിട്ടതാണോ എന്ന് ചോദിക്കാനും നമുക്ക് ചിന്തിക്കാനും സാധ്യതയുണ്ട്. ബട്ട് വി ഡോണ്ട് നോ. ദൈവം കൈവിട്ടതാകാം, പക്ഷെ അല്ലായിരിക്കാം. മേ ബി ദാറ്റ് പേഴ്സൺ ഹാസ് ഫേവർ വിത്ത് ഗോഡ്. സോ ഹൗ ഇസ് അവർ സ്റ്റാൻഡിങ് വിത്ത് ഗോഡ്? ദൈവമായിട്ടുള്ള നമ്മുടെ ബന്ധം, ദൈവമായിട്ടുള്ള നമ്മുടെ നിൽപ്പ് എങ്ങനെയാണെന്ന് നമ്മുടെ സാഹചര്യത്തെ നോക്കിയിട്ട് നമുക്ക് ഒരിക്കലും ഡിഫൈൻ ചെയ്യാൻ ഒക്കത്തില്ല. ഇറ്റ് ഇസ് മച്ച് ബിയോണ്ട് ദാറ്റ്. കാരണം ലോകത്തിൽ അങ്ങനെയാണ്, ഈ ലോകം അങ്ങനെയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വേദനയിലൂടെ കടന്നു പോകുമ്പോൾ, നമ്മൾ പ്രയാസത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ നമ്മുടേതായ കൺക്ലൂഷൻസിൽ എത്താൻ സാധ്യതയുണ്ട്. അയ്യോ, എന്റെ ജീവിതം എന്നും പരാജയമാണോ? എന്റെ ജീവിതത്തിൽ എന്നും ദുരിതമാണോ? എന്റെ ജീവിതത്തിൽ എനിക്ക് എന്നും നഷ്ടമാണോ എന്നൊക്കെയുള്ള ചിന്ത നമുക്കുണ്ടാകാൻ സാധ്യത. ഞാനൊരു തോൽവിയാണോ? ഞാനൊരു പരാജയമാണോ? ജോലി നഷ്ടപ്പെട്ടു, ചിലപ്പോൾ ആ കിട്ടേണ്ട പ്രൊമോഷൻ കിട്ടിയില്ല, ചിലപ്പോൾ സാലറിയിൽ ഒരു കട്ടുണ്ടായി, ചിലപ്പോൾ ഒരു പ്രതിസന്ധിയിലൂടെ നമ്മൾ കടന്നു പോകുന്നു. ഇത് പല പ്രാവശ്യം വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം സംഭവിക്കുമ്പോൾ തന്നെ നമ്മൾ എത്തുന്ന കൺക്ലൂഷൻ എന്താണ്? ദൈവം എന്നെ കൈവിട്ടോ എന്നൊരു കൺക്ലൂഷനിൽ എത്താൻ വളരെ എളുപ്പമാണ്. പക്ഷെങ്കിൽ സാഹചര്യത്തെ നോക്കിയിട്ട്, സാഹചര്യം വരുമ്പോൾ തീർച്ചയായിട്ടും ദൈവത്തെ അന്വേഷിക്കണം. പക്ഷെ കൺക്ലൂഷനിൽ എത്തുന്നത് സാഹചര്യത്തെ ചൊല്ലിയല്ല, ദൈവത്തിന്റെ നടത്തിപ്പിന് അനുസരിച്ചായിരിക്കണം. ലെറ്റ് us not reach conclusions based on our life situation. ഈ ലോകത്തിലെ സാഹചര്യങ്ങൾ സത്യം പറഞ്ഞാൽ ഒന്നും പറയുന്നില്ല. They don't say anything. അങ്ങനെ ആയിരുന്നെങ്കിൽ ആ റിച്ച് മാനിനെ കണ്ട് എല്ലാവരും പറഞ്ഞു, പണക്കാരനെ കണ്ടപ്പോ എന്ത് പറഞ്ഞു? നല്ല ഐശ്വര്യമുള്ള മനുഷ്യനാണല്ലോ. പക്ഷെ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അങ്ങനെ അല്ലായിരുന്നു. He did not have the favor of God. വഴിയിൽ കടന്ന ആൾക്ക് എന്ത് ഗുണം, നിന്റെ ജീവിതം കൊണ്ട് എന്ത് നന്മ, നീ എന്ത് അനുഭവിച്ചു എന്ന് ചോദിച്ചാലും ആ വ്യക്തി ദൈവത്തിന്റെ കരുണയ്ക്ക് പാത്രമായിരുന്നു. അപ്പൊ നമ്മുടെ സാഹചര്യമല്ല, ഇന്നത്തെ ലോക സാഹചര്യമല്ല. വി നീഡ് ടു ലുക്ക് ഫോർ എ മെസ്സേജ് ബിയോണ്ട് ദ ലൈഫ് സർക്കംസ്റ്റാൻസ്. അപ്പൊ ലൈഫ് സർക്കംസ്റ്റാൻസസ് നമ്മളെ ഒന്ന് ഉണർത്തുന്നത് നല്ലതാണ്, നമ്മളെ ഒന്ന് ഉണർത്തുന്നതും നമ്മളെ ഒന്ന് ചിന്തിപ്പിക്കുന്നതും നല്ലതാണ്. പക്ഷെ കൺക്ലൂഷൻസ് ഡോണ്ട് കം ഫ്രം സർക്കംസ്റ്റാൻസസ്, they should come from God. അത് ദൈവത്തിൽ നിന്നാണ് നമുക്ക് കിട്ടേണ്ടത്. ഞാനിത് പറയാനുള്ള കാരണം, പ്രത്യേകിച്ച് ഇന്ന് എടുത്തിരിക്കുന്ന ഭാഗം വെക്കുമ്പോൾ അവിടെ യോന ചെയ്ത തെറ്റ് കാരണമാണ് കഷ്ടത അനുഭവിച്ചത്. പക്ഷെ എല്ലാം കഷ്ടതയും അങ്ങനല്ല. ഇന്ന് ലോകം വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. നമ്മൾ ആ യോനയുടെ പ്രാർത്ഥന, ആ വാക്യം, രണ്ടാം വാക്യം നിങ്ങൾ എല്ലാവരും ഒന്ന് നോക്കാമോ? 2-3 വാക്യത്തിൽ നിന്ന് ചില പദങ്ങൾ നമുക്കൊന്ന് എടുക്കാൻ സാധിക്കുമോ? ഡിസ്ക്രൈബിങ് ഹിസ് സ്റ്റേറ്റ്. He says my distress. മലയാളത്തിൽ എന്റെ കഷ്ടത നിമിത്തം, കഷ്ടതയിലായിരിക്കുന്ന അവസ്ഥ.
ഔട്ട് ഓഫ് ദ ഡെപ്ത് ഓഫ് ഷെയോൾ ഐ ക്രൈഡ്. ഇപ്പൊ പാതാളത്തിന്റെ വയറ്റിൽ നിന്ന് അയ്യം വിളിച്ചു. മലയാളത്തിൽ വളരെ വളരെ ഭംഗിയായിട്ട് ആ ഒരു പദം നമുക്ക് കിട്ടുന്നുണ്ട്. അയ്യം വിളിക്കുന്ന ഒരു അവസ്ഥ. എവിടുന്ന? അതും പാതാളത്തിന്റെ വയറ്റിൽ നിന്ന് അയ്യം വിളിക്കുന്ന ഒരു അവസ്ഥ. യു ഹാവ് കാസ്റ്റ് മീ ഇൻ ടു ദ ഡീപ്. നീ എന്നെ ആഴത്തിലോട്ട് നീ എന്നെ വലിച്ചെറിഞ്ഞുവല്ലോ എന്ന് ദൈവത്തോട് പറയുന്ന പ്രവാചകൻ. നീ എന്നെ കടലിലാക്കി, കടലിനെ മധ്യ ആക്കിയിരിക്കുന്നു എന്ന് പറയുന്ന ഒരു പ്രവാചകൻ. ദ ഫ്ലഡ് ഹാവ് കംപാസ് മീ അബൌട്ട്. വെള്ളങ്ങൾ എന്നെ ചുറ്റിയിരിക്കുന്നു. നിന്റെ തിരമാലകളും നിന്റെ യോർ ബില്ലോസ് ആൻഡ് യോർ വേവ്സ് ഹാവ് പാസ്ഡ് ഓവർ മീ. ദൈവത്തോട് വളരെ പേഴ്സണൽ ആയിട്ടാണ് പറയുന്നത്. നിന്റെ കാറ്റും നിന്റെ കോളും നിന്റെ തിരമാലകളും ഒക്കെ എന്റെ തലയ്ക്ക് മീതെ കൂടെ പൊക്കോണ്ടിരിക്കുന്നു. നീ എന്നെ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് വലിച്ചെറിഞ്ഞിരിക്കുന്നു എന്ന വാക്കുകളാണ് നമുക്കിവിടെ ആ പ്രാർത്ഥനയിൽ നിന്ന് കിട്ടുന്നത്. അപ്പൊ തീർച്ചയായിട്ടും തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ് യോന പ്രവാചകന്റെ ജീവിതത്തിൽ നടന്നിരിക്കുന്നത്. ജീവിതത്തിൽ പ്രതിസന്ധി വരുമ്പോൾ എല്ലാവരും ഒരുപോലെ അല്ല പ്രതികരിക്കുന്നത്. When life crisis comes, people respond to crisis in different ways. വ്യത്യസ്തമായ രീതിയിലാണ് ആൾക്കാർ പ്രതിസന്ധിയിൽ അവരതിനെ ഫേസ് ചെയ്യുന്നത്. എസ്പെഷ്യലി ആ ഇനീഷ്യൽ റിയാക്ഷൻ, ആദ്യം ഉണ്ടാകുന്ന റിയാക്ഷൻ. ഞാൻ ഫാമിലി എൻറിച്ച്മെന്റ് ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ ഫോക്കസ് ചെയ്ത ഒരു മേഖലയായിരുന്നു ടെമ്പറമെന്റ്സ് എന്ന് പറയുന്നത്. ബിക്കോസ് ഐ ഫീൽ ഈ ടെമ്പറമെന്റ്സ് ഹ്യൂമൻ ബിഹേവിയറിനെ മനസ്സിലാക്കാനൊക്കെ വളരെ ഉപയോഗമായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നോട്ട് ഓൺലി ഇൻ ഫാമിലി ലൈഫ്, ഇന്ന് ക്രൈസിസിനെ കുറിച്ച് ഞാൻ ടെമ്പറമെന്റ്സുമായിട്ട് കണക്ട് ചെയ്യാൻ ഞാനൊന്ന് ശ്രമിക്കുകയാണ്. ജസ്റ്റ് ആ ടെമ്പറമെന്റ്സ് ഒന്ന് ബൈബിൾ ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്ത്, ഞാൻ ഒത്തിരി സ്ലൈഡ്സിലോട്ട് പോകുന്നില്ല, ഐ വിൽ ഷോ എ സ്ലൈഡ്. പക്ഷെ അതിൽ പോകുന്നതിന് മുമ്പേ ഐ വുഡ് ലൈക്ക് ടു ടെൽ അബൌട്ട് ദ ടെമ്പറമെന്റ്സ് വെരി 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 ബ്രീഫ്ലി. പത്രോസ് എന്ന് പറയുന്ന കഥാപാത്രം നമുക്കറിയാമല്ലോ. പത്രോസിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്? എടുത്തുചാട്ടക്കാരനായ പത്രോസ്, എല്ലാം ക്വസ്റ്റ്യനും എടുത്തു ചാടി ആൻസർ പറയുന്ന ഒരു പത്രോസ്, വളരെ പെട്ടെന്ന് തീരുമാനമെടുക്കുന്ന, എപ്പോഴും ജോളി ആയിട്ടിരിക്കുന്ന ഒരു ക്യാരക്ടറാണ് പത്രോസിന്റെ ക്യാരക്ടർ. ജോളി ആയിട്ട്, ഹാപ്പി ആയിട്ട്, എല്ലാരെയും ഹാപ്പി ആക്കി. പക്ഷെങ്കിൽ ആ ക്യാരക്ടറിന്റെ നെഗറ്റീവ് എന്ന് പറയുന്നത്, ഈ അപ്പം കാണുന്ന ആളെ വലിയായിട്ട്, അതായത് എനിക്കറിയത്തില്ല മലയാളത്തിൽ അങ്ങനെ ഒരു ചൊല്ലുണ്ടെന്നു, അപ്പം കാണുന്ന ആളെ അപ്പാപ്പൻ എന്ന് വിളിക്കാന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു ചൊല്ലുണ്ട്. അപ്പൊ ഒരാളെ കാണുമ്പം വലിയ കാര്യമാണ്. പക്ഷെ അതായത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ വീട്ടുകാരെ മറക്കും, തിരിച്ച് ഓഫീസിൽ നിന്ന് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഓഫീസുകാരെയും മറക്കും. അതായത് കാണുന്നവരുമായിട്ട് ആഘോഷിക്കുന്നയാള്. അപ്പൊ ബാക്കി ഉത്തരവാദിത്തങ്ങളൊക്കെ അവിടെ കിടക്കും. വീട്ടിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ വീട്ടിൽ പറഞ്ഞതും തീരുമാനം എടുത്തതും ഏറ്റതും എല്ലാം അങ്ങ് മറക്കുന്ന ഒരു ശീലമാണ്. അതെല്ലാം മറന്ന് തിരിച്ച് വീട്ടിൽ വരുമ്പോഴായിരിക്കാം വീട്ടുകാരെ ഓർക്കുന്നത്. രണ്ടാമത്തെ ഒരു ക്യാരക്ടർ പൗലോസിന്റെ ക്യാരക്ടറാണ്. പൗലോസിന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഇല്ല, വളരെ ലീഡർഷിപ്പ് ക്യാരക്ടറാണ്, അഗ്രസീവ് ആണ്, വർക്ക് ഓറിയന്റഡ്, വർക്കഹോളിക് എന്ന് പറയാം. അതായത് ഒരു ആയുസിൽ 2-3 ആയുസിൽ ചെയ്യേണ്ട ജോലി ചെയ്ത് തീർക്കുന്ന ഒരു ക്യാരക്ടറാണ് പൗലോസിന്റെ ക്യാരക്ടർ. അപ്പൊ അങ്ങനത്തെ ആൾക്കാരുടെ നെഗറ്റീവ് എന്ന് പറയുന്ന ബന്ധങ്ങൾ വളരെ വീക്ക് ആയിരിക്കും. പൗലോസ് പറയുന്നുണ്ട്, ആ ലേഖനം എഴുതുമ്പോൾ ഹി വാസ് നോട്ട് മാരീഡ് എന്നാ പറയുന്നത്. ഒരു രീതിയിൽ പറഞ്ഞാൽ ഈ ഇങ്ങനെയുള്ള ആൾക്കാർ ഫാമിലി ലൈഫിലൊക്കെ വളരെ സ്ട്രഗ്ലിംഗ് ആണ്. കാരണം ഒരു ഇമോഷണൽ സൈഡ് അവരുടെ വളരെ വീക്കാണ്. അവർക്ക് എല്ലാം റിലേഷൻഷിപ്പും വർക്ക് ഓറിയന്റഡ് ആണ്. നീ എന്ത് ചെയ്യുന്നു എന്ന ക്വസ്റ്റ്യൻ ആണ് അവർക്ക് പലപ്പോഴും ചോദിക്കാനുള്ളത്. വാട്ട് ആർ യു ഡൂയിങ്? അതായത് എന്ത് ചെയ്യുന്നു എന്നുള്ളൊരു ചോദ്യം. അതായത് അവരെല്ലാം അസസ് ചെയ്യുന്നത് വർക്കിനെ ബേസ് ചെയ്ത്. അവർ ഒത്തിരി വർക്ക് ചെയ്യും, അവർ മറ്റുള്ളവരെയും കൊണ്ട് വർക്ക് ചെയ്യും. ലീഡർഷിപ്പ് ലെവലിലൊക്കെ വരുന്ന പലപ്പോഴും ഈ ഒരു ക്യാരക്ടർ ഉള്ള ആൾക്കാരായിരിക്കും. അവർ ഇമോഷണലി ഇച്ചിരി പൂവർ ആയിരിക്കും. മൂന്നാമത്തെ ഒരു ക്യാരക്ടർ, ഇത് രണ്ടും എക്സ്ട്രോവേർട്ട് നേച്ചേഴ്സ് ആണ്, എക്സ്ട്രോവേർട്ട്. ഇനി നമ്മൾ 2 ഇൻട്രോവേർട്ട് നേച്ചേഴ്സ് നോക്കുമ്പോൾ, ഏലിയാവിന്റെ നേച്ചർ ഒരു ഇൻട്രോവേർട്ട് നേച്ചറാണ്. വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു വികാരം നിറഞ്ഞിരിക്കുന്ന ഒരു ജീവിയാണ്. വികാരം നിറഞ്ഞ ആൾക്കാര്, നല്ല മൂഡുണ്ട്, ബാഡ് മൂഡുണ്ട്. അപ്പൊ മൂഡ് സ്വിങ്സ് ആണ്. ചിലപ്പോൾ നല്ല മൂഡായിരിക്കും, ചിലപ്പോൾ വളരെ ഡിപ്രസ്ഡ് ആകുന്ന ഒരു സ്റ്റേറ്റ്, മൂഡി ആയിട്ടുള്ള ഒരു നേച്ചർ. ഈ കലാകാരന്മാരും ബൈബിളിലെ പ്രവാചകന്മാരും ഒക്കെ ഈ ഒരു ക്യാരക്ടറായിട്ടാണ് നമുക്ക് കാണുന്നത്. പ്രത്യേകിച്ച് ഏലിയാവിനെ നമുക്കറിയാമല്ലോ, കർമ്മേൽ മലയിൽ നിന്ന് ഇറങ്ങി വന്ന് ജസബേൽ പറഞ്ഞ ഒരു വാക്ക് കേട്ടപ്പോൾ തന്നെ സൂയിസൈഡൽ ടോക്കാണ്, ഇനി എനിക്ക് മരിച്ചാ മതി. അപ്പം കർമ്മേലിൽ ഹൈ മൂഡായിരുന്നു. ജസബേലിന്റെ വാക്ക് കേട്ടപ്പോഴത്തേക്ക് ലോ ഡിപ്രസ്ഡ് ആയിപ്പോയി, അങ്ങനെ ലോ ഒരു ഡൗണിലായിപ്പോയി. ഹി ബിക്കേം വെരി മൂഡി. അപ്പൊ ദൈവം ഒരിക്കലും പെട്ടെന്ന് കൺവിൻസ് ചെയ്യാനൊന്നും പോയില്ല. ഇല്ല, നീ എന്റെ മോന, നീ എന്റെ പ്രവാചകന. ദൈവം, God gave him time because such people need time to come out of it. അങ്ങനത്തെ ആ ലോ മൂഡിൽ നിന്ന് പുറത്തു വരാൻ അവർക്ക് സമയമെടുക്കും. ഒന്ന് ഓർത്ത് നോക്കിയാൽ ദൈവം എത്ര സമയം കൊടുത്തിട്ട്, എത്ര ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ആ ഇഷ്യൂ ദൈവം ഒന്ന് സംസാരിക്കുന്നത്. മേ ബി വി ആർ സമ്മൺ ലൈക്ക് ദാറ്റ്, മേ ബി വി ഹാവ് സമ്മൺ ലൈക്ക് ദാറ്റ് ഇൻ അവർ ഹൗസ്. അവരുടെ മൂഡ്സിനെ മനസ്സിലാക്കുന്നത് നമ്മുടെ റിലേഷൻഷിപ്പിൽ നല്ലതായിരിക്കും. അവസാനത്തെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു ഫ്ലെഗ്മാറ്റിക് ക്യാരക്ടറാണ്. അതായത് ഒരു ശാന്ത സ്വഭാവം, ഏബ്രഹാമിന്റെ സ്വഭാവം.
ശാന്ത സ്വഭാവമാണ്, ഒരു പ്രശ്നത്തിനില്ല, ഒരു പ്രശ്നം ഉണ്ടാക്കത്തില്ല, ആരോടും ഒരു വഴക്കുമില്ല, അവരുടെ കാര്യം നോക്കി ജീവിക്കുന്നു, പ്രശ്നത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. ഈ അബ്രഹാമിന്റെ കാര്യം വളരെ വിചിത്രമായി. ഇങ്ങനെ ഈ ടെമ്പറമെന്റ് ആയിട്ട് ചിന്തിക്കുമ്പോൾ ഈ പ്രശ്നം ഉണ്ടാകണ്ട എന്ന് വിചാരിച്ചുണ്ടല്ലോ, 2 സമയത്ത് ഭാര്യയോട് പറഞ്ഞു നീ എന്റെ പെങ്ങളാണെന്നൊന്ന് പറഞ്ഞേക്കാൻ. എന്തിനാണെന്നറിയോ? പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ. പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അബ്രഹാം. അപ്പൊ ഈ 4 കൂട്ടരും പ്രശ്നത്തെ എങ്ങനെയാണ് അത് അഭിമുഖീകരിക്കുന്നതെന്നാണ് ഞാൻ ഐ വിൽ ട്രൈ ടു ഷോ എ സ്ലൈഡ്. ഈ സ്ലൈഡ് കാണാൻ സാധിക്കുമോ? സ്ലൈഡ് കാണാം? ഹലോ, ഇല്ല, കാണാൻ പറ്റുന്നില്ല. കാണാൻ ഒക്കുന്നില്ല? ഇല്ല. ഓക്കെ, ജസ്റ്റ് കാണാൻ ഒക്കുന്നുണ്ടോ? ഇല്ല. ഓക്കെ, ഐ ഡോണ്ട് നോ എന്താ അത് വർക്ക് ചെയ്യുന്നില്ലെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു സ്ലൈഡ് ഷോ എനിക്ക് കാണിക്കാൻ ഒക്കുന്നില്ല. ബട്ട് ഐ വിൽ ഗോ വിത്ത് ദ ടോപ്പിക്. അപ്പം 4 ഞാൻ പറഞ്ഞു പോവാം. അത് ഞാൻ പ്രിപ്പയർ ചെയ്താണെങ്കിലും അത് എന്താണെന്ന് അറിയത്തില്ല, അത് ഡിസ്പ്ലേ ചെയ്യാൻ ഒക്കുന്നില്ല. അപ്പൊ ഈ പത്രോസ് ഒരു പ്രതിസന്ധി ഏൽക്കുമ്പോൾ, പെട്ടെന്ന് പത്രോസിന്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വന്നാൽ പത്രോസ് എന്ത് ചെയ്യും? പത്രോസ് അവിടുന്ന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് അങ്ങ് ഓടിപ്പോകും. ഹി വിൽ റൺ അവേ ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അബ്രഹാമിന് ഒരു പ്രതിസന്ധി വരുവാണെങ്കിൽ അങ്ങ് സ്തംഭിച്ചു പോകും. ഹി വിൽ ഫ്രീസ്, സ്തംഭിച്ചു പോകും, എന്ത് ചെയ്യണമെന്ന് അറിയാതെ സ്തംഭിച്ചു പോകും. ഏലിയാവ് ഒരു പ്രതിസന്ധി ഏൽക്കുവാണെങ്കിൽ അങ്ങനത്തെ നേച്ചർ ഉള്ളവര്, മെലാങ്കളി നേച്ചർ ഉള്ളവർ, വെൻ ദേ ഫേസ് എ ക്രൈസിസ്, അവർ പെട്ടെന്ന് ചെയ്യുന്നത് ഓടിപ്പോകും, പിന്നെ അവരൊന്ന് നിൽക്കും, പിന്നെ പ്ലാൻ ചെയ്തിട്ട് തിരിച്ചു വന്ന് അതിനെ ഫേസ് ചെയ്യും. 4-ാമത്തേത്, പൗലോസിന് ആ പ്രശ്നം ഉണ്ടാകുന്നതെങ്കിൽ ഇങ്ങോട്ട് പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിനേക്കാൾ ഫോഴ്സിൽ അതിനെ അങ്ങോട്ട് നേരിടുന്നയാളായി പൗലോസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ എന്താടാന്ന് ചോദിച്ചാൽ ആരാടാന്ന് ചോദിക്കുന്ന ഒരു രീതിയായിരിക്കും ഈ പൗലോസിന് ഉണ്ടാകുന്നത്. അതായത് അവർക്ക് ഒരു ആലോചിക്കാൻ പോലും സമയം വേണ്ട. ഒരു പ്രശ്നം ഇങ്ങോട്ട് വരുമ്പോൾ അവര് ഇൻസ്റ്റന്റ്ലി റെഡിയാണ് അതിനെ അറ്റാക്ക് ചെയ്യാനും ഫേസ് ചെയ്യാനും. അപ്പം പത്രോസിന്റെ സ്വഭാവമുള്ളവർ ഓടിപ്പോകുന്നു, ഒരാൾ അവിടെ സ്തംഭിച്ച് നിൽക്കുന്നു, ഒരാൾ ഓടിപ്പോയിട്ട് ആലോചിച്ചിട്ട് തിരിച്ചു വന്ന് ഫേസ് ചെയ്യുന്നു. 4-ാമത്തെ ടൈപ്പ് എന്താണ്? വരുമ്പോൾ തന്നെ അതിനേക്കാൾ പവറിൽ തിരിച്ച് അങ്ങോട്ട് ഫേസ് ചെയ്യുന്നു. അപ്പൊ 4 ടെമ്പറമെന്റ്സ് നോക്കുമ്പോൾ തന്നെ 4 വ്യത്യസ്ത പ്രതികരണങ്ങളാണ്. ഞാനിത് പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് പ്രിപ്പയർ ചെയ്തപ്പോൾ എന്റെ മനസ്സിൽ വന്ന ഒരു ചിന്ത എന്ന് പറയുന്നത്, പലപ്പോഴും നമ്മൾ ഈ ക്രൈസിസിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ കമ്പയർ ചെയ്യാൻ സാധ്യതയുണ്ട്. ഇന്ന ആൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, അവരിങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. നമ്മൾ കമ്പയർ ചെയ്തിട്ട് സത്യം പറഞ്ഞാൽ കാര്യമില്ല. ബിക്കോസ് വി വിൽ ബി റിയാക്ടിങ് അക്കോർഡിംഗ് ടു അവർ ടെമ്പറമെന്റ്. അപ്പൊ ചിലർ പെട്ടെന്ന് റിയാക്ട് ചെയ്തെന്നിരിക്കും. ഒരു ജോലി പോയിട്ട് 5 മിനിറ്റ് കഴിയുമ്പോൾ ആൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കാം. എല്ലാരെയും കൊണ്ടും അത് സാധിക്കണമെന്ന് നിർബന്ധമില്ല. സോ വി കനോട്ട് കമ്പയർ. ഒരാൾക്ക് ജോലി പോയി 5 മിനിറ്റ് ആയില്ല, ആള് അടുത്ത ഇന്റർവ്യൂവിൽ ഇരിക്കുമായിരിക്കാം. ദാറ്റ് ഇസ് വൺ ക്യാരക്ടർ. ചിലർ ജോലി പോകുമ്പോൾ ആ ജോലി പോയെന്നൊന്ന് സിങ്ക് ചെയ്ത് ആ മൂഡിൽ നിന്ന് പൊങ്ങി വരാൻ ചിലപ്പം നാളുകൾ എടുത്തെന്നിരിക്കും. സോ വി കനോട്ട് കമ്പയർ സംബഡി എൽസ്. അതുപോലെ തന്നെ ഞാനിത് പറയാൻ വേറെ ഒരു കാരണമുള്ളത്, നമ്മുടെ വീട്ടിലുള്ളവരെ കമ്പയർ ചെയ്ത് ബുദ്ധിമുട്ടിക്കാതിരിക്കുന്നതും ഒരു കാര്യമാണ്. ഇന്ന ആള് സ്റ്റെപ്സ് എടുത്തല്ലോ, ഇന്ന ആൾ ഇന്നതൊക്കെ ചെയ്തില്ലേ, നമ്മൾ എന്നാ ചെയ്യാത്തതെന്ന് ചോദിച്ച് അവരുടെ സ്വഭാവത്തിന് വിപരീതമായിട്ട് എൻകറേജിങ് ഇസ് വൺ തിങ്, ക്രിട്ടിസൈസിങ് ഇസ് സംതിങ് എൽസ്. എൻകറേജ്മെന്റ് എല്ലാവർക്കും ആവശ്യമാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ റിലേഷൻഷിപ്സിൽ എൻകറേജ്മെന്റ് അല്ല കൊടുക്കുന്നത്. നമ്മൾ കൊടുക്കുന്നത് എന്താ? പലപ്പോഴും കൊടുക്കുന്നത് എന്താ? വിമർശനം. നമ്മൾ വിമർശനമായിരിക്കും, ക്രിറ്റിസിസംസ് ആയിരിക്കും. താങ്ക് യു തിരുമേനി. നമ്മൾ കൊടുക്കുന്ന ക്രിറ്റിസിസംസ് ആയിരിക്കും. സോ സിറ്റുവേഷൻസ് ഡിഫർ. സിറ്റുവേഷൻസ് call for when situations happen, different people react differently. അപ്പൊ ഇത് ഞാൻ പറയാനുള്ള കാരണം എന്ന് പറയുന്നതിന്, ഡോണ്ട് കമ്പയർ യുവർ റെസ്പോൺസ് ടു അതർ പീപ്പിൾസ് റെസ്പോൺസ്. മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യാതിരിക്കാൻ. ടേക്ക് യുവർ ടൈം വിത്ത് ഗോഡ്. ഞാൻ അതിലേക്ക് വരികയാണ്, ഹൗ ടു സർവൈവ് ആൻഡ് ഓവർകം. പക്ഷെ ടേക്ക് യുവർ ടൈം വിത്ത് ഗോഡ്. ഇഫ് യു ആർ ഏബിൾ ടു ഡു ഇറ്റ്, 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഓവർകം ചെയ്യാനൊക്കെ ഇറ്റ്സ് വെരി ഗുഡ്. പ്രൈസ് ഗോഡ്. നിങ്ങൾക്ക് ഇച്ചിരി കൂടുതൽ സമയം എടുക്കും, നിങ്ങളുടെ ആ ക്രൈസിസ് ഒന്ന് ഓവർകം ചെയ്യാൻ കൂടുതൽ സമയം എടുക്കുന്നുണ്ടെങ്കിലും ഐ വിൽ സേ പ്രൈസ് ദ ലോർഡ്, ബിക്കോസ് ദാറ്റ് ഈസ് യുണീക്. അത് ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന ഒരു പ്രക്രിയ അങ്ങനെ ആയിരിക്കാം. സോ കമ്പയർ ചെയ്യുന്നതുകൊണ്ട് കാര്യമില്ല. നമ്മുടെ വീട്ടിലുള്ളവരെയും കമ്പയർ ചെയ്ത് ബുദ്ധിമുട്ടിക്കുന്നതിനകത്ത് ഒരു കാര്യവുമില്ല. സം പീപ്പിൾ മേ നാച്ചുറലി ആൻഡ് ഈസിലി ഓവർകം, സം പീപ്പിൾ മേ നീഡ് എ ലിറ്റിൽ പുഷ്. ചിലരെ എടുത്തോണ്ട് പോകേണ്ടി വരുമായിരിക്കാം. അതുകൊണ്ട് വ്യത്യസ്ത സ്വഭാവമുള്ള ഒരു പ്രതിസന്ധിയെ നേരിടുന്നത് വ്യത്യസ്തമായ രീതിയിലാണ്. നമ്മൾ ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ വെല്ലുവിളികൾ ഇനി മുന്നോട്ട് ഓരോ അധ്യായങ്ങൾ നമ്മൾ കാണാൻ പോകുന്നതേ ഉള്ളൂ. അതിന്റെ സിക്നസിന്റെ ഒരു ക്രൈസിസിന്റെ ഒരു തിരമാല ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ തന്നെ ഒത്തിരി പേരുടെ ജോലി പോയി.
ഇവിടെ ഹൈദരാബാദിൽ വളരെ അഗ്രസീവായിട്ട് ഹയർ ചെയ്തുകൊണ്ടിരുന്ന ഒരു കമ്പനിയാണ് ഡിലോയ്റ്റ് എന്ന് പറയുന്ന ഒരു കമ്പനി. ഡിലോയ്റ്റ് എന്ന് പറയുന്ന ലോകത്തിൽ തന്നെ വലിയൊരു വൺ ഓഫ് ദ ബിഗസ്റ്റ് കമ്പനീസ് ആണ്. ആൾക്കാർക്ക് ഇവിടെ ഡിലോയ്റ്റ് ജോലി കിട്ടുക എന്ന് പറയുന്നത് എന്താ പറയുന്നത് വളരെ സാധാരണ. കാരണം അവര് 100 കണക്കിന് ആൾക്കാരെയാ ഇങ്ങനെ ഹയർ ചെയ്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ആഴ്ച എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, എൻ്റെ ഒരു റിലേറ്റീവ് പറഞ്ഞു, പുള്ളിയുടെ ഫ്രണ്ട്സിന് കുറെ പേർക്ക് 200 പേർക്ക് ജോലി പോയി. അതും വളരെ അൺസെറിമോണിയസ് ആയിട്ട്. അതായത് രാത്രിയിൽ എങ്ങാണ്ട് ഒരു മെയില് വന്നു, രാവിലെ ആയിരിക്കും അവർ തുറന്നു നോക്കിയത്, നിങ്ങൾ ഇനിയും ജോലിക്ക് വരണ്ട. ഏറ്റവും പുതിയതായിട്ട് റിക്രൂട്ട് ചെയ്ത ആൾക്കാരെ 200 പേര്, ഏറ്റവും പുതിയതായിട്ട് ജോലി കിട്ടിയ 200 പേർക്ക് ഒരു ഇമെയിൽ വരികയാണ്, നിങ്ങൾ ഇനി യാത്ര പറയാൻ പോലും വരേണ്ട ആവശ്യമില്ല എന്ന നിലയിലുള്ള. അപ്പൊ എത്രയോ ആൾക്കാർക്ക് ജോലി. കഴിഞ്ഞ ദിവസം സജിച്ചാനോട് ഈ മീറ്റിംഗിന്റെ കാര്യത്തിലൊക്കെ സംസാരിക്കുമ്പോൾ സജിച്ചാൻ പറഞ്ഞു വാട്ട് ഇസ് ഹാപ്പനിങ് ഇൻ ബോംബെ. ബോംബെയിലെ ഓരോ ഓഫീസിലും കമ്പനീസിലും ഒക്കെ നടക്കുന്ന കാര്യങ്ങൾ. ഇറ്റ്സ് എ ഗ്ലോബൽ ഫിനോമിന. ഇനി ഒന്ന് ഓർത്ത് നോക്കിക്കേ, ഈ വർഷം ഗ്രാജുവേറ്റ് ആകും, ജോലി കിട്ടുമെന്ന് സ്വപ്നം കണ്ട ആൾക്കാർക്കൊക്കെ അവരുടെ സിറ്റുവേഷൻ എന്താണ്? എവിടെ ജോലി കിട്ടാനാ? കിട്ടത്തില്ലെന്നല്ല, ഐ എം നോട്ട് ഗിവിംഗ് എ നെഗറ്റീവ് ഫോർകാസ്റ്റ്. പക്ഷെങ്കിൽ ഐ ഡോണ്ട് വാണ്ട് ഇറ്റ് ടു ബി ലൈക്ക് ദാറ്റ്. പക്ഷെങ്കിൽ അതിന്റെ റിയാലിറ്റി വെച്ച് നോക്കുമ്പോൾ ചിലര് പരീക്ഷ എഴുതാനിരിക്കുന്നേ ഉള്ളൂ, ക്യാമ്പസ് പ്ലേസ്മെന്റ് കിട്ടി, ലെറ്റർ വരാൻ വെയിറ്റ് ചെയ്യുന്നു, എന്താകുമെന്ന് ആർക്കും അറിയത്തില്ല. ഇനി ഈ വർഷം ആ ഒരു ക്രൈസിസ് വരുമ്പോൾ അടുത്ത വർഷത്തെ ഗ്രാജുവേറ്റ്സിന്റെ കൂടെ അപ്പൊ ആ എംപ്ലോയ്മെന്റിന് വേണ്ടി അപ്പൊ ഈ ഒരു ക്രൈസിസിന്റെ തിരമാലകൾ ഒന്ന് സെറ്റിലായി വരാൻ ഐ ഡോണ്ട് നോ ഹൗ മച്ച് ടൈം. ആൻഡ് വാട്ട് ഐ വോണ്ട് ടു സേ ഇസ് നമ്മൾ എല്ലാവരും ഒരുപോലെ ആയിരിക്കത്തില്ല ഇതിലൂടെ കടന്നു പോകുന്നത്. ആൻഡ് ദാറ്റ് ഇസ് ഓക്കെ. നമ്മൾ എല്ലാവരും ഒരുപോലെ അല്ല. വി ആർ നോട്ട് ഓൾ ദ സെയിം, വി ആർ ഡിഫറെന്റ്. ആൻഡ് ലെറ്റ് us trust God. ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള നമ്മുടെ സ്വഭാവത്തിനനുസരിച്ചുള്ള ഒരു പാത ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്നു എന്ന് മനസ്സിലാക്കി നമുക്ക് ദൈവത്തിൽ ആശ്രയിച്ച് നമുക്ക് ജീവിക്കാൻ സാധിക്കും. സോ ഫസ്റ്റ് തിങ് ദാറ്റ് ഐ വുഡ് ലൈക്ക് ടു സജസ്റ്റ് ഇസ് ബീങ് എ സർവൈവർ. നമുക്കൊന്ന് സർവൈവ് ചെയ്യാൻ സാധിക്കും. The first thing what we need to do is to survive this. That is the number one agenda in our mind. ഇതെങ്ങനെയെങ്കിലും നമുക്കൊന്ന് അതിജീവിക്കണം. കാരണം ഇപ്പോഴും ഒന്നും പറയാറായിട്ട് പലയിടത്തും ഇങ്ങനെ ഇങ്ങനെ നമ്പേഴ്സ്, ഇപ്പൊ ബഹുമാനപ്പെട്ട അച്ഛനും എന്ന് പറഞ്ഞു, നമ്പേഴ്സ് കൂടുന്നല്ലാതെ ഒന്നും കുറയുന്നില്ല. സോ വി ആർ നോട്ട് ഏബിൾ ടു സെൻഡ്. സോ ഫസ്റ്റ് തിങ് ദാറ്റ് വി നീഡ് ടു ഡു ഇസ് ടു സർവൈവ്. ജാക്ക് മാ എന്ന് പറയുന്ന ചൈനയിലെ ഒരു ബിസിനസ്സുകാരൻ, ഈസ് ലോകത്തിലെ തന്നെ ഒരു ബില്യനെയർ ആണ്. ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്നാണ് ആ നിലയിലായത്. വളരെ എന്നെ ഇൻസ്പയർ ചെയ്ത ഒരു വ്യക്തിയാണ്. KFC ജോലിക്ക് പോയി കേട്ടോ. KFC ജോലിക്ക് പോയി 14 പേരാ ജോലിക്ക് പോയത്. ബാക്കി എല്ലാവർക്കും കിട്ടി, പുള്ളിക്ക് മാത്രം കിട്ടി. ഒന്ന് ഓർത്ത് നോക്കി, KFC ജോലി പോലും കിട്ടാത്ത ഒരാള് ഇന്ന് എനിക്കൊന്ന് KFC-യെക്കാളും വലിയൊരു കമ്പനിയാണ് ഉണ്ടാക്കിയെന്ന് തോന്നുന്നു. പക്ഷെ ജാക്ക്മാ ഇപ്പം പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഹി സെഡ്, ഞാനിത് സ്ലൈഡ് ഉണ്ടാക്കിയായിരുന്നു, അത് കാണിക്കാൻ ഒക്കാത്തതുകൊണ്ട് ഞാൻ പറയുകയാണ്. ജാക്ക്മാ സെഡ് ദാറ്റ് 2020 is not the year of thinking about your dreams or plans, but just to ensure that you stay alive. അപ്പൊ നമ്മുടെ സ്വപ്നവും പ്ലാൻസും ഒക്കെ ചർച്ച ചെയ്യുന്നതിന് പകരമായിട്ട്, ഞാൻ കളയണമെന്നല്ല പറയുന്നത്, പക്ഷെ ജാക്ക്മായുടെ വാക്കാണ്, ഞാൻ അവിടെ നിന്ന് തുടങ്ങുന്നേ ഉള്ളൂ. ദിസ് ഇസ് എ ഇയർ വെൻ വി നീഡ് ടു ജസ്റ്റ് സ്റ്റേ അലൈവ്. സർവൈവ് ചെയ്യുക, നമ്മുടെ ഫിസിക്കൽ ലൈഫ് സർവൈവ് ചെയ്യുക, നമ്മുടെ സ്പിരിച്വാലിറ്റി സർവൈവ് ചെയ്യുക. കാരണം ഇങ്ങനെ പള്ളിയിൽ പോകാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുമെന്ന് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ ചിന്തിച്ചതല്ല. കാരണം ആയുസ് ഉള്ളിടത്തോളം കാലം നമുക്ക് എന്നും പള്ളിയിൽ പോകാൻ ഒക്കെന്നൊക്കെ ചിന്തിച്ചിട്ട് ഇപ്പൊ അത് നടക്കുന്നില്ല. സച്ച് എ പെയിൻ. ഇപ്പൊ സ്പിരിച്വലി നമ്മൾ സർവൈവ് ചെയ്യും, നമ്മളുടെ ഫിനാൻസസിൽ നമ്മൾ സർവൈവ് ചെയ്യും, നമ്മുടെ റിലേഷൻഷിപ്പിൽ വി സ്റ്റാർട്ട് വിത്ത് സർവൈവൽ. വി ഡോണ്ട് സ്റ്റാർട്ട് വിത്ത് എ ബിഗ്, ഒരു വലിയ ഗോൾ വെക്കാതെ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? നമുക്ക് അതിജീവിക്കണം, അതൊന്ന് നിലനിൽക്കണം, നമുക്കൊന്ന് സർവൈവ് ചെയ്യണം ഇൻ എവറി ഏരിയ, നോട്ട് ജസ്റ്റ് ഫിസിക്കലി. സ്റ്റേയിങ് അലൈവ് നോട്ട് ജസ്റ്റ് ഫിസിക്കലി, സ്റ്റേയിങ് അലൈവ് ഇൻ അവർ സ്പിരിച്വൽ ലൈഫ്, സ്റ്റേയിങ് അലൈവ് ഇൻ അവർ റിലേഷൻഷിപ്സ്, സ്റ്റേയിങ് അലൈവ് ഇൻ അവർ വൊക്കേഷൻ, നമ്മുടെ ജോലി, അല്ലെ സ്റ്റേയിങ് അലൈവ് ഇൻ അവർ മിനിസ്ട്രി, നമ്മുടെ ശുശ്രൂഷയും നമ്മുടെ ആ കൂട്ടായ്മയും ഒക്കെ ഒന്ന് സർവൈവ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. യോനയുടെ ആ സിറ്റുവേഷനിൽ വരുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, യോന ബേസിക്കലി ഒരു മെലാങ്കളി നേച്ചർ ഉണ്ട്. കാരണം നമ്മൾ ആ ക്യാരക്ടർ നോക്കുമ്പോൾ ഈ മനസ്സിൽ വിഷമം ദീർഘനേരം സൂക്ഷിക്കുന്ന ഒരാളായിരുന്നു. ദൈവത്തോട് മത്സരിച്ച് പോയി വേലും കൊണ്ട് വെളിയിൽ ഇരുന്നല്ലോ. അപ്പൊ ഒരു പത്രോസിനൊന്നും അങ്ങനെ ചെയ്യാൻ ഒക്കത്തില്ല. കർത്താവിനെ ഒന്ന് കാണുമ്പോൾ തന്നെ ഹൃദയം അങ്ങ് ഉരുകി കരഞ്ഞ് സോറി പറഞ്ഞ് കോംപ്രമൈസ് ആകുന്ന ആളായി പത്രോസ് എന്ന് പറയുന്നത്. ബന്ധങ്ങളിൽ ഏറ്റവും ഈസി ആയിട്ട് കോംപ്രമൈസ് ആകുന്ന ആളായിരിക്കും ഈ പത്രോസ്. പൗലോസിന് ബന്ധം ശരിയായാലും ഇല്ലേലും പണി നടന്നാൽ മതി. ഈ അബ്രഹാമിന്റെ സ്വഭാവമുള്ള ആൾക്ക് എങ്ങനെ ആയിരിക്കും? പുള്ളി അങ്ങനെ ബന്ധങ്ങളിൽ പ്രശ്നം ഉണ്ടാക്കാനും സാധ്യതയില്ല. അപ്പൊ ഈ മനസ്സിൽ ഇതെല്ലാം ഓർത്ത് ഉണ്ടല്ലോ,
വൈരാഗ്യവും വിഷമങ്ങളും എല്ലാം ഓർത്തിരിക്കുന്ന ഒരു സ്വഭാവമാണ് ഈ മെലാങ്കളി നേച്ചർ, ഈ വിഷാദ സ്വഭാവം, അല്ലെങ്കിൽ ഈ ഏലിയാവിന്റെയും എരമ്യാവിന്റെയും ഒക്കെ ആ സ്വഭാവം എന്ന് പറയുന്നത്. ഞാൻ ആ ക്യാരക്ടേഴ്സ് വെച്ചാൽ പറഞ്ഞതേ ഉള്ളൂ. ഈ ഫാമിലി ലൈഫിന്റെ ക്ലാസ്സിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, മൈ വൈഫ് ഈസ് ഹിസ്റ്റോറിക്കൽ എന്ന് പറഞ്ഞു. അപ്പൊ ഒരാൾ ഓർത്തു ഇംഗ്ലീഷ് തെറ്റിയതായിരിക്കും, ഇംഗ്ലീഷ് തെറ്റിയതാണെന്ന്. കാരണം മേ ബി യു ആർ ഇന്റൻഡിങ് ഹിസ്റ്ററിക്കൽ ആകുന്നുണ്ടല്ലോ ഈ ഒരു സമനില തെറ്റിയ രീതിയിൽ. അപ്പോൾ ഇല്ല ഹിസ്റ്റോറിക്കൽ തന്നെയാണെന്ന് പറഞ്ഞു. എനിക്ക് തെറ്റിയതല്ല, ഹിസ്റ്റോറിക്കൽ. കാരണം ഒരു ഡിസഗ്രിമെന്റ് ഉണ്ടാകുമ്പോൾ പണ്ട് മുതലുള്ള ചരിത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന് പറഞ്ഞു. അതായത് ഈ കുഴപ്പങ്ങളെല്ലാം ഇങ്ങനെ. അപ്പം ഹിസ്റ്റോറിക്കൽ ആകുക. അപ്പൊ ഈ തെറ്റുകളെല്ലാം ഓർത്തിരിക്കുന്ന, അത് ചെയ്ത തെറ്റുകളും ഇമാജിൻ ചെയ്യുന്ന തെറ്റുകളും ഉണ്ടെന്നുള്ള ഈ മെലാങ്കളി നേച്ചർ ഓർത്തിരിക്കുന്ന തെറ്റുകള് ചെയ്ത തെറ്റുകൾ മാത്രമല്ല, അവര് സങ്കല്പത്തിൽ കാണുന്ന നമ്മൾ ചെയ്തിട്ടില്ലാത്ത പക്ഷെ അവർ ചിന്തിച്ചു കൂട്ടിയിരിക്കുന്ന തെറ്റുകളും അവരിങ്ങനെ ഓർത്തിരിക്കുന്ന ഒരു സ്വഭാവമാണ് അവർ. അപ്പൊ ഇങ്ങനെ ഏകദേശം അങ്ങനത്തെ ഒരു നേച്ചറാണ് യോന അവിടെ കാഴ്ച വെക്കുന്നത്. കാരണം ഒരു പിടിവാശിയുണ്ട്, ചില തീരുമാനങ്ങളുണ്ട്, വിട്ടുകൊടുക്കുന്നില്ല, മർക്കടമുഷ്ടി. ഈസ് നോട്ട് ഗിവിംഗ് അപ്പ് ഈസിലി. ദൈവം പോകാൻ പറഞ്ഞു, പോകുന്നില്ല. സ്വന്തം ഒരു ഐഡിയോളജി അനുസരിച്ച് നിൽക്കുന്നു. പിന്നെ ആദർശത്തിന് വേണ്ടി വെള്ളത്തിലെടുത്ത് ചാടാൻ പറയുന്നു, അതിന് വില്ലിങ് ആകുന്നു. പത്രോസ് പറയാം എന്നെ കൊല്ലല്ലെന്ന് പറയും. പത്രോസിന് അങ്ങനെ ചാകാൻ താല്പര്യമൊന്നുമില്ല. അപ്പം അതായത് ഒരു ആദർശത്തിന് വേണ്ടി പെർഫെക്ഷനിസ്റ്റ് ആയിട്ട് എല്ലാം വളരെ പെർഫെക്റ്റ് ആയിരിക്കണമെന്ന് ആഗ്രഹിച്ച്, താൻ ആഗ്രഹിക്കുന്ന റിസൾട്ട് അവിടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച്, അത് കിട്ടാതിരുന്നപ്പോൾ വിഷമിച്ച് മത്സര ബുദ്ധിയിൽ ഇരിക്കുന്ന ഒരു യോന ഉണ്ടെങ്കിലും ഈ പാസേജിൽ നമ്മൾ വേറെ ഒരു സ്വഭാവം അവിടെ കാണുന്നുണ്ട്. മത്സ്യത്തിനകത്തായിരുന്നപ്പോൾ ജീവിതത്തെ വിട്ടുകൊടുക്കാതെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ നമുക്കവിടെ കാണാൻ സാധിക്കും. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പം മീൻ വിഴുങ്ങി, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇരുട്ടാണ്, കാരാഗ്രഹം പോലെയാണ്, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടാണ്, അസ്വസ്ഥതയാണ്, എല്ലാം ശരിയാണ്. പക്ഷെങ്കിൽ അവിടെയും യോന എങ്ങനെയാ ജീവിക്കണം എന്നൊരു ആഗ്രഹം ആ പ്രാർത്ഥനയിൽ ഉണ്ടാകുന്നു. അപ്പൊ ഐ ഫീൽ ഇറ്റ് ഇസ് അനദർ നേച്ചർ. ഒരു മനുഷ്യൻ എന്ന് പറയുന്നത്, ഞാനിത് പറയാനുള്ള കാരണം, ടെമ്പറമെന്റ്സ് എന്ന് പറയുമ്പോൾ തന്നെ ആരും പെർഫെക്റ്റ്ലി ഒരു നേച്ചർ ആയിരിക്കത്തില്ല, കുറച്ചു പേരേ ഉള്ളൂ അങ്ങനെ. ബാക്കി എല്ലാവരും ഒരു ബ്ലെൻഡ് ആണ്. ദർ ഇസ് എ സെക്കൻഡറി നേച്ചർ ഇൻ us. അപ്പം ഒരു പത്രോസിന്റെ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ ആ ഒരു എലിയാവിന്റെ സ്വഭാവം കാണും, ഒരു സെക്കൻഡറി നേച്ചറായി. അപ്പൊ യോനയുടെ ജീവിതത്തിൽ ഈ ഫ്ലെഗ്മാറ്റിക് നേച്ചർ ആയിരിക്കും എന്നാണ് എനിക്ക് അസ്യൂം ചെയ്യാനുള്ളത്. ഞാനത് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി എന്റെ ഒരു ഫ്രണ്ടിനോട് ചോദിച്ചു. ഹി ഹാസ് ഡൺ PhD ഇൻ ദിസ്, ടെമ്പറമെന്റ്സിൽ ടെക്സാസ് യൂണിവേഴ്സിറ്റിയിൽ PhD ചെയ്ത ഒരാളാണ്. അദ്ദേഹത്തോട് ക്ലാരിഫൈ ചെയ്തപ്പം ഹി ഓൾസോ സെഡ് ഇറ്റ് ക്യാൻ ബി ദ ഫ്ലെഗ്മാറ്റിക് നേച്ചർ. അതായത് ഒരു ശാന്ത സ്വഭാവത്തിൽ സ്റ്റഡി ആയിട്ട് പോകാൻ കഴിയുന്ന ഒരു, കാരണം മീനിന്റെ വായിക്കകത്തായിരുന്നപ്പോഴും വയറ്റിനകത്തായിരുന്നപ്പോഴും അങ്ങ് സ്റ്റഡി ആയിട്ട് ആള് പ്രാർത്ഥിച്ചിങ്ങനെ അങ്ങ് പോകുന്നുണ്ടല്ലോ. അയ്യം വിളിച്ചെങ്കിലും ജീവിതം കൈവിടാതെ, തീർന്നു എന്ന് ചിന്തിക്കാതെ ജീവിക്കണം. ഞാൻ നിന്റെ ആലയം കാണും. ആ ഒരു വാക്കാണ് ഈ ഒരു പാസേജ് എടുക്കാൻ തന്നെ എന്നെ പ്രേരിപ്പിച്ച ഒരു കാര്യം. ഐ വിൽ സീ യുവർ ഹോളി ടെമ്പിൾ. അപ്പൊ ആ ദൈവത്തിന്റെ ആലയം കാണുമെന്ന് കടലിനകത്തല്ല, കടലിനകത്തുള്ള മീനിനകത്തുള്ള പ്രവാചകൻ പറയണമെങ്കിൽ ഞാൻ പുറത്ത് വരുമെന്ന് മാത്രമല്ല, നിന്റെ ആലയം ഞാൻ കാണുമെന്നുള്ള. അപ്പം ജീവിക്കാൻ കൊതിക്കുന്ന ഒരു വ്യക്തിയെ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ദാറ്റ് ഇസ് ദ സെക്കൻഡറി ടെമ്പറമെന്റ് ഇൻ ദാറ്റ് പ്രോഫറ്റ്. മെലാങ്കളിയും ഫ്ലെഗ്മാറ്റിക്കും, അതായത് ആ ഒരു ഏലിയാവിന്റെ സ്വഭാവം, എബ്രഹാമിന്റെ സ്വഭാവം കൂടെ ഉള്ള. അപ്പൊ നമ്മുടെ ബേസിക് ടെമ്പറമെന്റും ഉണ്ട്, നമുക്കൊരു സെക്കൻഡറി നേച്ചറും ഉണ്ട്. ആൻഡ് ദാറ്റ് മേക്സ് എ ലോട്ട് ഓഫ് ഡിഫറൻസ്. നമ്മുടെ ജീവിതത്തിൽ അതൊരു ഒത്തിരി വ്യത്യാസം കൊണ്ടുവരാം. എന്റെ സ്വഭാവം എന്ന് പറയുന്നത് ഈ പത്രോസിന്റെ സ്വഭാവമാണ്, ബേസിക് നേച്ചർ. അപ്പം ഞാൻ എന്റെ സ്റ്റോറി ഒത്തിരി പറയാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും, അപ്പം ഞാൻ എന്റെ മിനിസ്ട്രി തുടങ്ങിയപ്പം ഞാൻ വളരെ അൺപ്രിപ്പയർഡ് ആയിട്ടായിരുന്നു മിനിസ്ട്രി ചെയ്തത്. ഞാൻ 2002 ഫുൾ ടൈം മിനിസ്ട്രി ആരംഭിച്ചതാ. ഇങ്ങനെ അങ്ങ് എഴുന്നേറ്റ് പലപ്പോഴും നിന്നിട്ടുണ്ട്, പക്ഷെ നിന്നങ്ങ് പ്രസംഗിക്കും. പക്ഷെങ്കിൽ ആ ഒരു പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്വഭാവമൊക്കെ വർഷങ്ങൾ കൊണ്ടാണ് ഡെവലപ്പ് ചെയ്തത്. ഇന്ന് പ്രിപ്പയർ ചെയ്യാതെ പ്രസംഗിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായി, കാരണം അതുപോലെ നമ്മളങ്ങ് ശീലിച്ചു. സോ വി ക്യാൻ ഓൾവേസ് ലേൺ ടു ചേഞ്ച്. വൈ ഐ സെഡ് ദിസ് ഇസ്, നമ്മളുടെ ജീവിതത്തിൽ കുറവുകൾ ഉണ്ടെങ്കിലും നമുക്കതിനെ അതിജീവിക്കുവാൻ സാധിക്കും. വി ക്യാൻ നോട്ട് ഓൺലി സർവൈവ്, വി ക്യാൻ ഇംപ്രൂവ് അവർ സെൽസ്. നമുക്ക് നമ്മളെ തന്നെ ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. ചിലപ്പോൾ നമ്മുടെ സെക്കൻഡറി ടെമ്പറമെന്റ് ആയിരിക്കാം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇനിയും എങ്ങൊന്നും ഹെൽപ്പ് കിട്ടുന്നില്ലെങ്കിലും നമുക്ക് നമ്മളെ തന്നെ നന്നാക്കണമെന്ന് ആഗ്രഹിച്ചാൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ സഹായിക്കുന്ന ദൈവമാണ്. ഇപ്പൊ ഈ പൗലോസിന്റെ സ്വഭാവം പറഞ്ഞല്ലോ, ഈ ബർണബാസുമായിട്ട് വഴക്കുണ്ടാക്കി. കാരണം ബന്ധമല്ല, മിഷനാവല്. മർക്കോസിനെ വേണ്ട എന്ന് വെച്ചു, ബർണബാസുമായിട്ട് വഴക്കുണ്ടാക്കി, ആ ബന്ധത്തെ ത്യജിച്ചു. പക്ഷെങ്കിൽ വീണ്ടും കോംപ്രമൈസിലോട്ട് വരുന്ന ഒരു പൗലോസിനെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ബന്ധങ്ങൾ വീക്ക് ആയിരുന്നെങ്കിലും അത് വർക്ക് ചെയ്ത ഒരു പൗലോസിനെയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിലെ കുറവുകളെ ഒക്കെ നമുക്ക് നികത്താൻ സാധിക്കും. അപ്പൊ ഈ ദിവസങ്ങളിൽ നമ്മൾ സർവൈവ് ചെയ്യുമ്പോൾ
നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ പ്രാർത്ഥന നമുക്കൊന്ന് നിലനിർത്താൻ സാധിക്കും. ടു സീ ദാറ്റ് വി മെയിൻറ്റെയിൻ അവർ പ്രയർ ലൈഫ്. ഇതിനകത്ത് എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ല ടൂൾ എന്ന് പറയുന്നത്, ഇന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് അത് മേടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലും നമ്മുടെ മർത്തമ സഭയുടെ പബ്ലിക്കേഷൻ ആയിരിക്കുന്ന നമസ്കാര ക്രമം അത് ഉപയോഗിച്ച് പ്രാർത്ഥിക്കുവാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വളരെ ബ്ലെസ്സിങ് ആയി. എൻ്റെ ലൈഫിൽ ചില വർഷങ്ങളായിട്ട് എനിക്ക് ഫോളോ ചെയ്യാൻ കഴിഞ്ഞ ഒരു കാര്യമാണ് അത്. നമസ്കാര ക്രമം എന്ന് പറയുന്നത് നമുക്ക് 2 ബുക്സ് ഉണ്ട്, പ്രയർ ബുക്സ് ഉണ്ട്, ഡെയിലി പ്രയറിന് വേണ്ടിയായിട്ടുള്ള. മലയാളം അറിയാവുന്നവർക്ക് നമ്മുടെ മർത്തമ സഭയുടെ പബ്ലിക്കേഷനാണ്, നമ്മുടെ CSSലും ബുക്ക് സ്റ്റോറിലും ഒക്കെ നമ്മുടെ സഭയുടെ ബുക്ക് സ്റ്റോറിലും അവൈലബിൾ ആണ്. നമ്മുടെ മാർത്തോമിയൻ ആപ്പിൽ ഇംഗ്ലീഷ് ഉണ്ടായിരുന്നു, ഇപ്പൊ എനിക്കൊന്നും ഇംഗ്ലീഷ് പ്രേയേഴ്സ് ഇല്ല, പക്ഷെങ്കിൽ മലയാളം പ്രേയേഴ്സ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ന്യൂയോർക്കിലുള്ള ഒരു ചർച്ച് ഇത് റേഡിയോയിൽ അവർ ക്രമീകരിച്ച് സെക്ടോ എന്ന് പറയുന്ന ഒരു ആപ്പ് അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഞാനിതെല്ലാം പറയാനുള്ള കാരണം എന്ന് പറയുന്നത് ഒരു സിസ്റ്റമാറ്റിക് പ്രയർ ലൈഫ്, അതാണ് നമ്മളുടെ ചർച്ചിന്റെ ഒരു 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 നേച്ചറായിട്ട് എനിക്ക് പറയാനുള്ളത്. അതായത് ഒരു ക്രൈസിസ് വരുമ്പോൾ ഒത്തിരി ഹിസ്റ്ററിക്കലായിട്ട് ഇങ്ങനെ വല്ലാണ്ട് പ്രാർത്ഥിക്കുന്നതിനകത്ത് കാര്യമില്ല. നമുക്ക് പ്രാർത്ഥിക്കേണ്ട സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കും. അതിന് നമുക്ക് ടൂൾസ് നമ്മുടെ സഭയിൽ അവൈലബിൾ ആണ്. സോ വി ക്യാൻ ടേക്ക് കെയർ ഓഫ് അവർ പ്രയർ ലൈഫ്. രണ്ടാമത്തെ കാര്യം, വചനം പഠിക്കുന്ന കാര്യത്തിൽ നമ്മൾ ശ്രദ്ധാലുക്കളായിരിക്കണം. പ്രത്യേകിച്ച് നമ്മൾ ലോക്ക്ഡൌണിലാണെങ്കിലും ഇന്റർനെറ്റിന് കുറവ് വന്നിട്ടില്ല, നമ്മുടെ ഒത്തിരി സമയം വേസ്റ്റ് ആകാൻ സാധ്യതയുണ്ട്. പക്ഷെ പ്രാർത്ഥന, ബൈബിൾ വായന മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ കൂട്ടായ്മ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കണം. ഉപവാസം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ, നോമ്പും ഉപവാസവും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കണം. ലെറ്റ് us സർവൈവ് ദിസ് ക്രൈസിസ് ഇൻ എ ബ്ലെസ്ഡ് വേ. രണ്ടാമത്തെ കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, ബീയിങ് ആൻ ഓവർകമർ. നമുക്ക് എങ്ങനെയാണ് സർവൈവ് ചെയ്താൽ പോരാ, വി ഷുഡ് ബി ഓവർകമേഴ്സ്. അപ്പൊ നമ്മളുടെ നഷ്ടത്തെ, നമ്മളുടെ പരാജയത്തെ, നമ്മളുടെ വേദനയെ, അല്ലെങ്കിൽ നമ്മളുടെ ഈ അവസ്ഥയെ നമുക്കൊന്ന് തരണം ചെയ്യുവാൻ, ഓവർകം ചെയ്യാൻ നമുക്ക് എക്സിസ്റ്റ് ചെയ്തു എന്ന് മാത്രമല്ല, ജീവിച്ചു എന്ന് മാത്രമല്ല, ജീവിക്കണം. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. എന്നാൽ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് അതിനെ ഒന്ന് ഓവർകം ചെയ്യാൻ നമുക്ക് സാധിക്കണം. വി ഷുഡ് ബി ഏബിൾ ടു ഓവർകം ഇറ്റ് ഇൻ എ വെരി വെരി ബ്ലെസ്ഡ് വേ. അപ്പൊ മൂവിങ് അഹെഡ് ഫ്രം ബീയിങ് എ സർവൈവർ, കുറച്ച് സ്റ്റെപ്സ് നമുക്ക് എടുക്കാൻ നമുക്ക് സാധിക്കണം. പ്രത്യേകിച്ച് ഇവിടെ ഒരു ഫിനാൻഷ്യൽ കാര്യം ഞാനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. പലപ്പോഴും ഇന്നൊരു വലിയ ഫിനാൻഷ്യൽ ക്രൈസിസിലാണ് നമ്മൾ കമ്മ്യൂണിറ്റിയായിട്ട്, നമ്മൾ ആൾക്കാരായിട്ടും കമ്മ്യൂണിറ്റിയായിട്ടും പോയിരിക്കുന്നത്. സംഭവിക്കാനുള്ള ഒരു കാരണമുണ്ട്. കാരണം നമ്മളൊരു ക്രെഡിറ്റ് ബേസ്ഡ് ലൈഫിലോട്ട് നമ്മൾ നീങ്ങി. അതായത് പണ്ടൊന്നും കിട്ടുന്ന പോലല്ല, ഇന്ന് ഈസി ആയിട്ട് ലോൺ കിട്ടും. ഇന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ 3 പേരാ വന്ന് ചോദിക്കുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ക്രെഡിറ്റ് കാർഡ് വേണോ. ഞാൻ പറയുന്നത് ശരിയാണോ തെറ്റാണോ? ഞാൻ സെക്കൻഡറാബാദ് റെയിൽവേ സ്റ്റേഷനിലെ കാര്യമാണ് പറയുന്നത്. ഞാൻ പലപ്പോഴും യാത്ര ചെയ്യുന്ന സമയത്ത്, പലപ്പോഴും യാത്ര ചെയ്യുന്ന ആളാണ്, ഇപ്പോഴാണല്ലോ ഒക്കാത്തത്. അപ്പൊ സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ ഇങ്ങനെ ഒരാൾ റൈറ്റിംഗ് പാഡൊക്കെ പിടിച്ചുകൊണ്ട് സാറേ ക്രെഡിറ്റ് കാർഡ് വേണോ എന്ന് പറഞ്ഞ്, എയർപോർട്ടിൽ ചെല്ലുമ്പോൾ, പല സ്ഥലങ്ങളിൽ മോൾസിൽ ചെല്ലുമ്പോൾ ക്രെഡിറ്റ് കാർഡ് വഴിയിൽ നിന്ന് വിൽക്കുന്ന ഒരു കാലഘട്ടം. ക്രെഡിറ്റ് വളരെ ഈസി ആയിട്ട് അവൈലബിൾ ആണ്. ആൾക്കാർ ധാരാളം ലോൺ എടുത്തു, വണ്ടി മേടിച്ചു, വീട് മേടിച്ചു. വെസ്റ്റേൺ ലൈഫിൽ ഉണ്ടായിരുന്ന രീതിയാണ് പലപ്പോഴും നമ്മളും ആ ഒരു മോഡിലോട്ട് വരുമായിരുന്നു. EMI അടച്ചാൽ മതിയല്ലോ, എല്ലാത്തിനും എന്തോ ഉണ്ട്, EMI ഉണ്ട്. ഇപ്പൊ 200 രൂപയുള്ളല്ലോ, 1000 രൂപയുള്ളല്ലോ, 5000 രൂപയുള്ളല്ലോ, 15000 രൂപയുള്ളല്ലോ. വീടായില്ലേ, വണ്ടിയായില്ലേ, ഫോണായില്ലേ, ഇതായില്ലേ, അതായില്ലേ. ബിഗ് ബസാറിൽ പോയി കുറെ തുണി മേടിച്ചു, EMI ആക്കി, എല്ലാം EMI ആയി. പക്ഷെ ഇങ്ങനെ നമ്മുടെ ജോലിക്ക് ഒരു വലിയ അപകടം ഉണ്ടാകും എന്ന ഒരു സിറ്റുവേഷൻ ആരും ചിന്തിച്ചില്ല. സോ ദാറ്റ് വാസ് എ റോങ് ലൈഫ് ദാറ്റ് വി വർ ലിവിങ്. ഞാൻ ലോൺ എടുക്കുന്നത് തെറ്റാണെന്നല്ല പറയുന്നു, പക്ഷെ ദാറ്റ് ഇസ് നോട്ട് ദ കൈൻഡ് ഓഫ് ലൈഫ് വി ഷുഡ് ലിവ്. അങ്ങനല്ല നമ്മൾ ജീവിക്കേണ്ടത്. അപ്പൊ ആസ് വി ആർ ഗോയിങ് ടു ബി ഓവർകമേഴ്സ്, ഐ വുഡ് ലൈക്ക് ടു സജസ്റ്റ് നമുക്ക് ചില നല്ല ശീലങ്ങൾ വേണം. അതിന് മുമ്പ് ഞാൻ ആ ടെമ്പറമെന്റ്സിന്റെ കാര്യം ഒന്നുകൂടെ ഒന്ന് പറഞ്ഞിട്ട് ഞാൻ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. പത്രോസിനോട് പൈസയുടെ കാര്യം ചോദിക്കല്, കാരണം പത്രോസിന് പൈസയുടെ കാര്യം ഒന്നും ഓർമ്മ കാണത്തില്ല. പൈസ എവിടാന്ന് അറിയത്തില്ല, എത്ര ഉണ്ടെന്ന് അറിയത്തില്ല, പാസ്ബുക്ക് എവിടാന്ന് അറിയത്തില്ല, ചെക്ക് ബുക്ക് എവിടാന്ന് അറിയത്തില്ല. ശ്രദ്ധയില്ലാത്ത ആളായിരിക്കും പത്രോസിന്റെ സ്വഭാവമുള്ള. പൗലോസിന്റെ കാര്യം പറയുവാണെങ്കിൽ ആള് പൈസ ഉണ്ടാക്കുന്ന ആളാണെങ്കിൽ പൈസ ഉണ്ടായിക്കൊണ്ടിരിക്കും. പുള്ളിയോട് പ്രത്യേകിച്ച് പൈസ ഉണ്ടാക്കാൻ പറയണ്ട, പുള്ളി പൈസ ഉണ്ടായിക്കൊണ്ടിരിക്കും. കാരണം വർക്ക് ഓറിയന്റഡ് ആണല്ലോ. ഏലിയാവ് എണ്ണിക്കൊണ്ടിരിക്കുന്ന ആളെ, എണ്ണിക്കൊണ്ടും ആവർത്തിച്ച് എണ്ണിയും വറി ചെയ്യുന്ന ഒരാളെ. അബ്രഹാമിന്റെ സ്വഭാവമുള്ള ആള് സ്റ്റേബിൾ ആയിരിക്കും, ഒരേ ലെവലിൽ ഇങ്ങനെ പോകുന്ന ആളെ. നമ്മുടെ പൈസ ഇടപാടിലും നമ്മുടെ ഓരോ സ്വഭാവത്തിൽ വ്യത്യാസം ഉണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ ഓവർകമേഴ്സ് ആകുമ്പോൾ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം, നമുക്ക് പണത്തിന്റെ കാര്യത്തിൽ ഒരു നല്ലൊരു ശീലം നമുക്ക് ഇടാൻ സാധിക്കും. പ്രത്യേകിച്ച് നമ്മൾ കടം എടുത്തിട്ടുണ്ടെങ്കിൽ കടമൊക്കെ ഒന്ന് സെറ്റിൽ ചെയ്യാൻ സാധിക്കും.
എന്നാൽ നമ്മുടെ മുമ്പോട്ട് പോകുമ്പോൾ ജീവിക്കേണ്ട ചില പ്രിൻസിപ്പിൾസ് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കും. പ്രത്യേകിച്ച് ഇത് ഞാൻ വായിച്ചത് ഒരു യഹൂദ റബിയുടെ ഒരു ബുക്കിൽ നിന്നാണ്. റബി ഡാനിയൽ ലെപ്പിൻ എന്ന് പറയുന്ന ഒരു ബൈബിൾ ടീച്ചർ, ഓൾഡ് ടെസ്റ്റ്മെന്റ് ടീച്ചറും ജൂയിഷ് റബയുടെ ബുക്കിൽ നിന്ന് യഹൂദ കുടുംബത്തിൽ കുഞ്ഞുങ്ങളെ ശീലിപ്പിക്കുന്ന ഒരു രീതിയെ കുറിച്ച് പറഞ്ഞു. എനിക്കത് വളരെ നല്ലതായിട്ട് തോന്നി. ഒരു യഹൂദ കുഞ്ഞിന് 10 രൂപയല്ല, ഞാൻ 10 രൂപയെന്ന് പറയുന്നേ ഉള്ളൂ, അവിടുത്തെ കറൻസി ആകട്ടെ, ഞാൻ നമ്മുടെ ഒരു കോൺസെപ്റ്റിൽ അങ്ങ് പറയുന്നേ ഉള്ളൂ. ഒരു 10 രൂപ കിട്ടിയാൽ ദേ ട്രെയിൻ ദ ചൈൽഡ്, അവർ കുഞ്ഞിനെ ട്രെയിൻ ചെയ്തത് 1 രൂപ ദൈവത്തിന് കൊടുക്കണം. അപ്പൊ ബാക്കി എത്രയേ ഉള്ളൂ? 9 ഉള്ളൂ. അപ്പൊ 10 കിട്ടിയെങ്കിലും 10 ഇല്ല, കാരണം 1 ആർക്കുള്ളതാ? 1 ദൈവത്തിനുള്ളതാ. പിന്നെ 1 രൂപ പാവപ്പെട്ടവന് കൊടുക്കാൻ പഠിപ്പിക്കും. അപ്പൊ 10 കിട്ടിയെങ്കിലും 10 ഇല്ല, 9 ഇല്ല, കാരണം 1 ദൈവത്തിനും ഉള്ളതാണ്, 1 പാവപ്പെട്ടവനും ഉള്ളതാണ്. പക്ഷെ 8 ഇല്ല. അവര് കുഞ്ഞിനെ പഠിപ്പിക്കും 2 രൂപ സേവ് ചെയ്യാൻ പറയും. അപ്പൊ എത്രയേ ഉള്ളൂ? 6 രൂപയെ ഉള്ളൂ. 10 രൂപ കിട്ടുമ്പോൾ ആ കുഞ്ഞിനെ ട്രെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ്? 1 രൂപ ദൈവത്തിനുള്ളത്, 1 രൂപ പാവപ്പെട്ടവനുള്ളത്, 2 രൂപ ഭാവിക്ക് വേണ്ടി സൂക്ഷിക്കേണ്ടതും, ബാക്കി 6 രൂപയിൽ ജീവിക്കണമെന്നാണ് അവർ. അപ്പൊ യു സി യഹൂദന്മാരുടെ ആ ഫിനാൻഷ്യൽ സക്സസ് ഒന്ന് ആലോചിച്ച് നോക്കി. എനിക്ക് തോന്നുന്നു അവർ ഈ കടം കൊടുക്കുന്നവർ, അവർ കടം മേടിക്കുന്നവരല്ല, അവർ കടം കൊടുക്കുന്നവർ. അങ്ങനത്തെ ഒരു പേര് പോലും അവർക്കുണ്ട്. അവരെ പലപ്പോഴും അസോസിയേറ്റ് ചെയ്യുന്ന കടം കൊടുക്കുന്നവരായിട്ടാണ്. എന്നാൽ അവരുടെ ആ ഫിനാൻഷ്യൽ പ്രിൻസിപ്പിളിനകത്തൊരു നല്ല കാര്യമുണ്ട്. ലിവ് വിതിൻ യുവർ മീൻസ് എന്ന് പറയുന്നത് തന്നെ ഞാൻ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞത് ഇനിയുമാണെങ്കിലും ജീവിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ജീവിക്കാൻ സാധിക്കും. 10 രൂപയെ കിട്ടിയുള്ളെങ്കിൽ എങ്ങനെ ജീവിക്കുമെന്ന് ചിന്തിക്കുന്നതിന് മുമ്പായിട്ട് ആദ്യത്തെ 1 രൂപ ദൈവനാമത്തിൽ കൊടുക്കാൻ സാധിക്കും. കാരണം ദൈവത്തിന്റെ അനുഗ്രഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, മനുഷ്യന് അപ്പം കൊണ്ട് മാത്രമല്ല. ശമ്പളം കുറയുമ്പോൾ കർത്താവിന് കൊടുക്കാനുള്ളതിൽ ഒരിക്കലും കുറവ് വരുത്തരുത്. പ്രൊപ്പോർഷൻ കുറയ്ക്കാം, പക്ഷെ ആദ്യത്തെ 10 ആദ്യത്തെ 1 നമുക്ക് കർത്താവിന് കൊടുക്കാൻ സാധിക്കും. 1 രൂപ ഒരു പാവപ്പെട്ടവന് കൊടുക്കാൻ സാധിക്കണം. There is great power in giving to God and charity. ഞാൻ പണ്ട് സ്കൂളിൽ പഠിച്ച ഒരു കഥ, അതിന്റെ ഓത്തറും ടൈറ്റിലും ഞാൻ ഓർക്കുന്നില്ല, പക്ഷെ ആ സംഭവം ഞാൻ ഓർക്കുന്നുണ്ട്. ഒരു റിസഷൻ ആയിരുന്നു, പഴയ കഥയാണ്, റിസഷൻ ആയിരുന്നു. ഈ 2008 റിസഷൻ ഒന്നുമല്ല, ഞാൻ 90s ആ സ്കൂളിൽ പഠിച്ചു. അതുകൊണ്ട് റിസഷന്റെ പഴയ ഒരു റിസഷൻ ആയിരിക്കാം. ഒരു റിസഷന്റെ സമയത്ത് എല്ലാവരും കഴിക്കാനില്ല, ബിസിനസ് ഇല്ല, ജോലിയില്ല, പട്ടിണിയും ദാരിദ്ര്യവും, ഹോപ്പ്ലെസ് സിറ്റുവേഷനിൽ ഒരു ലക്ഷറി ഷോറൂമിൽ ഒരു വ്യക്തി ചെന്നിട്ട് 2 ലക്ഷറി കാർ ഓർഡർ ചെയ്തു. നല്ല സൂട്ടും ടൈയും ഒക്കെ ഇട്ട ആളായിരുന്നു. 2 ലക്ഷറി കാർ ഓർഡർ ചെയ്തു. അപ്പൊ ആ കടയിലെ മാനേജർ ഭയങ്കരമായിട്ട് ഹാപ്പി. അപ്പൊ ആ ബിസിനസ് ഡീലിന്റെ കാര്യങ്ങളൊക്കെ പ്രൊസീഡ് ചെയ്തു. ഇന്ന ദിവസം ചെക്ക് തരാമെന്ന് പറഞ്ഞു. ആ സന്തോഷത്തിൽ അന്ന് രാത്രിയിൽ ആ മാനേജറും ആ ഷോറൂമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരും ഒക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. കാരണം അവർക്കൊരു നല്ല ഡീല് കിട്ടിയല്ലോ, നല്ല ശമ്പളം, നല്ലൊരു ഇൻസെന്റീവ് കിട്ടും, ബിസിനസ് തുടങ്ങിയല്ലോ എന്ന് ചിന്തിച്ച്. അങ്ങനെ അതൊരു ചെയിൻ റിയാക്ഷൻ ആയി. അവർ ചെന്ന് സെലിബ്രേറ്റ് ചെയ്തു, അവർ സാധനങ്ങൾ മേടിച്ചു. ആ ബിസിനസ് കിട്ടിയ ആൾക്കാർ അവർ ചെന്ന് ചില കാര്യങ്ങളൊക്കെ ചെയ്തു. പെട്ടെന്ന് ആ ടൗൺ അങ്ങ് ലൈവായി. ആ ടൗൺ അങ്ങ് ലൈവായി. ഞാൻ വായിച്ച ഒരു സ്റ്റോറിയാണ്. ലൈവായെന്ന് മാത്രമല്ല, കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ 2 കാറിന്റെ വിൽപ്പന നടന്നില്ല. കാരണം ഇത് വന്ന ഒരു ഭ്രാന്തനായിരുന്നു. ഹി വാസ് എ ലൂനാറ്റിക്. ഒരു ഭ്രാന്തൻ സൂട്ടും ടൈയും ഒക്കെ ഇട്ട് വന്ന് 2 ലക്ഷറി കാർ ഓർഡർ ചെയ്ത. പക്ഷെ ചത്ത് കിടന്ന ഒരു എക്കണോമിയെ റിവൈവ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചു. പലപ്പോഴും ഈ എക്കണോമി സ്റ്റാഗ്നേറ്റ് ആകുന്നത് ഫിയർ ഫാക്ടർ ഉള്ളതുകൊണ്ട്. കാരണം ആരും കൊടുക്കത്തില്ല ലോൺ. നമ്മൾ പറയുന്നത് എന്താ? ഇല്ല എന്ന് പറയുന്നതുകൊണ്ട്. പക്ഷെങ്കിൽ ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ ചെന്നിട്ട് ലക്ഷറി മേടിക്കണമെന്ന് ഒരിക്കലും ഞാൻ പറയത്തില്ല. പക്ഷെ ഫസ്റ്റ് തിങ്, ഗിവ് ടു ഗോഡ്. 2, സഹായിക്കാൻ വേണ്ടി കൊടുക്കുക. ആ മണിയുടെ മൂവ്മെന്റ് തന്നെ സമൂഹത്തിന് അനുഗ്രഹമായിരിക്കും. പിന്നെ സേവ് ചെയ്യണം, എന്നിട്ട് നമുക്ക് അത്യാവശ്യം സ്പെൻഡ് ചെയ്യാനും സാധിക്കണം. ദാറ്റ് ഇസ് ദ വേ ടു ഗോ ഫോർവേഡ്. സോ ഇതുവരെ നമ്മൾ എങ്ങനെ ജീവിച്ചു എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ മുന്നോട്ട് ജീവിക്കുമ്പോൾ, ദൈവഭയത്തിൽ ജീവിക്കുമ്പോൾ തന്നെ, ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുമ്പോൾ തന്നെ നല്ല ശീലങ്ങൾ ഇടാൻ നമുക്ക് സാധിക്കണം. കർത്താവിന് കൊടുക്കാനുള്ളത് കർത്താവിന് കൊടുക്കണം. ഒരു പാവപ്പെട്ടവന് കൊടുക്കാൻ, നമ്മുടെ ഒരു പ്രോജക്റ്റിൽ സഹായിക്കാനോ, അല്ലെങ്കിൽ ഒരു പാവപ്പെട്ടവനെ സഹായിക്കാനോ, നമ്മുടെ ഒരു നെയ്ബറിനെ സഹായിക്കാനോ, ജോലി നഷ്ടപ്പെട്ട ഒരു വ്യക്തിയെ ഒരു കിറ്റ് കൊടുത്ത് സഹായിക്കാനോ നമുക്കൊന്ന് സാധിച്ചാൽ നമ്മുടെ ജീവിതത്തിലെ ഒരു ധന്യതയാണ്. ഫസ്റ്റ് ഡു ദാറ്റ്. പിന്നെ സ്റ്റാർട്ട് ദി ഹാബിറ്റ് ഓഫ് സേവിങ്. ലോൺ എടുക്കുന്ന ഹാബിറ്റ് നിർത്തി സേവ് ചെയ്യുന്ന ഹാബിറ്റ് നമുക്ക് തുടങ്ങണം. എന്നിട്ട് ഉള്ളതിൽ
നന്നായിട്ട് ജീവിക്കാൻ നമ്മൾ പഠിക്കണം. ഇനി അങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് ജീവിക്കേണ്ടത്. വേറെ ഒരു ലൈഫ് നമ്മളെ പലരെയും, എനിക്കറിയത്തില്ല, എനിക്കിപ്പോ ഇവിടെ ഇരിക്കുന്ന എൻ്റെ മുമ്പിൽ സ്ക്രീനിൽ എനിക്ക് 5-6 പേരെ കാണുന്നുള്ളൂ. അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരുടെയും ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ഒന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഈ പൊതുവെ നമ്മളെല്ലാവരും പലരും ലോൺ എടുത്ത് നമ്മൾ വളരെ പ്രതീക്ഷയോടെ മുന്നോട്ട് പോയവരാണ്. പക്ഷെ ഇന്ന് ഒത്തിരി പേര് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. സംതിങ് വാസ് റോങ് ഇൻ ദാറ്റ് മോഡൽ. വി ഹാവ് എ ബെറ്റർ മോഡൽ. ഗിവ് ടു ഗോഡ്, ഗിവ് ടു ദ പുവർ, സേവ് യുവർ മണി, ആൻഡ് ആഫ്റ്റർ സേവിങ് ഓൺലി യു സ്പെൻഡ്. സ്പെൻഡ് കഴിഞ്ഞിട്ടല്ല സേവ് ചെയ്യേണ്ടത്, സേവ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് സ്പെൻഡ് ചെയ്യേണ്ടത്. അങ്ങനെ ജീവിക്കുമ്പോൾ, അങ്ങനെ ജീവിച്ചാലും ജീവിക്കാം എന്ന് മനസ്സിലാക്കാൻ ദൈവം ഈ നാളുകളിൽ നമ്മളെ സഹായിക്കട്ടെ. ദൈവം അനുവദിച്ച് നമ്മൾ ഇതിൽ നിന്ന് പുറത്തു വരുമ്പോൾ ആ ഒരു സ്വഭാവത്തിൽ മുന്നോട്ട് പോകാൻ ദൈവം നമുക്ക് കൃപ തരും. ദൈവം സഹായിച്ചാൽ നമ്മുടെ നാളുകൾ മുന്നോട്ട് നീങ്ങുമ്പോൾ നമ്മൾ കടം സെറ്റിൽ ചെയ്തെന്ന് മാത്രമല്ല, കടം എടുക്കാതെ ജീവിക്കുന്ന ഒരു പാറ്റേൺ ദൈവം നമ്മുടെ ജീവിതത്തിൽ തരട്ടെ. ഈ ഒരു ശീലം നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ കൊണ്ടുവരുവാൻ ദൈവം നമുക്ക് ഇടയാക്കട്ടെ. അപ്പം 2 കാര്യങ്ങൾ: സർവൈവ് ചെയ്യണം, ഓവർകം ചെയ്യണം. സ്പിരിച്വലി സർവൈവ് ചെയ്യണം. പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ മേഖലയിൽ ചില നല്ല ശീലങ്ങൾ ഇടാൻ ഈ ദിവസങ്ങളിൽ നമുക്ക് ചില തീരുമാനങ്ങൾ എടുക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അവസാനമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ബീയിങ് എ ലീഡർ, അല്ലെങ്കിൽ ഒരു ലീഡർ എന്ന് പറയുമ്പോൾ ഒരു പൊസിഷൻ അല്ല, നമുക്ക് എഴുന്നേറ്റ് നിന്ന് ഒരു വഴി ഉണ്ടാക്കാനും ചിലർക്കെങ്കിലും ആ വഴി ഒരുക്കി കൊടുക്കുവാൻ ദൈവം നമ്മളെ ഇടയാക്കട്ടെ. നല്ലൊരു കൊട്ടേഷൻ ഞാൻ ഡിസ്പ്ലേ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു. ഞാനത് സ്ലോ ആയിട്ട് വായിക്കാം. എനിക്കൊന്ന് അമേരിക്കൻ റൈറ്റർ ആയിരിക്കുന്ന ഉർസുല ലേ ഗ്വിൻ എന്ന് പറയുന്ന ഉർസുല ലേ ഗ്വിൻ, നിങ്ങൾക്ക് ഓൺലൈനിൽ സെർച്ച് ചെയ്യാൻ സാധിക്കും. എന്നെ ഇൻസ്പയർ ചെയ്ത ഒരു കൊട്ടേഷൻ ആണ്. I'd like to read it very slowly. Great artists make the roads, good teachers and good companions can point them out. അത് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് ഞാൻ സ്ട്രെസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. But there are no free rides. There are no free rides. ഫ്രീ റൈഡ് ആരും പ്രതീക്ഷിക്കേണ്ട. നോ ഹിച്ച് ഹൈക്കിംഗ്. ഇങ്ങനെ വഴിയിൽ ലിഫ്റ്റ് ചോദിച്ച് ആരുടെയും വണ്ടിയിൽ കയറി അല്ലെങ്കിൽ ആരുടെയും തോളെ ഞാൻ പോകാമെന്ന് നമ്മൾ ചിന്തിക്കേണ്ട. ഇഫ് യു വോണ്ട് ടു സ്ട്രൈക്ക് ഔട്ട് ഇൻ എ ന്യൂ ഡയറക്ഷൻ, യു ഗോ അലോൺ. ഒരു പുതിയ ദിശയിൽ പോകണമെങ്കിൽ നിങ്ങളുടെ കൂടെ ആരെങ്കിലും വരുമെന്നോ, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒരു വഴി കിട്ടുമെന്നോ, അല്ലെങ്കിൽ ആരെങ്കിലും സഹായിക്കുമെന്നോ ചിന്തിക്കേണ്ട. ഇഫ് യു വോണ്ട് ടു സ്ട്രൈക്ക് ഔട്ട് ഇൻ എ ന്യൂ ഡയറക്ഷൻ, യു ഗോ അലോൺ വിത്ത് എ മെഷറ്റി ഇൻ യുവർ ഹാൻഡ് ആൻഡ് ദ ഫിയർ ഓഫ് ഗോഡ് ഇൻ യുവർ ഹാർട്ട്. ഒറ്റയ്ക്കാണ് നമ്മൾ പോകേണ്ടത്. കയ്യിൽ ഒരു അരിവാളും ഹൃദയത്തിൽ ദൈവത്തിന്റെ ഭയവും. എന്തിനാ അരിവാൾ എടുക്കുന്നത്? വഴിയില്ലാത്തടത്ത് വഴി വെട്ടാൻ. വഴിയില്ലാത്തടത്ത് വഴി വെട്ടാനും ഹൃദയത്തിൽ ദൈവത്തിന്റെ ഭയവും ഉണ്ടെങ്കിൽ ഒരു പുതിയ വഴി ഒരുക്കുവാൻ നമുക്ക് സാധിക്കും. നമ്മുടെ കമ്മ്യൂണിറ്റിയെ കുറിച്ച് നമുക്ക് ഒത്തിരി പ്രശംസിക്കാൻ കാരണമുണ്ട്. ഒരു കാരണം എന്ന് പറയുന്നത്, കേരളത്തിൽ ഈ കാട് വൃത്തിയാക്കി കൃഷി ചെയ്തിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ അത് നമ്മുടെ കമ്മ്യൂണിറ്റിയാണ്. പണ്ട് എത്രയോ പേര് മലബാറിൽ പോയി, കൊളത്തുപുഴയിൽ പോയി, നാഗർകോയിൽ പോയി, കർണാടകയിൽ പോയി, കാടിനോടും വൈൽഡ് ആനിമൽസിനോടും ഒക്കെ മത്സരിച്ച് അനുഗ്രഹിക്കപ്പെട്ട കൃഷിസ്ഥലങ്ങളും വീടും ഒക്കെ പണിതെടുത്ത ഒരു തലമുറ നമ്മുടെ മുമ്പിലുണ്ടായിരുന്നു. എൻ്റെ തന്നെ ഗ്രാൻഡ് പേരൻസ് എന്ന് പറയുന്ന 2 സൈഡിലും കൃഷിക്കാരായി പ്രാർത്ഥിച്ചിട്ട് മണ്ണിൽ ജോലി ചെയ്ത് തിരിച്ചു വന്ന് പ്രാർത്ഥിച്ച് ജീവിച്ച ആൾക്കാർ. അപ്പൊ ഇന്ന് നമുക്ക് കുറെ നല്ല ദിവസങ്ങൾ കിട്ടിയെന്ന് നമുക്ക് ഇന്ന് നമുക്ക് ഒത്തിരി ദുഃഖിക്കാൻ കാര്യമൊന്നുമില്ല. കാരണം നമുക്ക് ഒരു 10-15 വർഷം സുഖിച്ച് ജീവിക്കാനുള്ള ഒരു സാഹചര്യം കിട്ടിയെന്ന് വേണം നമ്മൾ ചിന്തിക്കാൻ. കഴിഞ്ഞ തലമുറ, അതിന്റെ മുമ്പിലുള്ള തലമുറയൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ടാ ജീവിച്ചത്. അവരുടെ കയ്യിലൊരു അരിവാൾ ഉണ്ടായിരുന്നു, ഒരു മൺവെട്ടി ഉണ്ടായിരുന്നു, ഒരു തൂമ്പ ഉണ്ടായിരുന്നു, ഹൃദയത്തിൽ ദൈവത്തിന്റെ ഭയം ഉണ്ടായിരുന്നു. ജീവിക്കാൻ സാഹചര്യമില്ലാത്തടത്ത് എല്ലാത്തിനോടും അവര് പോരാടി, പ്രതീക്ഷയ്ക്ക് വകയില്ലാഞ്ഞിടത്ത് അവര് ദൈവത്തെ വിളിച്ച് ഹാർഡ് വർക്ക് ചെയ്ത് ജീവിച്ചതിന്റെയും പ്രാർത്ഥിച്ചതിന്റെയും കരഞ്ഞതിന്റെയും ഫലമാണ് നമ്മൾ അനുഭവിച്ചത്. അപ്പൊ ഇന്നൊരു വലിയ പ്രതിസന്ധി നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു പുതിയ വഴി ഉണ്ടാകണം. പുതിയ വഴി എങ്ങനെ ഉണ്ടാകുന്നത്? ഫ്രീ ആയിട്ട് കിട്ടുമെന്ന് ചിന്തിക്കേണ്ട, ആരുടെയും തോളിൽ കയറി പോകാമെന്ന് ചിന്തിക്കേണ്ട. നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ ഭയവും കയ്യിലൊരു അരിവാളും എടുത്തുകൊണ്ട്, കർത്താവേ, ഐ ആം വില്ലിംഗ് ടു ഡു സംതിങ് ഫോർ യു എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി മാത്രമല്ല, പലർക്കും അതൊരു അനുഗ്രഹമായി തീരും. Many people will be blessed in that. യോനയുടെ ജീവിതം നോക്കുമ്പോൾ
ആദ്യത്തെ അധ്യായം ഒക്കെ നമ്മൾ നോക്കുമ്പോൾ മത്സരിക്കുന്ന യോന, രണ്ടാം അധ്യായത്തിൽ മീന്റെ വയറ്റിലിരുന്ന് അനുദപിക്കുന്ന യോന, മൂന്നാം അധ്യായത്തിൽ ശുശ്രൂഷിക്കുന്ന യോന ശുശ്രൂഷ അനുഗ്രഹമായി ഭവിച്ചു. ആ പട്ടണത്തിലുള്ള ആൾക്കാർ ഒന്നടങ്കം മാനസാന്തരപ്പെട്ടു, ദൈവത്തിന്റെ ന്യായവിധി മാറിപ്പോയി. പക്ഷെ അവസാനത്തെ അധ്യായത്തിൽ വരുമ്പോൾ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയാതെ സ്റ്റക്കായി കിടക്കുന്ന ഒരു യോനയാണ് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് അതുകൂടെ ഒന്ന് ചിന്തിക്കണം. Jonah who is stuck in his life. ദൈവത്തോട് മത്സരിച്ച്, he is having some serious contentions with God. ഹൃദയത്തിൽ കയ്പാണ്, ശാഠ്യമാണ്. He is bitter and stubborn and is refusing to move in his life. ജീവിതത്തിൽ തനിക്ക് മുന്നോട്ട് പോകാൻ കഴിയും. പ്രിയ ദൈവമക്കളെ, ഇന്ന് നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ ഓരോരുത്തരുടെ അവസ്ഥയും വ്യത്യസ്തമാണ്. നമ്മുടെ ഓരോരുത്തരുടെ മുമ്പിലുള്ള വെല്ലുവിളികളും വ്യത്യസ്തമാണ്. ചിലർക്ക് ജോലി പ്രശ്നം, ചിലർക്ക് കുടുംബ പ്രശ്നം, ചിലർക്ക് സാമ്പത്തിക പ്രശ്നം, ചിലർക്ക് ആരോഗ്യ പ്രശ്നം, പല പ്രതിസന്ധികൾ നമ്മുടെ മുമ്പിലായിരിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, നമുക്ക് മുന്നോട്ട് പോകണം. ജീവിതത്തിലെ പരാജയങ്ങൾ നമ്മളെ തടസ്സപ്പെടുത്താതെ നമുക്ക് ദൈവഭയത്തിൽ മുന്നോട്ട് നീങ്ങുവാൻ നമുക്ക് സാധിക്കണം. രണ്ട് രീതിയിൽ നമുക്ക് കുടുങ്ങാൻ സാധ്യതയുണ്ട്. ഒന്ന്, നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങളെല്ലാം തകർന്നു പോയല്ലോ എന്ന് പറഞ്ഞ് കുടുങ്ങാൻ സാധ്യതയുണ്ട്. രണ്ട്, കഴിഞ്ഞ കാല ജീവിതത്തിലെ ജയങ്ങളെ ഓർത്ത്, നന്മയെ ഓർത്ത് വിലപിക്കാൻ നമുക്ക് സാധ്യതയുണ്ട്. രണ്ട് രീതിയിലായിരിക്കാം നമ്മൾ കാണുന്നത്. അപ്പൊ നല്ലത് നടന്നു, നല്ലത് സംഭവിച്ചു, ഇന്ന് ഇങ്ങനെ ആയി പോയല്ലോ, അപ്പം പഴയത് ഓർത്തോണ്ടാ ജീവിക്കുന്നത്. ചിലരുണ്ട്, അയ്യോ എല്ലാം നഷ്ടപ്പെട്ടല്ലോ, അല്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ നന്മയില്ലല്ലോ, അവര് നെഗറ്റീവായിട്ട് ഓർത്തോണ്ടാ ചിന്തിക്കുന്നത്. രണ്ട് വീക്ഷണം പുറകോട്ടുള്ള വീക്ഷണം. പുറകോട്ട് ഒത്തിരി നോക്കാൻ നമുക്ക് സമയമില്ല, നമുക്ക് മുന്നോട്ട് നോക്കാൻ കഴിയും. അപ്പൊ ബിസിനസ് ചെയ്യുന്ന ചിലർക്ക് പേയ്മെന്റ് കിട്ടാൻ പെൻഡിങ് ആയിരിക്കും. പേയ്മെന്റ് കിട്ടാൻ പെൻഡിങ് ആണ്. കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് സംസാരിച്ചപ്പോൾ എന്നോട് ഷെയർ ചെയ്ത് 35 lakhs, ഒരു വിദേശ രാജ്യത്തിലാണ് 35 lakhs പേയ്മെന്റ് കിട്ടാനാണ്. എന്നോട് പറഞ്ഞു, ഈ സാഹചര്യത്തിൽ എങ്ങനെ പേയ്മെന്റ് കിട്ടാനാ? കാരണം തരേണ്ട ആൾക്ക് ഉണ്ടായാലല്ലേ ഇദ്ദേഹത്തിന് കിട്ടത്തുള്ളൂ. അപ്പൊ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ ഇവിടെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കും. കിട്ടാനുള്ള പേയ്മെന്റ് അവിടെ ഇരിക്കട്ടെ, അത് ദൈവം ക്രമീകരിച്ചാലേ നമുക്ക് ഒക്കത്തുള്ളൂ. പക്ഷെ ഡു യുവർ ബിസിനസ് ടുഡേ. ഇന്ന് ചെയ്യാനുള്ള ബിസിനസ് നമുക്ക് ചെയ്യാൻ സാധിക്കും. നമ്മൾ കിട്ടാനുള്ളത് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ, ആ ഒരു ഇമോഷനിൽ ജീവിച്ചാൽ ഇന്നത്തെ ദിവസം നമുക്ക് ജീവിക്കാൻ ഒക്കത്തില്ല. ഇന്ന് ചെയ്യാനുള്ളത് നമുക്ക് ചെയ്യാം. നാളത്തെ ദിവസം കർത്താവ് അനുവദിക്കുവാണെങ്കിൽ, നമുക്ക് ആയുസ് ഉണ്ടെങ്കിൽ, കർത്താവ് അനുവദിച്ചാൽ നമുക്ക് ഉള്ള സാഹചര്യത്തിൽ കർത്താവിന്റെ വേല ചെയ്യാനും, നമുക്ക് ബിസിനസ് ചെയ്യാനും, നമ്മുടെ ജോലി ചെയ്യാനും നമുക്ക് സാധിക്കണം. ലെറ്റ് us not be stuck in our life. കരഞ്ഞുകൊണ്ട് വേണം ജീവിക്കാം. എങ്ങനായിരുന്നു സാഹചര്യം ആയിരിക്കേണ്ടത്, എന്തൊക്കെ നേടണമായിരുന്നു, എന്തൊക്കെ കിട്ടണമായിരുന്നു, എന്തൊക്കെ സംഭവിക്കണമായിരുന്നു, എന്തൊക്കെ നഷ്ടപ്പെട്ടു, അല്ലെ പണ്ട് നമ്മൾ എന്തൊക്കെ ചെയ്തു, ഇതൊക്കെ ഓർത്ത് വിലപിച്ച് വേണം നമുക്ക് ജീവിക്കാം. പക്ഷെങ്കിൽ നമുക്ക് കർത്താവിൽ ആശ്രയിച്ചും ജീവിക്കുവാൻ, ഒരു പുതിയ കാര്യം ചെയ്യുവാൻ നമുക്ക് സാധിക്കും. സോ പഴയ കാര്യങ്ങൾ ഓർക്കണ്ട എന്നല്ല, പക്ഷെങ്കിൽ ഓർത്തോണ്ടിരുന്നിട്ട് കാര്യമില്ല. വിലപിക്കുന്നത് ഒരു പരിധി വരെ നല്ലതാണ്, പക്ഷെ വിലപിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകത്തില്ല. യോനയുടെ പുസ്തകം അവസാനിക്കുന്നത് മുന്നോട്ട് പോകാത്ത ഒരു പ്രവാചകനിലാണ് അവസാനിക്കുന്നത്. കർത്താവ് ഒരു നല്ല ആൻസർ കൊടുക്കുന്നു, ബട്ട് വി ഡോണ്ട് നോ വാട്ട് ഹാപ്പൻ ടു ജോന. യോനയ്ക്ക് അത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് ഊഹിക്കാൻ ഒക്കുന്നില്ല. നമ്മുടെ ജീവിതം അങ്ങനെ ആകരുത്. കൊറോണ വൈറസ്, COVID-19 നമ്മുടെ ജീവിതത്തിലെ ഫുൾ സ്റ്റോപ്പ് ആയിട്ട് മാറരുത്. വി ഷുഡ് ഗോ അഹെഡ്. നമുക്ക് മുന്നോട്ട് പോകണം. അത് പുറകോട്ട് നോക്കിയാൽ ഒക്കത്തില്ല, അത് മുന്നോട്ട് നോക്കിയാലേ ഒക്കത്തില്ല. നമുക്ക് മുന്നോട്ട് പോകാൻ തടസ്സം പുറത്തല്ല, മുന്നോട്ട് പോകാനുള്ള തടസ്സം നമ്മുടെ ഹൃദയത്തിൽ. ദ ചാലഞ്ച് ഇസ് ഓൾവേസ് ഇൻസൈഡ്. ഞാൻ ചില പേരുകൾ ഒന്ന് പറയട്ടെ. വില്യം കോണാർ എന്ന് പറയുന്ന ഒരു വ്യക്തി, ഞാൻ പ്രൊണൗൺസ് ചെയ്യുന്ന ശരിയാണെന്ന് തോന്നുന്നു, വില്യം കോണാർ. ഹി ഈസ് ദ ഫൗണ്ടർ ഓഫ് CVS ഫാർമസി എന്ന് പറയുന്ന ഒരു കമ്പനി തുടങ്ങിയ ആളാണ്. നേഥൻ ഷാപ്പൽ, he was a real estate tycoon in California. ജാക്ക് ട്രാമിയൻ, കമോഡോർ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്ന പണ്ട്, അതായത് ഇന്നത്തെ കാലത്തല്ല, ആരംഭകാലത്ത് കമ്പ്യൂട്ടർ കമ്പനി തുടങ്ങി. ഫ്രെഡ് കോർട്ട് ഒരു ടോയ് കമ്പനി തുടങ്ങി. ഫെലിക്സ് സാൻഡ്മാൻ വിഷയ് ഇന്റർ ടെക്നോളജി എന്ന് പറഞ്ഞ ഇലക്ട്രോണിക്സ് കമ്പനി തുടങ്ങി. ഈ വ്യക്തികളുടെ പേര് ഞാൻ ബുക്കിൽ വായിച്ചതാണ്, എനിക്കും അറിയത്തില്ലായിരുന്നു, നിങ്ങൾക്കും അറിയാൻ സാധ്യത കുറവാണ്. പക്ഷെ ഇവരെല്ലാം വളരെ വളരെ പണക്കാരായിരുന്നു, സക്സസ്ഫുൾ ആയിരുന്നു. they were business people and millions of dollars ചാരിറ്റിയിൽ കൊടുത്തവരാണ്. ഇവരെല്ലാവരും millions of dollars ചാരിറ്റിയിൽ കൊടുത്ത, പ്രത്യേകിച്ച് യഹൂദന്മാരാണ്.
അപ്പൊ അതിനകത്ത് തന്നെ വേറെ ഒരു ഫാക്ടർ കൂടി ഇവർക്ക് യൂണിഫോം ആയിട്ടുണ്ട്. ഈ പറഞ്ഞ 5 പേരും, നിങ്ങൾക്ക് പേര് ഓർമ്മയില്ലെന്നറിയാം, ആൻഡ് ഡോണ്ട് സ്ട്രെസ്, അത് വിഷയമല്ല. ഈ പറഞ്ഞ 5 പേരും ഹോളോകാസ്റ്റ് വിക്ടിംസ് ആയിരുന്നു. ദേ വർ വിക്ടിംസ് ഓഫ് ഹോളോകാസ്റ്റ്. ഓരോരുത്തരുടെ കേസ് നോക്കിയാൽ ട്രാജഡി എന്നല്ല പറയേണ്ടത്. ഞാൻ ആദ്യം പറഞ്ഞ വില്യം കോണാർ എന്ന് പറയുന്ന ആള് 12ാമത്തെ വയസ്സിൽ ഓഷ്വിറ്റ്സിലുള്ള ഡെത്ത് ക്യാമ്പിൽ തന്നെ പിടിച്ചോണ്ട് കൊണ്ടുപോയി. അമ്മയും സഹോദരങ്ങളെയും ക്രൂരമായിട്ട് പീഡിപ്പിച്ചു. ഈ പീഡനമൊക്കെ പ്രായപൂർത്തിയായ ആൾക്കാർ പോലും കണ്ടാൽ അത് ശരിയാകത്തില്ല. 12 വയസ്സുള്ള ഒരു പയ്യൻ ഈ പീഡനമെല്ലാം സ്വന്തം വീട്ടുകാരുടെ മാത്രമല്ല, എത്രയോ ആൾക്കാരെ ക്രൂരമായി പീഡിപ്പിക്കുന്നതും കൊല്ലുന്നതും ദൃക്സാക്ഷിയായിരുന്ന ഒരു വ്യക്തി അതിൽ നിന്ന് പുറത്തിറങ്ങിയെന്ന് മാത്രമല്ല, ഒരു വലിയ ഫാർമസി കമ്പനി തുടങ്ങി ഒന്നുമില്ലാത്ത അവസ്ഥയിൽ. നേത്തൻ ഷാപ്പൽ എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം ഓഷ്വിറ്റ്സ് കോൺസെൻട്രേഷൻ ക്യാമ്പിൽ പോയി. വീട്ടുകാരെല്ലാരും കൊല്ലപ്പെട്ടു. തന്റെ കയ്യിൽ 134-138 എന്ന നമ്പർ ടാറ്റു ചെയ്തു. കാരണം ഈ നാസീസ് രജിസ്റ്റർ ചെയ്യുന്ന നമ്പർ ഇങ്ങനെ കയ്യിൽ ടാറ്റു ചെയ്യും. എന്നിട്ട് ഓരോ രജിസ്ട്രേഷൻ അനുസരിച്ചായി കൊല്ലുന്നത്. ഇദ്ദേഹത്തെ കൊല്ലുന്നതിന് മുമ്പ് യുദ്ധം തീർന്നു. താൻ അവിടുന്ന് രക്ഷപ്പെട്ട് അമേരിക്കയിലെത്തി. യുദ്ധം കഴിഞ്ഞപ്പോൾ ഒരു റെഫ്യൂജി ആയിരുന്നു. എല്ലാവരും റെഫ്യൂജീസ് ആയിരുന്നു, എല്ലാവരും അഭയാർത്ഥികളായിരുന്നു, റെഫ്യൂജീസ് ആയിരുന്നു. കുറച്ച് വർഷങ്ങൾ DP ആയിട്ട് ചെലവിട്ടു. DP എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്ഡ് പേഴ്സൺ. ഹി വാസ് എ ഡിസ്പ്ലേസ്ഡ് പേഴ്സൺ ഫോർ സം ഇയേഴ്സ്. ചെറുതായിട്ട് വീട് പണി ചെയ്ത് ആരംഭിച്ചതാ കാലിഫോർണിയയിലെ ഒരു റിയൽ എസ്റ്റേറ്റ് ടൈക്കൂൺ ആയിട്ട് മാറും. ഞാൻ ഈ ഒരു കാലഘട്ടത്തിൽ ഈ കേസുകൾ പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, അവർക്ക് അവരുടെ പ്രതിസന്ധിയിൽ നിന്ന് പൊങ്ങുമെന്ന് ഇത്രത്തോളം ചെയ്യാൻ ഒക്കുമെങ്കിൽ അവരെ കുറിച്ച് പറഞ്ഞ ഒരു കൊട്ടേഷൻ ആണ്. ദാറ്റ് ഇസ് വാട്ട് ഐഡ് ലൈക്ക് ടു ഷെയർ. ദേ അറൈവ്ഡ് ആസ് യങ് റെഫ്യൂജീസ് with scarred souls and broken bodies. അവർ അഭയാർത്ഥികളായിട്ടാണ് അമേരിക്കയിൽ എത്തിയത്. ആത്മാവിൽ വ്രണം, ശരീരം തകർക്കപ്പെട്ട അവസ്ഥയിൽ, ആത്മാവിൽ വ്രണവും ശരീരം തകർക്കപ്പെട്ട ക്രൂരമായ പീഡനം കഴിഞ്ഞിട്ടാണ് അവര് അഭയാർത്ഥികളായിട്ട് എത്തിയത്. ബട്ട് ദേ ന്യൂ വൺ ഫണ്ടമെന്റൽ ബിബ്ലിക്കൽ പ്രിൻസിപ്പിൾ. എന്നാൽ ബൈബിളിലെ ഒരു അടിസ്ഥാനപരമായ ഒരു തത്വം അവർക്കറിയാമായിരുന്നു. The way I am today has nothing to do with what I will be tomorrow. The way I am today has nothing to do with what I will be tomorrow. അത് നിങ്ങളൊന്ന് എന്റെ പുറകെ ഒന്ന് പറയാമോ? The way I am today, ഒന്ന് ഉറക്കെ പറയാമോ? The way I am today has nothing to do with what I will be tomorrow. I'll repeat it once again. You can also say it after me. The way I am today has nothing to do with what I will be tomorrow. I'm quoting Daniel Lepin, Rabbi Daniel Lepin. I'm really blessed by his book and I'm quoting him. He says the way I am today has nothing to do with what I will be tomorrow. He says it is a biblical principle. ബൈബിളിലുള്ള ഓരോ കഥാപാത്രത്തെ നോക്കി എങ്ങോട്ടെന്നറിയാതെ ഇറങ്ങിത്തിരിക്കുന്ന അബ്രഹാം, അഭിഷേകം കിട്ടി സാഹചര്യം പ്രതികൂലമായ ദാവീദ്, 80 വയസ്സ് വരെ ജീവിതത്തിലെ ഒരു സ്വപ്നവും നടക്കാതിരുന്ന, ജീവിതം തീർന്നു എന്ന് ചിന്തിച്ച മോശ, വർഷങ്ങൾ കാരാഗ്രഹത്തിൽ കഴിഞ്ഞ യോസേഫ്, അഭയാർത്ഥിയായി എടുക്കപ്പെട്ടുകൊണ്ട് പോയ ദാനിയേൽ. ബൈബിളിലെ ഓരോ കഥാപാത്രം നോക്കിയേ. ദിസ് ഇസ് എ ബിബ്ലിക്കൽ പ്രിൻസിപ്പിൾ. The way I am today has nothing to do with what I will be tomorrow. Why? Because we have a God. We have a God. There is a God of the Bible. ഇന്നത്തെ ദൈവം, ഇന്ന് നമ്മളെ നടത്തുന്ന ദൈവം, ഇന്നതിൽ നിന്ന് പുറത്തോട്ട് കൊണ്ടുവരാനും അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം നയിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ദൈവമാണ്. ഞാനിത് പറയുന്നത് നമുക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രമല്ല. നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നത് ഓർത്തോണം, അത് നമുക്ക് വേണ്ടി മാത്രമല്ല. ഇറ്റ് ഇസ് ഫോർ ദ കമ്മ്യൂണിറ്റി. ഒരാൾ വഴി ഒരുക്കിയാൽ ആ ഒരാൾക്ക് വേണ്ടിയല്ല. ഒരാൾ ഒരു തോണി പണിതാൽ അത് ഒരാൾക്ക് വേണ്ടി മാത്രമല്ല ഉപകാരപ്പെടുന്നത്, അനേകർക്ക് അക്കരെ കടക്കാൻ അത് സഹായമായി തീരും. So why don't you build something? Do something that will make God smile. Do something that will make your family smile. Do something that will make your neighbors smile. And do something that will make those who are coming after you smile. ഈ സ്മൈൽ എന്ന് ഞാൻ പറഞ്ഞെങ്കിലും ഈ മാസ്ക് ഇട്ടേക്കുന്നതുകൊണ്ട് ഇപ്പോൾ സ്മൈൽ കാണാൻ ഒത്തില്ലെങ്കിലും ഇപ്പൊ എല്ലാവരും മാസ്ക് ഇട്ടുകൊണ്ടാണല്ലോ നടക്കുന്നത്. പക്ഷെ നമ്മുടെ ഹൃദയത്തിൽ അറിയാനൊക്കും. വി ആർ ലിവിങ് ഇൻ എ പിൽഗ്രിമേജ്.
നമ്മൾ നമ്മുടെ നിത്യഭവനത്തിലോട്ട് പൊക്കോണ്ടിരിക്കുക. പോകാൻ 2 വഴിയുണ്ട്. വേണേ ചുമ്മാ ഇങ്ങനെ അങ്ങ് ജീവിച്ചു എന്ന് പറഞ്ഞങ്ങ് പോകാം. രണ്ടാമത്തെ ഒരു വഴി എന്ന് പറയുന്നത് ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ എന്ന് പറഞ്ഞ് ഒരു വഴി വെട്ടി ഒരു തൈ നടുമ്പോൾ അതിന്റെ ഫലം ആര് കഴിക്കുമെന്ന് നമുക്കറിയത്തില്ലല്ലോ. We don't know. പക്ഷെങ്കിൽ ഒരു വിശ്വാസത്തോടെ നടുക. So do that today. Sow a seed. Do some planting. ഞാൻ പറഞ്ഞ ലിറ്ററലി കൃഷി ചെയ്യണമെന്നല്ല. Maybe it can be that. But do something. Make a way. Make somebody smile in your life. Make God smile. And make those who come after you smile. ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ. അവസാനമായിട്ട് എനിക്ക് പറയാനുള്ള കാര്യം, അവസാനമായിട്ട് ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നത് 103-ാം സങ്കീർത്തനത്തിന്റെ 3-4 വാക്യമാണ്. Psalm 103 verses 3 and 4. അത് ദ പാഷൻ എന്ന് പറഞ്ഞ ഒരു വേർഷൻ ഉണ്ട്. എനിക്ക് കിൻഡിലാണ് കിട്ടിയത്. കിൻഡിൽ ഐ റീഡ് ഇറ്റ് ആൻഡ് ഇറ്റ്സ് എ വെരി ഇമോഷണൽ ട്രാൻസ്ലേഷൻ. ഒത്തിരി ഇമോഷണൽ ആയിട്ടുള്ള ഒരു ട്രാൻസ്ലേഷനാണ്. ഞാൻ ആഗ്രഹിച്ചത് ഇത് ഡിസ്പ്ലേ ചെയ്ത് നമ്മൾ ഒരുമിച്ച് വായിക്കണമെന്നായിരുന്നു. എന്റെ സ്ക്രീൻ ഷെയറിംഗ് വല്ലാണ്ട് ഫെയിൽ ആയിപ്പോയി. ബട്ട് ഐ എം സോറി ടു ഡിസപ്പോയിന്റ് യു ദാറ്റ് വേ. പക്ഷെങ്കിൽ അത് ഞാൻ സ്ലോ ആയിട്ട് വായിക്കാൻ ശ്രമിക്കട്ടെ. Psalm 103 verse 3 and 4 in the passion എന്ന് പറഞ്ഞ വേർഷനിൽ, you kissed my heart with forgiveness. See, so beautiful it is. You kissed my heart with forgiveness. ദൈവമേ നീ ക്ഷമിച്ചു എന്ന് പറയുന്നതിന് പകരമായിട്ട്, ദൈവമേ നീ എനിക്ക് ചുംബനം, എന്റെ ഹൃദയത്തിന് ചുംബനം തന്ന് നീ എന്നെ ക്ഷമിച്ചു. You kissed my heart with forgiveness in spite of all I have done. ഞാൻ ചെയ്തതൊക്കെയും ഞാൻ ചെയ്തല്ലോ, അതൊന്നും അർഹിക്കുന്നില്ല, പക്ഷെ നീ എന്നെ ചുംബിച്ച് നീ എന്നെ ക്ഷമിച്ചു എന്നാണ് ആ ട്രാൻസ്ലേഷനിൽ നമ്മൾ വായിക്കുന്നത്. You have healed me inside and out from every disease. നീ എല്ലാ രോഗത്തിൽ നിന്നും, സകല രോഗത്തിൽ നിന്നും, അകത്തും പുറത്തും നീ എന്നെ സൗഖ്യമാക്കി. You have rescued me from hell and saved my life. നീ എന്നെ പാതാളത്തിൽ നിന്ന് രക്ഷിച്ച് എന്റെ ജീവനെ നീ രക്ഷിച്ചിരിക്കുന്നു. You have crowned my life with love and mercy. നീ എന്റെ ജീവിതത്തെ ജീവൻ കൊണ്ടും കരുണ കൊണ്ടും എന്നെ കിരീടം അണിയിച്ചിരിക്കുന്നു. You have kissed my life with forgiveness in spite of all I have done. You have healed me inside and out from every disease. You have rescued me from hell and saved my life. You have crowned my life with love and mercy. നമ്മൾ ഈ സങ്കീർത്തനം വായിക്കുമ്പോൾ യോനയുടെ ആ പ്രാർത്ഥനയുമായിട്ട് ഒത്തിരി ചേർന്ന് വരുന്നുണ്ട്. പാതാളത്തിൽ നിന്ന് നിലവിളിക്കുന്ന യോന. സങ്കീർത്തനക്കാരൻ എന്താ പറയുന്നത്? നീ എന്നെ പാതാളത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. എന്നാൽ 4-ാം വാക്യത്തിൽ, yet I shall again look upon your holy temple. എങ്കിലും ഞാൻ നിന്റെ വിശുദ്ധ മന്ദിരത്തിങ്കിലേക്ക് നോക്കിക്കൊണ്ട് ഇരിക്കും എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഇന്ന് നമ്മളുടെ സാഹചര്യത്തിൽ പാതാളം പോലെയുള്ള അനുഭവമാണ് നമ്മളെ അനുഭവം എന്ന് നമുക്ക് തോന്നിയേക്കാം. ദൈവം നമ്മളെ കാക്കുന്നു. എനിക്ക് പ്രശംസിക്കുവാനൊന്നുമില്ല. ഈ ഹോസ്പിറ്റലിൽ നല്ല ഫെസിലിറ്റി ഇല്ലെങ്കിൽ, വീട്ടുകാരുടെ കാര്യം എന്താണെന്നറിയാതെ പാതാളം പോലുള്ള അനുഭവത്തിലൂടെ കടന്നു പോകുന്ന അനവധി ആൾക്കാർ. എത്രയോ മെസ്സേജസ് കേൾക്കുമ്പോൾ കുഞ്ഞ് തന്നെ വീട്ടിലായിരിക്കും, പേരൻസ് ആശുപത്രിയിൽ അഡ്മിറ്റ് ആണ്, കൊച്ചു കുഞ്ഞുങ്ങൾ സ്വന്തമായിട്ട് ജീവിക്കാൻ ആയിട്ടില്ല. ഒന്ന് ഓർത്തു നോക്കിക്കേ, ആ പേരൻസ് എന്ത് ചിന്തിച്ചോണ്ടായിരിക്കും ആ ICUവിൽ ജീവിതം കഴിക്കുന്നത്. പാതാളത്തിന്റെ അനുഭവം. എന്നാൽ പാതാളത്തിലും അന്ധകാരത്തിലും കുറ്റബോധം വല്ലാണ്ട് കയറി നമ്മളെ തളർത്തിക്കളയുമ്പോൾ, കർത്താവെ ഞാൻ ചെയ്തതൊക്കെ ഞാൻ ചെയ്തിട്ടും നീ എന്നെ ചുംബിക്കുന്നു, യു കിസ് മീ വിത്ത് ഫോർഗിവ്നെസ് എന്ന് വിശ്വാസത്തോടെ ചിന്തിക്കുവാനും പ്രാർത്ഥിക്കുവാനും ദൈവം കൃപ തരട്ടെ. സോഷ്യൽ ഡിസ്റ്റൻസിങ് ദൈവത്തിന് ബാധകമല്ലല്ലോ. ആരും നമ്മളെ തൊടാതിരിക്കുമ്പോഴും നമ്മളെ മാർവോട് അണയ്ക്കുന്ന ഒരു ദൈവമുണ്ട്. ഹി ഈസ് കിസ്സിങ് അവർ ഹാർട്ട് വിത്ത് ഫോർഗിവ്നെസ്. അവൻ നമ്മളെ റിസ്റ്റോർ ചെയ്യുന്നു. അവൻ നമ്മളെ അകത്തും പുറത്തും സൗഖ്യമാക്കുന്നു. പാതാളത്തിലൂടെ കടന്നു പോകേണ്ടി വന്നാലും ദൈവത്തിന്റെ മന്ദിരം കാണുവാൻ തക്കോണം നമ്മുടെ ഉൾക്കണ്ണുകളെ തുറക്കുന്ന ദൈവമാണ് നമ്മളുടെ ദൈവം. എന്തും ഭവിക്കട്ടെ, ദൈവം അറിയാതെ ഒന്നും ഭവിക്കുന്നില്ല എന്ന് ചിന്തിച്ച്, കർത്താവേ നീ എന്റെ ജീവിതത്തെ ജീവനും കരുണ കൊണ്ടും എന്നെ അണിയിക്കുന്നു. യു ക്രൗൺ മീ വിത്ത് ലവ് ആൻഡ് മേഴ്സി. ഏറ്റു പറയുവാൻ, ഓരോ ദിവസവും ഏറ്റു പറയുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമ്മളെ തന്നെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഈ ദിവസങ്ങളിൽ നമ്മളെ ഭരിക്കുന്ന വികാരം എന്താ? നമ്മളെ ഭരിക്കുന്ന വികാരം ഭയമാണെങ്കിൽ, പ്രിയ ദൈവമക്കളെ,
ദൈവത്തിന് പറയാൻ ഒരു കാര്യമേ ഉള്ളൂ. ഡോണ്ട് ഫിയർ നോട്ട്. പേടിക്കണ്ട. പേടിച്ചിട്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. പേടിക്കണ്ട. നമ്മുടെ സാഹചര്യം എന്തായിരുന്നാലും പാതാളം പോലുള്ള സാഹചര്യമാണെന്ന് തോന്നിയാൽ നമ്മുടെ ഉൾക്കണ്ണുകളെ ദൈവമേ നീ തുറക്കണമേ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അപ്പൊ എനിക്കൊന്നും കാണാൻ കഴിയുന്നു. എല്ലാവരും പ്രാർത്ഥിച്ചാൽ ആയിരിക്കുന്ന ഇടത്ത് ഓരോ ഇടത്തും പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. നിങ്ങളുടെ ആ മുറിയിൽ നിന്ന് പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. ഐ റിക്വസ്റ്റ് യു, ഞാൻ വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ്, പറ്റുമെങ്കിൽ ഉറക്കെ പ്രാർത്ഥിക്കുക. മൈക്ക് ഓൺ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഉറക്കെ പ്രാർത്ഥിക്കുക. ഉറക്കെ പ്രാർത്ഥിക്കുക. Pray aloud and pray to God. God, open my eyes so that I can see you. കർത്താവെ, നിന്നെ ഒന്ന് കാണുവാനായി എൻ്റെ കണ്ണുകളെ നീ തുറക്കണം. കർത്താവെ, നിന്നെ ഒന്ന് കാണുവാൻ എൻ്റെ കണ്ണിനെ നീ തുറക്കണമേ. ഞാൻ വല്ലാണ്ട് കുടുങ്ങിയിരിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ വല്ലാണ്ട് തകർന്നിരിക്കുന്നു. ഒരു സമൂഹമായിട്ട് ഞങ്ങൾ തകർന്നിരിക്കുകയാണ്. ഞങ്ങൾ അകപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങൾ കുടുങ്ങിയിരിക്കുകയാണ്. ഞങ്ങൾ ലോക്ക്ഡൌണിലാണ്, കണ്ടെയ്ൻമെന്റിലാണ്. ഞങ്ങൾക്കൊന്നും ചെയ്യാനൊക്കുന്നില്ലല്ലോ കർത്താവെ. എന്നാൽ നിന്റെ വിശുദ്ധ മന്ദിരത്തിന്റെ ആ ദർശനം ഒന്ന് കാണുവാൻ നീ എന്റെ കണ്ണിനെ ഒന്ന് തുറക്കണമേ. യെശയ്യാവ് കണ്ടതുപോലെ ഉയർന്നും പൊങ്ങിയിരിക്കുന്ന സിംഹാസനം കാണുവാൻ കർത്താവെ നിന്റെ കണ്ണിനെ തുറക്കണമേ. Lord, open my eyes so I can see. Open my eyes, oh Lord, so I can see. I want to see you. Open the eyes of my heart. I want to see. Open the eyes of my heart, oh Lord. I want to see you. എനിക്ക് ആ പ്രത്യാശയിൽ ജീവിക്കാൻ കൃപ തരണമേ. എനിക്കൊന്നും അവകാശപ്പെടാനില്ല. എന്റെ സാഹചര്യം മെച്ചപ്പെട്ടിട്ടല്ല. തിരമാലകൾ അടിച്ചു വരുന്നു എന്നേ എനിക്ക് അറിയുന്നുള്ളൂ. കടൽ പായൽ എന്റെ തലയിൽ കയറി ഇരിക്കുന്നു എന്നേ എനിക്ക് അറിയുന്നുള്ളൂ. പക്ഷെ കർത്താവേ, നീ എന്റെ ജീവനും കരുണയും തന്നെ എന്നെ അണിയിക്കും, കിരീടം അണിയിക്കുമെന്ന് വിശ്വസിക്കുവാൻ കൃപ തരണമേ. Lord, I am just facing one wave after another. I want you to pray, God, I am just facing one wave after another. തിരമാലകൾ ഒന്നിന്റെ പിന്നാലെ ഒന്നായിട്ട്, ഒരു വാർത്ത, അത് കഴിയുമ്പോൾ അതിനേക്കാൾ ദുഃഖിപ്പിക്കുന്ന വാർത്ത, മരണവാർത്തയ്ക്ക് ശേഷം മരണവാർത്ത, രോഗത്തിന് ശേഷം രോഗത്തിന്റെ വാർത്ത. തിരമാലകൾ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നു. കടൽ പായലിന്റെ തലയിൽ ചുറ്റിയിരിക്കുന്നു. പക്ഷെ ഞാൻ വിശ്വാസത്തോടെ പറയുകയാണപ്പാ, നീ എന്നെ ജീവനും കരുണയും അണിയിക്കുന്ന ദൈവമാണ്. You crown me with love and mercy. You crown me with love and mercy. You kiss my heart with forgiveness. Thank you, Lord. Thank you, Lord. സ്വർഗത്തിലെ ഞങ്ങളുടെ ദൈവമേ, നിന്റെ കൃപയിൽ നീ ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളെ തളർത്തുന്ന വികാരങ്ങളിൽ നിന്ന്, ഞങ്ങളെ ക്ഷീണിപ്പിക്കുന്ന ഇമോഷൻസിൽ നിന്ന് ഞങ്ങളെ സൗഖ്യമാക്കി നിന്നിൽ വിശ്വസിക്കുവാൻ, നിന്നിൽ പ്രത്യാശ വെക്കുവാൻ നീ ഞങ്ങൾക്ക് കൃപ തരണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കുക. ഞങ്ങൾ ബലഹീനരാണ്. ഞങ്ങൾക്ക് സാധിക്കാത്ത സാഹചര്യങ്ങളാണ്. ഇതിനു മുമ്പ് ഇങ്ങനത്തെ ഒരു സാഹചര്യം ഞങ്ങൾക്ക് പരിചയമില്ല. പക്ഷെങ്കിൽ കർത്താവേ, ദൈവത്തിന്റെ ഭയത്തിൽ ഹൃദയം നിറഞ്ഞുകൊണ്ടും കയ്യിൽ ഒരു അരിവാളെടുത്ത് ഒരു പുതിയ വഴി വെട്ടുവാൻ ഞങ്ങളുടെ കരത്തെ നീ അഭ്യസിപ്പിക്കണം. Teach my hands to make a new way where there is no way. Fill my heart with your fear and teach my hands to make a new way. So Lord, we can go and make a way, do something. ഞങ്ങളുടെ പരിമിതമായ സാഹചര്യത്തിൽ പുതിയതായി എന്തെങ്കിലും ചെയ്ത് ഒരാളെയെങ്കിലും, രണ്ടുപേരെയെങ്കിലും ഒന്ന് അനുഗ്രഹിക്കുവാൻ, അതിലും അധികം ആൾക്കാരെ ഒന്ന് അനുഗ്രഹിക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ ആത്മീയ ജീവിതത്തെ നീ കാത്തുകൊള്ളണമേ. ഞങ്ങളെ ആത്മീയമായി നീ നിലനിർത്തണമേ. ഞങ്ങൾക്ക് നല്ല ശീലങ്ങളെ തരണമേ. പണത്തിന്റെ കാര്യത്തിൽ നല്ല ശീലങ്ങൾ തരണമേ. ജീവിക്കാൻ പുതിയ അധ്യായം നീ ഞങ്ങൾക്ക് തരണമേ. പുതിയതായി ചിലതൊക്കെ ചെയ്യുവാൻ നിരാശയിൽ തകർച്ചയിലും ഒന്ന് നിവർന്ന് നിൽക്കുവാൻ നീ ഞങ്ങളെ പഠിപ്പിക്കണമേ. കരഞ്ഞുകൊണ്ടിരിക്കാതെ എഴുന്നേറ്റ് ചെരുപ്പിട്ട് മുന്നോട്ട് വടിയെടുത്ത് നടക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. ചെങ്കടലിന്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോഴും കർത്താവ്, ചെങ്കടൽ നീട്ടി വടി ഉണ്ടാക്കുവാൻ നീ ഞങ്ങളുടെ കരത്തെ പഠിപ്പിക്കണമേ. അപ്പ ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ സമൂഹവും അനുഗ്രഹിക്കപ്പെടണമേ. ഞങ്ങളുടെ പ്രാർത്ഥന നീ ഉപയോഗിക്കണം. ഞങ്ങളുടെ ജീവിതത്തെ നീ ഉപയോഗിക്കണം. ഞങ്ങളുടെ സംരംഭത്തെ നീ ഉപയോഗിക്കണം. ഞങ്ങളുടെ ചാരിറ്റിയെ നീ ഉപയോഗിക്കണം. ഞങ്ങളുടെ തീരുമാനങ്ങളെ നീ ഉപയോഗിക്കണമേ. മുറ്റുമായി സമർപ്പിക്കണം. ഇനിയുള്ള ആയുസ് നിനക്ക് വേണ്ടി ജീവിക്കാൻ സഹായിക്കും. എത്ര നാളെന്നല്ല, ജീവിക്കുന്ന നാളുകൾ നിനക്ക് സന്തോഷവും നിനക്ക് പ്രശംസയും തോന്നുന്ന രീതിയിൽ ജീവിക്കുവാൻ നീ ഞങ്ങളെ സഹായിച്ചു. പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തോത്രം. മഹത്വം നീ എടുക്കണം. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ. Amen. I'd like to thank dear Tirumeni, dear Achans, and all of you for giving me a very patient hearing
വളരെ ശ്രദ്ധയോടെ നിങ്ങൾ കേട്ടു. ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ എല്ലാവരുടെയും എക്സ്പ്രഷൻസ് ഒക്കെ ഗേജ് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആണെങ്കിലും ബട്ട് ഐ താങ്ക് യു ഫോർ യുവർ പേഷ്യൻറ്റ് ഹിയറിംഗ് ആൻഡ് റിക്വസ്റ്റ് യുവർ പ്രേയേഴ്സ്. നിങ്ങളുടെ അതേ സാഹചര്യത്തിലൂടെ ഞാനും കടന്നു പോകുന്നു, ലോകമെല്ലാം കടന്നു പോകുന്നു. അന്യോന്യം പ്രാർത്ഥിക്കുവാനും ദൈവം നമ്മളെ സഹായിക്കട്ടെ. താങ്ക് യു അഗെയിൻ ആൻഡ് ഐ താങ്ക് യു ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. ഐ എം സോ ഗ്രേറ്റ്ഫുൾ ടു യു, റിയലി ഗ്രേറ്റ്ഫുൾ ടു യു ആൻഡ് ഗോഡ് ബ്ലെസ് യു. താങ്ക് യു വെരി മച്ച്. ഓവർ ടു യു അച്ഛ. നമുക്ക് എന്തെങ്കിലും ഡിസ്കഷൻ ഉള്ളതായ ഒരു സമയമാണ്. ഷെയർ ചെയ്യാനായിട്ടോ എന്തെങ്കിലും ചോദിക്കാനായിട്ടൊക്കെ ഉള്ളതായ ഒരു ഫ്യൂ മിനിറ്റ്സ് താല്പര്യപ്പെടുന്നവർക്ക് അതിനുള്ളതായ സമയമുണ്ട്. പറയാൻ ആരും ഒന്നും പറയുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. തിരുമേനി കൺക്ലൂഡ് ചെയ്യോ? ആരാ കൺക്ലൂഡിംഗ് പ്രയർ? ആരാ? വോട്ട് ഓഫ് താങ്ക്സ് ഉണ്ട്. പറഞ്ഞു. സെക്രട്ടറി SYF സജി കെ തോമസ്. വോട്ട് ഓഫ് താങ്ക്സ്. അഭിവന്യ തിയോഡേഷ്യസ് തിരുമേനി, ബിനോയ് അച്ഛൻ, ഷാജിൻ അച്ഛൻ, ജിബി ബ്രദർ, സീനിയർ യൂത്ത് ഫോറം മെമ്പേഴ്സ്, എല്ലാ ഇടവക ജനങ്ങളെ, എല്ലാവർക്കും ദൈവനാമത്തിലുള്ള സ്നേഹവന്ദനം. ഈ പുതിയൊരു മീഡിയത്തിലൂടെ കർത്താവിന്റെ നാമത്തിൽ നമുക്ക് ഒന്നിച്ചു കൂടാനും ഈ സന്ധ്യ ഒരുക്കാനും ദൈവം അനുവദിച്ചതിലുള്ള നന്ദി ദൈവത്തോട് ആദ്യമേ അർപ്പിക്കുന്നു. ഇന്ന് ഈ മീറ്റിംഗിൽ ഏറ്റവും സർപ്രൈസ് ആയിട്ട് അഭിവന്യ തിയോഡേഷ്യസ് തിരുമേനി നാട്ടിൽ നിന്നും നമ്മുടെ ഒപ്പം സംബന്ധിച്ചുള്ള അതിയായ സന്തോഷമുണ്ട്. ബഹുമാനപ്പെട്ട തിരുമേനിയോടും ഈ മീറ്റിംഗിൽ സീനിയർ യൂത്ത് ഫോറത്തിന്റെ ഈ മീറ്റിംഗിലേക്ക് വന്ന് സംബന്ധിച്ചിട്ടുള്ള അതിയായ സ്നേഹവും നന്ദിയും ഈ സമയത്ത് അർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു മീഡിയം കല്യാൺ മാർത്തോമ ഇടവകയിലേക്ക് ഇത് തുടങ്ങിയത് 2 മാസത്തിന് മുകളിലായി, ഏകദേശം 3 മാസത്തോളമായി. ഇതൊരു ലോക്ക്ഡൌണിന്റെ കാലയളവില് എല്ലാവരും വീട്ടിലിരിക്കുമ്പോൾ കർത്താവിന്റെ നാമത്തിൽ എങ്ങനെ ഒന്നിച്ചുകൂടാം, പുതിയ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് കൂടിവരവുകള് പുതിയ സാഹചര്യത്തില് ഏറ്റവും കരുത്തായിട്ട് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിച്ചത് നമ്മുടെ ഇടവികാരി ബിനോയ് അച്ഛനാണ്. അച്ഛന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 3 മാസമായിട്ട് സൂമിലൂടെയും അല്ലാതെ ഓഡിയോ ക്ലിപ്പിലൂടെയും ദൈവവചനം പ്രചരിപ്പിക്കുന്നു. അച്ഛനോട് ലഭിക്കുന്ന എല്ലാ നല്ല നടത്തിപ്പിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ മീറ്റിംഗിൽ അച്ഛനാണ് ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഇതുപോലെ ഒരു പ്രോഗ്രാം നമുക്ക് സംഘടിപ്പിക്കാമെന്ന് അച്ഛൻ പറയുകയും ഈ ഒരു സന്ധ്യ ഒരുക്കിയതിലുള്ള നന്ദി ബഹുമാനപ്പെട്ട ബിനോയ് അച്ഛനോട് അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്നത്തെ എല്ലാ സൺഡേയിലും യൂത്ത് മീറ്റിംഗ് ഉണ്ട്. ആ യൂത്ത് മീറ്റിംഗ് ക്യാൻസൽ ചെയ്തുകൊണ്ട് അവരെ കൂടെ ഉൾപ്പെടുത്തിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം നടത്താമെന്ന് സംബന്ധിച്ച് തീരുമാനിച്ച ഷാജനത്തിനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു മീറ്റിംഗ് ഇത്രയും ഫലവത്താക്കുവാൻ ഏറ്റവും പ്രഗത്ഭനായ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള മാർത്തോമ ഇടവകയിലും മറ്റു സമൂഹത്തിലും ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ജിബി തോമസ് കുരുവിളയാണ്. അദ്ദേഹത്തോട് ബഹുമാനപ്പെട്ട അച്ഛൻ നിരന്തരമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നു. ഒരു പ്രാവശ്യം സംസാരിക്കാൻ ഇടകിട്ടി. ആ സമയത്തെല്ലാം നല്ല വാക്കുകൾ പറഞ്ഞു. ഇത്രയും അർത്ഥവത്തായിട്ടുള്ള നമ്മൾ ഈ ലോക്ക്ഡൌൺ കാലഘട്ടത്തിൽ മുന്നോട്ട് പോകുമ്പോൾ
ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ പുതിയ മാർഗങ്ങളെ ദൈവനാമത്തിൽ നമ്മളെ പറഞ്ഞു തന്ന ബഹുമാനപ്പെട്ട GB ബ്രദറിനോടുള്ള സീനിയർ യൂത്ത് അതുപോലെ തന്നെ പാട്ടും വേദഭാഗ വായനയും നടത്തിയ എല്ലാ സീനിയർ യൂത്ത് ഫോറം മെമ്പേഴ്സിനുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ സീനിയർ യൂത്ത് ഈ കൂടിവരവിൽ ഇടവക ജനങ്ങൾ ബോംബെയിലും ഇന്ത്യക്ക് പുറത്തും മറ്റ് ഇടവകളിൽ നിന്നും സംബന്ധിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരോടുള്ള നന്ദി സീനിയർ യൂത്ത് ഫോറം നാമത്തിൽ അർപ്പിക്കുന്നു. ഇന്നത്തെ ദിവസം അനുഗ്രഹമായി തീരട്ടെ. കൂടുതൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. വാക്കുകൾ കൊടുക്കും. നന്ദി, നമസ്കാരം. Mr. Jacob Matthew പ്രാർത്ഥിക്കും. Let us bow down for prayer. Before we pray, I just want to thank Almighty for giving us this great opportunity for examining how life should be lived during these difficult times. I know each one of us are going through different struggles, different stress, different crises at different levels, but we should remember there's one God above who's seeing us, who's watching us, and who's giving us the protection and the patience to go through this. So there is a small hymn which I like to sing before I go to my prayer. Would appreciate if you could join along with me. ഒരു നാളും പിരിയാത്ത നല്ല സഖിയായി എൻ്റെ യേശു അരികിലുണ്ട്. എന്നെ തളരാതെ കരം തന്നു നയിച്ചിടുവാൻ മതിയായ ബലവാനവൻ. അവൻ നടത്തുന്ന വഴികളും കരുതുന്ന വിധങ്ങളും അനന്യമാം കൃപയാലത്രേ. അവൻ നടത്തുന്ന വഴികളും കരുതുന്ന വിധങ്ങളും അനന്യമാം കൃപയാലത്രേ. ഒരു നാളും പിരിയാത്ത നല്ല സഖിയായി എൻ്റെ യേശു അരികിലുണ്ട്. എന്നെ തളരാതെ കരം തന്നു നയിച്ചിടുവാൻ ബലവാനവൻ. Most gracious and loving Father, we thank you for this beautiful evening that you gave us to discuss, to understand how life should be seen during difficult times. Especially, we want to thank for Brother GB Thomas, who shared with us his thoughts, his insights. So during this troubled time, we can think different. We can understand the different perspectives of life and how it should be faced. Heavenly Father, we know that you will not give us any trouble that we will not be able to overcome. We know that you will only give us which we will be able to complete, we will be able to overcome in this world. We pray that you give us a meaningful and purposeful life and teach us how to survive in this pandemic. Help us to overcome the struggles, the constraints that we have. And moreover, help us to count the blessings that you have given to us till this day of our life. I think that's what would help us believe and move ahead with more positivity. Lord, we have meditated on the portion on Jonah. Very often, when God wants us to go to Nineveh, we prefer going to Tarshish. So help us to understand your will, your call, so that we move into the direction of your will, of your desire.
so that we see things working in our favor according to your will, so that we have the privilege and partnership with you, Lord. Help us to take the choices which you make for us and not our own choices. Help us to not get hardened and desensitized and face the tragedies of this world. Help us to come closer to you and live in integrity and trust. Lord Jesus, we pray for all those who could join this session, especially we thank you for the presence of our beloved Tirumeni in this session. Take care of him in his new assignment, in this new location, so that he fulfills your will wherever he is placed. Thank you for our Achans and all the members, all the prayer groups, and all the youths and all the senior youth members, all those who are attending this evening's session. Open our eyes and mind so we see you more closer, so that we know that you are the Lord, you are the beginning and the end. Nothing in this world is possible without you. So we submit all our storms, all our troubles into your hand. We know that you're there always. That's the assurance we have. Lord Jesus, you, you take care of us in our daily lives and help us to overcome all the stress and trouble that we are going through these days. We pray for all the other people who are losing their life, who are in distress, who have lost their family members. Every day we listen people losing their life either because of COVID or because of heart attack or due to stress. Lord Jesus, we know that we need to trust in the Word of God. The Word of God is the only source which will keep us afloat during this troubled time. And we truly believe, help us to make it a lifestyle to depend on the Word of God and the prayer time that we have daily with you. It's not just coming to you when we are in trouble, when we're in distress, but to have a direct relationship with you on a daily basis, give more time to you and see the blessings that come in our way. Lord Jesus, we thank you for all the blessings, all the time you have given us in this world to live. Help us to be a blessing to others around us, even those during this troubled time. You use us as your instruments. Help us to be a blessing in the society, in the locality, and for the nation. We will rise above all this and say that we have a living God who listens to our prayer and he strengthens us daily. That is the courage that leads us. Give us that vision to come and share with others and be a light for you in this world. We know where you are there, there is light. Keep us away from the darkness of this world. So we come closer to you and see our life with more meaning and purpose. Lord Jesus, thank you for listening to our prayer. Thank you once again for all the people who have organized this session. Thank you for all the people who have worked behind this day's program. Be with each one of us as we close this session. All this I ask in the most precious name of our Lord and Savior Jesus Christ. Amen. Amen. Dear friends, I want to take this opportunity to thank God for this blessed evening. I thank God that all of you are present to attend to the session we had. And I take this opportunity to thank Deepan Ram Skurula for preparing this talk very well. You communicated very well, and the ministry is of the Lord, and the Lord will bless your ministry. And in the coming days also, may the Lord make you a useful instrument in His hand for His glory. God is in our midst, and let us therefore bow our heads to receive the benediction. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപ, പരിശുദ്ധ റൂഹായുടെ സംസർഗം, സഹവാസം പ്രിയരെ നമ്മുടെ എല്ലാവരോടും കൂടെ ഈ രാത്രിയും എപ്പോഴും ഇരിക്കുമാറാകട്ടെ. ആമേൻ. Thank you. God bless. Thank you, Tirumeni.
താങ്ക് യു ജിബി. Thank you, Acha. Thank you for the opportunity. Thank you so much. Thank you, GB, once again. Thank you. Thank you. Thank you for your patient hearing. അതുകൊണ്ട് എല്ലാരും ടയർഡായെന്ന് തോന്നുന്നല്ലോ. മണിക്കൂറായില്ലേ? അതെ, മാക്സിമം പാർട്ടിസിപ്പേറ്റ്സിന് 100 വരെ പറ്റത്തുള്ളായിരുന്നു. അത്രയും വിൻഡോസ് ഓപ്പൺ അല്ലായിരുന്നു. മാക്സിമം നമ്മൾ ഫുള്ളായി. നല്ല പാർട്ടിസിപ്പേഷൻ ആയിരുന്നു അച്ഛാ. നല്ല പാർട്ടിസിപ്പേഷൻ അറൗണ്ട് 300 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. ഹൈദരാബാദിലൊക്കെ ക്ലാരിറ്റി കുറവാ, അതാ മെയിൻ പ്രോബ്ലം. അപ്പം നമ്പേഴ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് പുറത്ത് വരുന്നില്ലെന്ന് തോന്നുന്നു. ടെസ്റ്റിംഗും കുറവാണെന്ന് തോന്നുന്നു. പക്ഷെ 300-400 വെച്ചൊക്കെ ആണെന്നുണ്ടെന്ന് തോന്നുന്നു ഡെയിലി. എല്ലായിടം കുറച്ച് ഒതുക്കി വെക്കും. ഒതുക്കി. ഞങ്ങളുടെ ഏരിയയിൽ ഇതുവരെ അങ്ങനെ കണ്ടെയ്ൻമെന്റ് അങ്ങനെ വലിയായിട്ടായിട്ടില്ല. മാനേജ് ചെയ്ത് പോകുന്നു. സൺഡേ സർവീസ് എടുക്കുന്നുണ്ടോ അച്ഛാ? അങ്ങനെ വല്ലതും ഉണ്ടോ? സൺഡേ രാവിലെ ഉണ്ടായിരുന്നു 9 o'clock. ഞങ്ങൾക്ക് സൂമിൽ തന്നെ. സൂമിലുണ്ടല്ലേ? മുഴുവൻ സൂമിലായപ്പോ. ഏരിയ പ്രയർ ഉണ്ട്, ഓർഗനൈസേഷൻ മീറ്റിംഗ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഇപ്പൊ നോർമൽ ചർച്ച റൺ ചെയ്തതിനെക്കാട്ട് കൂടുതൽ പ്രോഗ്രാംസ് ഉണ്ട്. ടീനേജേഴ്സ് മീറ്റിംഗ് ഉണ്ട്, യൂത്ത് മീറ്റിംഗ് ഉണ്ട്, സ്കൂൾ ക്ലാസ്സുകളുണ്ട്. സൈജ, താങ്ക് യു. Thank you once again. Yeah, thank you, Saja. Nice to see you so close, I think. Same here. തുരുത്തിക്കാടുകാരനാ കേട്ടോ. തുരുത്തിക്കാടിലാ സ്വദേശം. തുരുത്തിക്കാട്. ഞാൻ ബോംബെ 10 വർഷം ഉണ്ടായിരുന്നു. 92 വരെ ബോംബെയിൽ ഉണ്ടായിരുന്നു. 83 to 92 ബോംബെയിൽ ഉണ്ടായിരുന്നു. ഞാൻ ലീവ് ചെയ്യട്ടെ. താങ്ക് യു ഫോർ ദ ഓപ്പർച്യൂണിറ്റി. താങ്ക് യു ഫോർ ദ ഓപ്പർച്യൂണിറ്റി. താങ്ക് യു എവരിവൺ. ഗോഡ് ബ്ലെസ്. ഞാൻ വിളിക്കാം. യെസ്, താങ്ക് യു. താങ്ക് യു. ബാക്കി ആരും പോകുന്നില്ലേ? ഡിന്നർ ഒന്നും എല്ലാരും ഒരുമിച്ചങ്ങ് പോകും. കുറച്ചുപേർ ഇറങ്ങി പോകുന്ന ചോദിച്ചാൽ ഞാൻ നോക്കിയിരിക്കുന്നത്. ബിരിയാണി ഉണ്ടെങ്കിൽ വിളമ്പിയാ കഴിച്ചിട്ട് പോ. അതെ, എല്ലാ ദിവസവും ബിരിയാണി കഴിച്ചപ്പോ ഓർക്കണമായിരുന്നു. ഇങ്ങനെ ഒരു ദിവസം വരുമെന്നല്ലേ? ഒരു കാലം വരും. ബിരിയാണിക്ക് ഒരു റെസ്റ്റ് വേണ്ടേ? അതെ, അല്ല നല്ലതാ, ശരീരത്തിന് നല്ലതായി പോയി. പലരും പരീക്ഷണങ്ങളില്ല. ഫ്രൈഡേ ഇനിയുണ്ട്, കല്യാൺ സെന്റർ MTVയുടെ മീറ്റിംഗ് ഉണ്ട്. 8 o'clock. അത് ജോസഫ് കുരുള്ള അച്ഛനാ. സാന്താക്രൂസ് മെമ്പർ ഇപ്പം കോട്ടയത്താ. മുംബൈക്കാരൻ തന്നെ. കുഴപ്പമില്ല. ഓക്കെ, എന്നാ ഗുഡ് നൈറ്റ്. നാളെ സെക്കൻഡ് സൈക്കിളിന് പോവാ. ഓക്കെ, ഈ 22nd ആണല്ലോ. നാളെ 22nd. പ്രവർത്തനം ഓർക്കാം. അടുത്ത 3 ദിവസങ്ങളല്ലേ? ഓക്കെ.